Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammad wa ala ali Muhammad wa ala alihi wa sahbihi ajma'in. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, വിവിധ മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, ഈ ഒരുമിച്ച് കൂടലിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പത്തനാപുരം ഏരിയ പ്രസിഡന്റ് ബഹുമാന്യനായ PH മുഹമ്മദ് സാഹിബ്, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രാദേശിക പ്രസിഡന്റ് മുഹമ്മദ് സാഹിബ്, വേദിയിലിരിക്കുന്ന ഏരിയ സെക്രട്ടറി സഹോദരൻ മുജൂബാൻ, ഞങ്ങളെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, എല്ലാവർക്കും കരുണാവാരിധിയായ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യത്ത് ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ സംഘടനകളുണ്ട്. അഖിലേന്ത്യാ തലത്തിലൊക്കെ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് എന്നൊക്കെ പറയുന്ന UP-യിലും അതുപോലെ തന്നെ ഹരിയാനയിലും ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെയായി വർക്ക് ചെയ്യുന്ന ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ്, അതുപോലെ തന്നെ തബ്ലീഗ് പ്രസ്ഥാനം. നമ്മുടെ കേരളത്തിലും ധാരാളം മുസ്ലിം സംഘടനകളുണ്ട്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും അതിന് നല്ല ഒരു ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 75-ലധികം വർഷമായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തികച്ചും സമാധാനപൂർണവും സാഹോദര്യ സംഭാഷണ സ്വഭാവത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മാങ്കോട് പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മത, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘത്തെ, അതിൻ്റെ സംവിധാനങ്ങളെ, പരിപാടികളെ അറിയാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എല്ലാ തലങ്ങളിലുമുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളും ചിലപ്പോൾ വിമർശനങ്ങളുമൊക്കെ പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും ഇലക്ട്രോണിക് മീഡിയയിലൂടെയുമൊക്കെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ജമാഅത്ത് ഇസ്ലാമി കടന്നു വരാറുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘം, ഒരു സംഘടന എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ധാരണ കുറവുണ്ടാവുമെങ്കിലും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയതെങ്കിലും അതിൻ്റെ പ്രവർത്തകർ ഇവിടെയും ഉണ്ട്. മാങ്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടും ചുരുങ്ങിയ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമി വർക്ക് ചെയ്യുന്നത്? ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, ധാരാളം സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ. മതങ്ങൾ തന്നെ ധാരാളമുണ്ട്. മതങ്ങളിൽ ധാരാളം ജാതികളുണ്ട്, സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അതല്ലാതെ വ്യാപാരി, ഇപ്പൊ ഇന്നലെ ഇവിടെ ഉണ്ടാകുന്ന വിചാരിക്കുന്ന ഹർത്താലായിരുന്നു, ഇന്നലെ ബന്ധമായിരുന്നു, വ്യാപാര ബന്ധമായിരുന്നു ഇന്നലെ. ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ, നമ്മുടെ അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇന്നലെ അടച്ചിട്ടൊക്കെയിരുന്നു. മലപ്പുറമൊക്കെ പല പ്രശ്നങ്ങളും ഉന്നയിച്ചു. അത് ഞാൻ പറഞ്ഞത്, പല രീതിയിലുള്ള സംഘടനകൾ, സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ അർത്ഥത്തിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഹിന്ദുവിനെ വിളിച്ചാലും, മുസ്ലിമിനെ വിളിച്ചാലും, ക്രിസ്ത്യാനിയെ വിളിച്ചാലും, ഇനിയിപ്പോൾ BJP വിളിച്ചാലും, CPM-നെ വിളിച്ചാലും, കോൺഗ്രസിനെ വിളിച്ചാലും, മുസ്ലിം ലീഗിനെ വിളിച്ചാലും, കേരള കോൺഗ്രസിനെ വിളിച്ചാലും, ഇനി ഈഴവനെ വിളിച്ചാലും, നായരെ വിളിച്ചാലും, നമ്പൂതിരിയെ വിളിച്ചാലും, പെന്തക്കോസ്തോ, ഭാവാകക്ഷിയോ, മെത്രാൻ കക്ഷിയോ, അതുപോലെ തന്നെ കത്തോലിക്കനോ, യാക്കോബിർസോ, ആരെ വിളിച്ചാലും എല്ലാവരും പറയുക
നാട്ടിലെ മനുഷ്യരെ നന്നാക്കുന്നതിന് വേണ്ടി മനുഷ്യരുടെ അവസ്ഥകളെ ഏറ്റവും സുരക്ഷിതവും സമാധാനപൂർണമായ അവസ്ഥകളിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് രാജ്യത്തുടനീളമുള്ള ലോകത്തുടനീളമുള്ള എല്ലാവരും പറയാം. നമ്മുടെ പാർലമെന്റുകൾ അതിനാണ്, നമ്മുടെ പള്ളികൾ അതിനാണ്, നമ്മുടെ ക്ഷേത്രങ്ങൾ അതിനാണ്, നമ്മുടെ പള്ളിക്കൂടങ്ങൾ അതിനാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അതിനാണ്, നമ്മുടെ പാർട്ടി ഓഫീസുകൾ അതിനാണ്. എല്ലാം എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യന് അവന്റെ അവസ്ഥകളും അനുഭവങ്ങളും സാഹചര്യങ്ങളും എല്ലാം വളരെ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുക. പലരും തമ്മിൽ എതിരുമാണ്. പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പല ദർശനങ്ങളും പല ആശയങ്ങളും ഒക്കെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരമുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ CPM തന്നെയാണ് ശരിയെങ്കിൽ കോൺഗ്രസ് വേണ്ടതില്ല, കോൺഗ്രസ് തന്നെയാണ് ശരിയെങ്കിൽ CPM വേണ്ടതില്ല. കോൺഗ്രസും CPM ഒന്നും ഒട്ടും ഗുണകരമല്ല എന്നാണ് BJP-യുടെ അഭിപ്രായം. BJP ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പല തരത്തിൽ അതിന്റെ മാന്യതയുടെയും ചർച്ചയുടെയും സംവാദത്തിന്റെയും സംഭാഷണങ്ങളുടെയും ഒക്കെ ഒരു തലത്തിൽ അത്തരം വസ്തുതകളെ അവതരിപ്പിക്കുന്നതിനും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് മനുഷ്യനെതിരാകുന്ന, മനുഷ്യനെ എതിരാളിയാക്കുന്ന, മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന, മനുഷ്യന്റെ അവസ്ഥകളെ മുഴുവൻ നശിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന എതിർപ്പിന്റെയും ശക്തിപ്രയോഗങ്ങളുടെയും നശീകരണത്തിന്റെയും വർഗീയ സാമുദായിക കലാപ രാഷ്ട്രീയ സ്വഭാവത്തിലേക്കൊക്കെ വികസിക്കുന്നതോടുകൂടി ഈ സംവാദങ്ങൾ അക്രമാസക്തവും അപകടകരമായിട്ടൊക്കെ മാറുമെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ മറ്റുള്ളവരെ കുറിച്ചും അല്ലെങ്കിൽ നമ്മെക്കുറിച്ചുമൊക്കെ നമ്മൾ മികച്ചവരും ബാക്കിയുള്ളവർ അങ്ങനെയുമാണ് എന്നൊക്കെയുള്ള ധാരണകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എല്ലാവരും ശരിയായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും തെറ്റായിക്കൊള്ളണമെന്നുമില്ല. ചിലപ്പോൾ ശരിയും തെറ്റും കൂടി കലർന്നുകൊണ്ട് പലരും ഉണ്ടാവും. തെറ്റിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരുണ്ടാവും, ശരിയിലൂടെ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചർച്ചയും വിശകലനവും വിലയിരുത്തലും നമ്മുടെ ബുദ്ധിയും ചിന്തയും ബോധവും നിലപാടുകളും നടപടികളും ഒക്കെ വെച്ചിട്ട് നമ്മൾ പരിശോധന വിധേയമാക്കണം. എങ്കിലേ നമുക്ക് എവിടെയാണ് എല്ലാം ശരിയാവുക എന്ന് പറയുന്നത് ശരിയാവാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെ ശരി ഉണ്ടാവില്ല. എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂട്ടിയാൽ 2ഉം ശരിയാണ്, 3ഉം ശരിയാണ്, 5ഉം ശരിയാണ്, 7ഉം ശരിയാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒന്നും കൂട്ടിയാൽ 2 തന്നെ ശരിയുള്ളൂ. ഇനി ഒന്നും കൂട്ടിയാൽ 100 ആള് പറയണം ഒന്നും കൂട്ടിയാൽ ശരിയല്ല, ശരിയാ ഒന്നും കൂട്ടിയാൽ 3 എന്ന് ഭൂരിപക്ഷം മുഴുവൻ പറഞ്ഞാലും ഒന്നും കൂട്ടിയാൽ 3 ശരി, അത് തെറ്റാണ്. ഇനി അത് പറയാൻ ആരുമില്ലെങ്കിൽ പോലും അത് ശരിയല്ല. എല്ലാവരും പറയണം ഒന്നും കൂട്ടിയാൽ 3 ഉത്തരം എന്ന് ലോകത്തുള്ള 700 കോടി മനുഷ്യന്മാര് പറഞ്ഞാലും അത് തെറ്റാണ്, അത് ശരിയല്ല. ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ന്യൂനപക്ഷമോ അല്ലെങ്കിൽ രാജ്യങ്ങളോ വംശങ്ങളോ സംഘടനകളോ ദേശങ്ങളോ ഒന്നുമല്ല, പാർട്ടികളോ ഒന്നുമല്ല ശരിയും തെറ്റും യഥാർത്ഥത്തിൽ നിർണയിക്കേണ്ടത്. അനുഭവങ്ങളാണ്, അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ്, അതിനെ പ്രതിനിധീകരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണ്, അവരുടെ നിലപാടുകളാണ്. അത് ആശയങ്ങളാവാം, അവരുടെ പ്രയോഗങ്ങൾ പദ്ധതികളാവാം, അതിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങളുടെ സമ്മിശ്രമായ സംവിധാനങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ആവാം. ഏതൊന്നിനെയും ഐസ് തണുപ്പാന്ന് മനസ്സിലാവുക ഐസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്, തീ ചൂടാന്ന് മനസ്സിലാവുക തീയിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ്, ഗുണം കൊണ്ട് മനസ്സിലാവും എന്താണ് ഇവർ ചെയ്യുന്നത്. ഞാൻ തീ പറയണ ഞാൻ നല്ല തണുപ്പാണെന്ന് തീ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ തൊട്ടാ പൊള്ളുന്ന, തൊടുന്നവരെ മുഴുവൻ പൊള്ളിക്കുന്ന, എല്ലാറ്റിനെയും ചുട്ടിരിക്കുന്ന ഒരു സാധനമാണ് തീയെങ്കിൽ ആ തീയിനെ സ്വയം ഞാൻ വിശുദ്ധനാണ്, ഞാൻ നല്ല ഉഷാറാണ് എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. കാരണം അതിന്റെ ഫലം എന്ന് പറയുന്നത് എല്ലാരെയും പൊള്ളിക്കുന്നതും എല്ലാരെയും നശിപ്പിക്കുന്നതും അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നതുമാണ്. അതായത് എന്തൊന്നിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, ഒരാശയം, ഒരു ദർശനം, ഒരു മതം, ഒരു പാർട്ടി, ഒരു പ്രദേശം, എല്ലാറ്റിനെയും നമ്മൾ വിശകലനം ചെയ്യേണ്ടത് അത് നമുക്ക് നൽകുന്ന ഫലങ്ങളിൽ നിന്നുകൊണ്ടാണ്, അവർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ്. അതിൽ നിന്ന് നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുണദോഷ സംഗതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഞാൻ എത്ര നിങ്ങളോട് സൂചിപ്പിച്ചത് ആ ഒരു സ്വഭാവത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചും എന്താണ് ജമാഅത്തെ ഇസ്ലാമി, എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി, എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ അവിടുത്തെ മനുഷ്യരോട് പറയുന്നത്, ഇവിടുത്തെ ഓരോ ആളുകളോടും ഇവിടുത്തെ ഓരോ സംഘത്തോടും വിവിധ മത രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്കുള്ള ആളുകളോട് എന്താണ് ഇതിന് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ലളിതമായി വിശദീകരിക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് കൊല്ലം ജില്ലയിലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അതിന്റെ പ്രാദേശിക സംവിധാനങ്ങളിലൊക്കെ ഇതുപോലുള്ള ചെറിയതും വലിയതുമായ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാവരും എല്ലാറ്റിനെയും
നന്നാക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ശരിക്കും ആലോചിക്കുക. നമ്മുടെ നാടൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്, വീട്, കുടുംബമൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ കർഷകന്മാര്, ഹരിയാനയിലുള്ള, പഞ്ചാബിലുള്ള, UP-യിലുള്ള കർഷകന്മാര് ഇന്നലെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ പ്രധാനമന്ത്രി അവരെ വല്ല പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും ചൈനയോടും ഒക്കെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച പോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും അതിന്റെ സൈന്യവും പോലീസും ഒക്കെ വമ്പിച്ച ഈ കർഷകന്മാരെ തടയാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ നട്ടെല്ലാണ് കർഷകന്മാർ എന്ന് പറയുന്നത്, അഭിമാനമാണ് കർഷകന്മാർ എന്ന് പറയുന്നത്. അംബാനി അദാനി ഒന്നും ഇനിങ്ങളും പോയിട്ടില്ല. കാരണം കൃഷി ചെയ്ത് മണ്ണിൽ നിന്ന് വിളവെടുത്ത് കഠിനാധ്വാനം ചെയ്ത് ഈ രാജ്യത്തിനെ തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് കർഷകന്മാരാണ്. ശരിക്കും കർഷകന്മാരെയും പട്ടാളക്കാരെയുമാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് എന്ന് നമ്മളൊക്കെ പറയുന്നത്. കാരണം അവര് കാവൽ നിൽക്കുന്നു, ഇവരെ ഈ രാജ്യത്തിനെ തീറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ആ കർഷകന്മാര് 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, BJP കഴിഞ്ഞ 75 വർഷം ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി, മൻമോഹൻ സിംഗ് അടക്കമുള്ളവരൊക്കെ ചെയ്തത് വൃത്തികേടാണ്, ഇനി മുതൽ സ്വർഗലോകമായിരിക്കും, എല്ലാം നന്നാക്കി എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വന്ന കക്ഷിയാണ് BJP. ഈ BJP-യുടെ കാലത്ത് ഈ ഇന്ത്യയിലൊക്കെ കഴിഞ്ഞ 1 വർഷം മുമ്പ് അവർ നടത്തിയിരുന്നു. അതിൽ ചെയ്ത കരാറുകൾ നരേന്ദ്രമോദിയും BJP സർക്കാരും പാലിക്കാത്തത് കൊണ്ടാണ് ഈ രാജ്യത്തിലെ കർഷകന്മാർ, ലക്ഷക്കണക്കിന് കർഷകന്മാർ ഇന്നവരെ അവിടുത്തെ എല്ലാ സംഗതികളെയും തട്ടിമറിച്ച് അവരുടെ ട്രാക്ടറുകളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കൂടും. ആ കരാറ് പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോണില്ല. കർഷകന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. കാരണം ഇന്ത്യ രാജ്യത്തിലെ 70% തൊഴിൽ മേഖലയും കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കാറും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ അക്കാദമിക് തലങ്ങളായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടുത്തെ തൊഴിലും ഭക്ഷണവും സമ്പത്ത് ഘടനയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് യഥാർത്ഥത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ആ 10 കാര്യങ്ങളിൽ അവർ പറയുന്നുണ്ട്. ഒന്ന്, മറ്റേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കൽപ്പനകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ആരാണ് അതിൽ കൊണ്ടുപോയിട്ട് ഒപ്പുവെച്ചത്, എന്തിനാണ് അതിലൊക്കെ ചേർന്നത് എന്നെല്ലാം ഇപ്പൊ അതായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, കമ്പോളവൽക്കരണം, മുതലാളിത്തവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. രാമജന്മഭൂമി പ്രശ്നവും ബാബരി മസ്ജിദ് പ്രശ്നങ്ങൾ പോലും ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടി ആ സപ്പോർട്ട് നൽകാൻ ഇത്തരം അപകടകരമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതകൾ ഈ രാജ്യത്തിന്റെ മുകളിൽ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾ അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തിയ പൊറാട്ട് നാടകങ്ങളായിരുന്നു രാമജന്മഭൂമി പ്രശ്നവും ബാബരി മസ്ജിദ് പ്രശ്നവും എന്നടക്കമുള്ള വിശകലനങ്ങളും വായനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കാരണം അന്ന് 1980കളിലും 1990കളിലുമൊക്കെയാണ് ആഗോളവൽക്കരണം, IMF, ADB, ഗാട്ട് കരാർ, ഇതൊന്നും ഇപ്പൊ നമ്മുടെ പുതിയ തലമുറക്ക് ഓർക്കാൻ പോലും കഴിയില്ല. പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന കാലാണ്. അദ്ദേഹത്തെക്കാൾ വേറെ ഇതിന്റെ മുമ്പ് ഒരു പ്രധാനമന്ത്രിമാര് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നെഹ്റു ഉണ്ടായിട്ടില്ല, ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ടില്ല, ആകെ ഒരു നരേന്ദ്രമോദി മാത്രമേ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കാപട്യ പ്രചരണ സംവിധാനങ്ങളിൽ ഒന്നായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ സംഘപരിവാർ അല്ലെങ്കിൽ BJP വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുന്ന ഒരു 20, 25, 18, 19 വയസ്സൊക്കെ ആയ ന്യൂ ജനറേഷനിലുള്ള ആളുകൾക്കൊക്കെ തോന്നും, എന്ത് മഹാത്മാഗാന്ധി, എന്ത് ജവഹർലാൽ നെഹ്റു, എന്ത് അബുൽ കലാം ആസാദ്, അതുപോലെ തന്നെ അതിന്റെ മുമ്പ് ഡോക്ടർ അംബേദ്കർ, എവിടെ അവരൊക്കെ, അതൊന്നും അല്ല വലിയ സംഭവങ്ങൾ. ഈ അമിത്ഷായും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വലുത് എന്നൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. കാരണം ഇതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ മുമ്പില് ഈ കഴിഞ്ഞ 1990കളില് ഈ രാജ്യത്തെ വമ്പിച്ച നശീകരണത്തിലേക്ക് നയിക്കുന്ന അന്താരാഷ്ട്ര സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ കരാറുകൾ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ മാറി എന്നുള്ളത്. കാർഷിക മേഖല കുത്തുവാള എടുക്കുന്നതിന്റെയും സ്വകാര്യ മേഖലയിലേക്ക് കാർഷിക മേഖല അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയും. നിങ്ങളെ ഈ പ്രദേശത്തുള്ള റബ്ബറിന് വിലല്ലോ. എന്താ റബ്ബറിന് വില ഇല്ലാതെ കാരണം? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB-യുമായിട്ട് ഒരു കരാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ADB-യുടെ കരാറുമായി ബന്ധപ്പെട്ട കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ എന്താ? നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ ഇഷ്ടം പോലെ നെല്ലും അതുപോലെ തന്നെ വാഴകൃഷിയും നമ്മുടെ റബ്ബറൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഇതിങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ ADB വെച്ച കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും എല്ലാവരും കയറ്റുമതി ഇറക്കുമതി ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്ക് അധികം വരുന്ന സാധനങ്ങളാണ് നമ്മൾ കയറ്റുമതി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭയങ്കര ലാഭം കിട്ടേണ്ട സാധനങ്ങളാണ് നമ്മൾ കയറ്റുമതി ചെയ്യേണ്ടത്. അതിൽ പോലും കുറെ പ്രശ്നങ്ങളുണ്ട്. ചെമ്മീന് നല്ലത് നമുക്ക് തിന്നാൻ പറ്റില്ല, നല്ല ഏലക്കായി നമുക്ക് തിന്നാൻ പറ്റില്ല, അതുപോലെ തന്നെ നല്ല സാധനങ്ങളൊക്കെ കയറ്റി അയക്കുകയാണ് ഈ രാജ്യത്തിന്. അതൊരു രാജ്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ അടയാളമാണ്. എല്ലാ നല്ല സാധനങ്ങളും പുറത്തേക്ക് കയറ്റി അയക്കുന്നത് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അന്തസ്സിന്റെ അടയാളമൊന്നുമല്ല.
മറിച്ച് എന്താ, നമ്മൾക്ക് ഏറ്റവും മോശപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുത്ത് വില കുറച്ച് മാർക്കറ്റിൽ വിൽക്കുകയും അതിൽ നിന്ന് മെച്ചപ്പെട്ടതിനെ കൂടുതൽ വില കിട്ടാൻ വേണ്ടി വിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഗതികേടാണ്. കാരണം നമ്മൾ സാമ്പത്തികമായി പിന്നിലാണ്, വ്യാവസായികമായി പിന്നിലാണ്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അന്നത്തെ ADB കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നെന്ന് പറയുന്നത് റബ്ബർ ഇറക്കുമതി ചെയ്യണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറക്കുമതി ചെയ്യുന്നത് മനോരമയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുന്നത്? മനോരമന്റെ കയ്യിലാണ് കേരളത്തിലെ റബ്ബറിന്റെ, ഇന്ത്യയിലെ തന്നെ റബ്ബറിന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ചെയ്യുന്നത് MRF ആണ്. MRF റബ്ബർ കർഷകർക്ക് വേണ്ടി സംസാരിക്കും മനോരമ ഒരു ഭാഗത്ത്, നമ്മുടെ രാഷ്ട്രീയക്കാരെ സംസാരിക്കും, കേരള കോൺഗ്രസ്സുകാരൊക്കെ പറയും, റബ്ബറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. പക്ഷെ ഈ കരാറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ തായ്ലാന്റ്, അതുപോലെ തന്നെ ജപ്പാൻ, ഇന്തോനേഷ്യ, അതുപോലുള്ള പ്രദേശങ്ങൾ, മലേഷ്യ, ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് റബ്ബർ കേരളത്തിലേക്ക് വരികയാണ്. ഇത് ഇറക്കുമതി ചെയ്യുന്നത് മനോരമയ്ക്ക് കൂടിയിട്ടാണ്. ഇന്ത്യയിലെ നമ്പർ 1 കുത്തകകൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് അവിടുന്ന് ഇറക്കുമതി ചെയ്തിട്ട് എന്നിട്ട് റബ്ബർ കർഷകന്റെ കണ്ണീര്, സങ്കടം, പാർട്ടി ഉരുളല്, മറിയല് ഒക്കെ പാർലമെന്റിന്റെ മുമ്പിൽ പോയിട്ട് പോരാട്ട നാടകം സംഘടിപ്പിക്കും. റബ്ബറിന്റെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടികൾ രംഗത്ത് വരും. ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അന്ന് മനോരമ അതുകൊണ്ട് എന്താന്ന് വെച്ചത്, മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും തായ്ലാന്റിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ഒക്കെ റബ്ബർ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മനോരമക്കാരൻ പോലും ഇവിടുത്തെ റബ്ബർ വാങ്ങൂല. കാരണം എന്താണ്, അതിനേക്കാൾ എന്നാലും പേപ്പറിന്റെ വില പറയില്ല കേട്ടോ, നമ്മൾ വേറെ മനസ്സിലാക്കണം. ടയറിന് വില പറയില്ല. ഇത്രയും വില കുറഞ്ഞ് ടയർ ഇറങ്ങുമ്പോഴും ടയറിന് വില കുറയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ ടയറിന് വില കൂടി, റബ്ബറിന് വില കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്ന ഈ വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടയറിന് കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഇത്രയും വില കുറഞ്ഞ് റബ്ബർ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ടയറിന് വില കുറഞ്ഞു, അതൊരു ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഒന്നായിട്ട് വില കുറയാനും പാടില്ല, ഒന്നായിട്ട് വില കൂടാനും പാടില്ല. അത് രണ്ടും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കും. അതേസമയം നമുക്ക് വിൽക്കുന്നവന് ലാഭവും വാങ്ങുന്നവന് സന്തോഷവും തോന്നുന്ന ഒരു രൂപത്തിൽ മാർക്കറ്റ് നിലനിൽക്കലാണ് നല്ല ഒരു സമ്പദ്ഘടനയുടെയും വ്യാവസായിക മാർക്കറ്റിന്റെയും അടയാളം എന്ന് പറയുന്നത്. നിങ്ങളൊരു ടയർ വാങ്ങാൻ പോയി നോക്ക്, എന്താ ടയറിന്റെ വില? ഈ ഇവിടെ കിട്ടുന്ന ഓരോ കർഷകന്മാരും ഇവിടുത്തെ റബ്ബർ തോട്ടം എങ്ങനെ മുറിച്ചു വെക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താ കാരണം? റബ്ബറിന് വില ഇല്ല. അതിന് കൊടുക്കുന്ന കൂലി കൊണ്ട്, അതിന് കൊടുക്കുന്ന പ്രതിഫലം കൊണ്ട് പോലും നഷ്ടക്കച്ചവടമായിട്ട് മാറുന്നുള്ളതുകൊണ്ട് വെട്ടണോ, അതല്ല റബ്ബർ എടുക്കണോ, അത് ഷീറ്റാക്കണോ, ഇതൊക്കെ ആലോചിച്ച് കാത്തിരിക്കാം. മരമായിട്ട് ഇങ്ങനെ നിന്നാ മതി. അതുമ്പോ തൊട്ടാല്, കാരണം പണിയെടുക്കുന്നവന് നമ്മൾ കാശ് കൊടുക്കണ്ടേ, ഇതുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതിന് അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. ഈ ADB എന്ന് പറയുന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ, വേൾഡ് ബാങ്കിന്റെ ഒരു ഭാഗമാണ്. ലോക ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. മഹാപലിശ കച്ചവടക്കാരാണത്. അതിൽ ഏറ്റവും കൂടുതൽ പൈസ ഇട്ടുള്ളത് അമേരിക്കയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പണമാണ് അതിൽ ഏറ്റവും കൂടുതൽ. ഇസ്രായേലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പലിശ കച്ചവടക്കാർ. അത് വേറെ നിങ്ങൾ പഠിക്കുക, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമേരിക്കയുടെ ഫണ്ടാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്ന് പറഞ്ഞാൽ പണം കടം കൊടുത്തിട്ട് രാജ്യങ്ങളെ, ഇപ്പൊ നമ്മളൊക്കെ പലിശക്കാരനെടുത്തുന്ന പൈസ കടം എടുക്കലുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലൊക്കെ ബാങ്കിലുണ്ട്. അതുപോലെ വ്യക്തികൾ തന്നെ പലിശ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അതിന്റെയൊക്കെ ശരി തെറ്റുകൾ നമ്മൾ വേറെ പരിശോധിക്കണം. അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒക്കെ പോയിട്ട് പലിശ കച്ചവടം നടത്തുക, പലിശക്ക് കടം കൊടുക്കുക, എന്നിട്ട് പലിശക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്തവനെ ജപ്തി ചെയ്യുക, അവരെ മുടിക്കുക, അവനെ അപമാനിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യാനിയും, കമ്മ്യൂണിസ്റ്റും, കോൺഗ്രസും, BJP ഒക്കെ ഉണ്ട്. എന്തിനാണ് ഈ മതം, എന്തിനാണ് ഈ രാഷ്ട്രീയം എന്നൊക്കെ നമ്മൾ അറിയാതെ അന്തം വിട്ടുന്നു അത്തരം ഘട്ടങ്ങളിൽ. കാരണം ഒരു മതം പലിശ അംഗീകരിച്ചിട്ടില്ല. മതം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ഖുർആനോ അല്ലെങ്കിൽ ഗീതയോ ബൈബിളോ അതുപോലെ തിരുക്കുറളോ ധർമ്മപദോ, ലോകത്ത് നിലനിൽക്കുന്ന ബുദ്ധന്റെ, ജൈനന്റെ, ജീസസിന്റെ, മോശയുടെ, അബ്രഹാമിന്റെ, രാമന്റെ, കൃഷ്ണന്റെ, മുഹമ്മദ് നബിയുടെ ഒക്കെ വേദഗ്രന്ഥങ്ങൾ, അവരുടെയൊക്കെ അരുളപ്പാടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പലിശക്ക് ഒരു ന്യായമില്ല. പക്ഷെ പലിശ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരൻ ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദന്മാരാണ് ഏറ്റവും വലിയ പലിശ കച്ചവടക്കാര്. ആ ഇസ്രായേലിന്റെ പണമാണ് അമേരിക്കയിൽ കിടക്കുന്നത്. അമേരിക്ക ലോക ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ പണം നിക്ഷേപിക്കുകയും അമേരിക്ക, ബ്രിട്ടന്, ഫ്രാൻസ് വലിയ മുതലാളിമാരുണ്ട്. അതിന്റെ ചർച്ചയിലേക്ക് നമ്മൾ പോകണില്ല. അവിടുത്തെ വലിയ കുത്തകകളും അവരുടെ ഫണ്ടുകളും ഇന്ത്യക്ക് കടം തരിക, അതുപോലെ തന്നെ കേരളത്തിന് കടം തരിക, ഈ ഓരോ പ്രദേശത്തെ പദ്ധതികൾക്ക് കടം തരും. ഇവരൊന്നും വെറുതെ തരുന്നൊന്നുമല്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള കാരുണ്യം കൊണ്ടോ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഓം ശാന്തി, അസ്സലാമു അലൈക്കും, ദൈവം സ്നേഹമാകുന്നു, ലാൽ സലാം, സത്യമേവ ജയതേ, ഓം, ഇതൊന്നും പറഞ്ഞിട്ട് ഇതിനൊന്നും തരുന്നല്ല അവരെ. ഇവരാരും ബാങ്കിലൂടെ മുതൽ വ്യക്തികളടക്കം പണം പലിശക്ക് കൊടുക്കുന്നത് ഒരു മനുഷ്യനെ രക്ഷപ്പെടാനോ അവന്റെ സുഖത്തിനോ ക്ഷേമത്തിനോ സംഗതിക്കോ വേണ്ടിയിട്ടല്ല, അവന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പലിശ എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ സാധനമാണ്. ആ സാമ്പത്തിക യഥാർത്ഥത്തിൽ ഈ പലിശ കച്ചവടമാണ് ഈ ലോകത്തിന്റെ എല്ലാ ദുരന്തങ്ങളും കാരണം. ഇതിന്റെ ഹെഡ് ഓഫീസാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ ഏഷ്യൻ സംവിധാനങ്ങൾക്ക് ചെയ്യുന്ന ടീമാണ് ADB. ആ ADBയുടെ വ്യവസ്ഥയിലാണ് എന്ത് വന്നത്? റബ്ബർ മുതൽ മത്തി അടക്കം ഇറക്കുമതി ചെയ്യണം, എല്ലാം ഇറക്കുമതി ചെയ്യണം. നമുക്കിവിടെ നമ്മുടെ കേരളത്തിന്റെ തീരത്തും മംഗളൂർ കടലിലും ഒക്കെ നല്ല മീനുള്ളപ്പോ തന്നെ പുറമെന്ന് കൊണ്ടുവരണം. ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ വില ഇല്ല.
വില ഇല്ല നമ്മുടെ സാധനങ്ങൾക്ക്. കാരണം ഇതിനേക്കാൾ പുറത്തുനിന്ന് വില കിട്ടുമ്പോൾ ഞാനുങ്ങളാണെങ്കിൽ പോലും എന്താ ചെയ്യുക, നമ്മളിപ്പോ റബ്ബർ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ വില കുറച്ചിട്ട് എവിടുന്നാ കിട്ടണമെങ്കിൽ അവിടുന്നാണ് വാങ്ങുക. നമ്മുടെ അച്ഛനോ അമ്മയോ എന്നെ റബ്ബർ നട്ട് വളർത്തുന്നുണ്ട്, അവരുടെ റബ്ബറിന് വില കൂടുതലാന്ന് പറഞ്ഞാൽ നമ്മളെ വാങ്ങാൻ പോവില്ല. നമ്മുടെ മക്കളെ റബ്ബറിന് വില കൂടുതലാന്ന് പറഞ്ഞാൽ വാങ്ങാൻ പോവില്ല. പിന്നെ അതൊക്കെ നോക്കാനാണ് ഗവൺമെന്റിന്റെ ഇപ്പൊ പണി എന്താന്ന് വെച്ചാല് അമ്പലവും പള്ളിയും ക്ഷേത്രവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ബുൾഡോസർ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന പണിയാണ്. വില കൂടുതലുണ്ടോ, നാട്ടിലെ മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ, ഈ രാജ്യത്തിലെ ആഭ്യന്തരവും സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥകൾ എന്താണ്, ഇതൊന്നും പഠിക്കാൻ നമ്മുടെ ഗവൺമെന്റില്ല. അപ്പോഴാണ് നമ്മൾ കൃഷിക്കാരെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അവര് വെച്ച 10 കൽപ്പനകളിലൊന്ന് 10 ആവശ്യങ്ങൾ നരേന്ദ്രമോദിയുടെ മുമ്പിൽ BJP ഗവൺമെന്റ് മുമ്പിൽ അവർ വെച്ചിട്ടുണ്ട്. ആ BJP ഒരു സംഗതിയും ഒരു പ്രതിപക്ഷത്തിനെയും ബഹുമാനിക്കാതെ നടത്തുന്ന ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. ആ BJP ഗവൺമെന്റിന് ഈ കർഷകരുടെ ആവശ്യം ധൈര്യപൂർവ്വം നടത്തി കൊടുക്കുക. രാജ്യസ്നേഹവും ദേശസ്നേഹവും ഈ രാജ്യത്തോട് കൂറുള്ള പാർട്ടിയാണ് BJP എങ്കിൽ ഇവിടെ ഉണ്ടാവും എന്റെ BJP സുഹൃത്തുക്കൾ, നിങ്ങളെ ഗവൺമെന്റിനോട് പറയും ഈ കൃഷിക്കാരെ രാജ്യദ്രോഹികളാ, അവര് ദേശദ്രോഹികളാ, അവർ ഈ രാജ്യത്തിനെ എതിർക്കാൻ വേണ്ടി വന്നവരാ, ഈ രാജ്യത്തിന്റെ അഭിമാനം നട്ടല്ലോണം അവര് വെച്ച 10 കാര്യങ്ങൾ ഓരോ BJP-കാരനും RSS-കാരനും മനനം ചെയ്തിട്ട് പഠിക്കണം. പഠിച്ചിട്ട് എന്താണ് നിങ്ങളുടെ നാട്, നിങ്ങളുടെ ഭരണകൂടം, നിങ്ങളുടെ സംഘടനകൾ അതിനെതിരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പൊ അതിലവർ ആദ്യം പറഞ്ഞത് WTO കൈകാര്യം ചെയ്യണമെന്നാ. വേൾഡ് ബാങ്കിന്റെ WTO-യുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് ഇന്ത്യ പുറത്തു പോകണമെന്നാ. പക്ഷെ ഇതൊന്നും കരാർ വെച്ച കാലത്ത് കർഷകർക്കോ എനിക്കൊന്നും ഓർമ്മ കിട്ടിയിട്ടില്ല. കാരണം 1980, 1990 ബാബരി മസ്ജിദ്, രാമക്ഷേത്ര, ഗുജറാത്ത് സോമനാഥ ക്ഷേത്ര കല അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും കലാപങ്ങളും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് പുതിയ കാലത്തെ ചരിത്രകാരന്മാരെ പറയുന്നത് സംഘപരിവാർ ലോക ക്യാപിറ്റലിസത്തിന്, മുതലാളിത്തത്തിന്, വേൾഡ് ക്യാപിറ്റലിന്, ലോക മൂലധനത്തിന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഒരുക്കിയ പൊറാട്ട് നാടകങ്ങളിൽ എന്നാണ് ഇന്ത്യയിലെ വർഗീയ സാമുദായിക കലാപങ്ങളും അതുമായി ബന്ധപ്പെട്ട ബാബരി മസ്ജിദ്, രാമക്ഷേത്ര തർക്കവുമൊക്കെ എന്ന് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് പോലും ഒരു കാര്യം കിട്ടണില്ല. കാരണം WTO അതൊരു വ്യവസ്ഥയായി, കരാറായി പിന്മാറാൻ പോലും സാധിക്കാത്തവണ്ണം അതിൽ ചെന്ന് പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അന്ന് ഭരിച്ചവരും പിന്നീട് വന്നവരും ഒക്കെ ധൈര്യം, ഒരു രാജ്യത്തിനോട് സ്നേഹം എന്ന് പറയുന്നത് എന്താ, ഈ രാജ്യത്തിനെ തൊലക്കുന്ന, ഈ രാജ്യത്തിനെ മുടിക്കുന്ന, ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്ന അടിസ്ഥാനപരമായ എന്ത് കരാറാണെങ്കിലും ശരി അതിനെ കൈകാര്യം ചെയ്യലാണ് ഗവൺമെന്റ്, പാർട്ടികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെയൊക്കെ ഭാഗമാണ്. അതേപോലെ മിനിമം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലപ്പോ ഒരു ചർച്ചയിൽ കണ്ടു, ഒരു സോപ്പിന് അതിന്റെ മേലൊരു വില ഉണ്ട്. 10 രൂപ, 20 രൂപ, 15 രൂപ, അല്ലെങ്കിൽ 30 രൂപ, പേഴ്സ് മുതൽ ഏത് സോപ്പിനും ഒരു വില അതുപോലെ വെച്ചിട്ട് ആ വിലക്കേ അത് കച്ചവടക്കാരൻ വിൽക്കുള്ളൂ. പക്ഷെ പച്ചക്കറിക്ക്, കാർഷികോൽപ്പന്നങ്ങൾക്ക് അങ്ങനെ ഒരു വില ഇല്ല. അത് ഏത് വിലക്കാണോ വാങ്ങിക്കൂട്ടാൻ തീരുമാനിച്ചപ്പോ അദാനിയാണ് അദാനി ഉണ്ടല്ലോ, പുതിയ മുതലാളിയാണ് ഇന്ത്യയിലെ, അയാളാണ് ഏറ്റവും കൂടുതൽ കൃഷി, ഈ സ്വകാര്യ മേഖലയിലുള്ള കാർഷിക മേഖല മുഴുവൻ, കൃഷിപ്പാടങ്ങൾ മുഴുവൻ വിലക്കെടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ വിലക്ക് കൃഷിക്കാരെടുത്തുനിന്ന് വാങ്ങിയിട്ട് വലിയ ഗോഡൌണുകൾ, നമ്മുടെ FCI ഗോഡൌണൊക്കെ ഇനി അതിന് മാറ്റാൻ പോവാണ്. ആ ഇത്തരം സ്വകാര്യ മുതലാളിമാർക്ക് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സന്ദർഭത്തിൽ അത് വിൽക്കുക. വില കുറക്കാൻ നമ്മളെ ആവശ്യത്തിന് വിൽക്കുക എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് കൃഷിക്കാർ. കാരണം ഇത് ഒരു സമയത്താണ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ പുറത്തു വരിക. അല്ല നമ്മൾക്കിപ്പോ പ്ലാസ്റ്റിക് കൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്ന പോലെ, നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എല്ലാ ദിവസവും മാർക്കറ്റിൽ ഇരുന്നിട്ട് ചെരുപ്പ് ഉണ്ടാക്കുന്ന പോലെ, കവർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കാർഷിക, വെള്ള, കാലാവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സമയത്തുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് തന്നെ നല്ല വിലക്ക് ചുറ്റൊഴിക്കണം. ഈ കൃഷിക്കാരെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളിലൊന്ന് ഞങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള വില നിശ്ചയിക്കണം. നമ്മുടെ സംഘപരിവാർ ഗവൺമെന്റ് വെച്ചു കൊടുത്തിട്ടില്ല, BJP ഗവൺമെന്റ് വെച്ചു വെച്ചിട്ടില്ല. ഇവിടുത്തെ കൃഷിക്കാരോട് മുഴുവൻ, ഈ രാജ്യത്തോട് മുഴുവൻ ഭയങ്കരമായ സ്നേഹമുണ്ടെന്നും ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഒരാൾക്കും ഈ രാജ്യത്തിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇവർക്ക് ഈ കൃഷിക്കാരുടെ മിനിമം ലെവൽ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവര് അത് പ്രധാനമന്ത്രി നമുക്ക് തൊട്ടിട്ടല്ലേ, വേറെ 10 കാര്യങ്ങളുണ്ട്, അത് വിശദീകരിക്കലല്ല ഈ പൊതുയോഗത്തിന്റെ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് കൃഷിക്കാരെ തളച്ചു മറിയാണ്. അതുകൊണ്ട് ഈ 10 കാര്യങ്ങൾ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണ്ട. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ ഇന്ത്യയിലെ 130 കോടി മനുഷ്യന്മാരും സപ്പോർട്ട് ചെയ്യേണ്ട സമരമാണ് ഇന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കർഷകന്മാരുടെ സമരം എന്ന് പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഏറ്റെടുക്കാൻ പറ്റണില്ല. സംഘപരിവാരമാണെങ്കിൽ പാർലമെന്റില്ല, കോടതിയില്ല, ഒന്നിനെയും പാലിക്കാതെ ഭൂരിപക്ഷത്തിന്റെ അധികാരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ വേറെ ചർച്ചാ വിഷയമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വളരെ അപകടകരമായ രീതിയിൽ ഒന്നിനെയും മാനിക്കാതെ എല്ലാ രംഗത്തും
കാരണം ഞാൻ പറഞ്ഞത് ബാബരി മസ്ജിദിന് ശേഷം ഗ്യാൻവാപ്പി പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് കർഷകരുടെ പ്രശ്നം. ഇത് രണ്ടും, ഒന്ന് പള്ളിയാണോ ഒന്ന് കർഷകരാന്ന് പറഞ്ഞ രണ്ട് പ്രശ്നം ഒന്നാണ്. ഈ പള്ളിയുടെ കാര്യത്തിൽ പാലിക്കാത്ത വാക്ക് പോലെ തന്നെയാണ് കൃഷിക്കാരോട് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറയുന്നതും. രണ്ടും ഒരേപോലെയാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഭരണകൂടങ്ങൾ രണ്ടും ഒന്നിനോട്. അപ്പൊ പള്ളി തകർക്കപ്പെടുന്നു അല്ലെങ്കിൽ കർഷകന്മാർ അപമാനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ നമ്മുടെ ഭരണകൂടങ്ങളുടെ അടിസ്ഥാന സമീപനങ്ങൾ അത്രമാത്രം വൈകൃതങ്ങളും അപകടകരവുമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മറ്റൊരു കാര്യം. അപ്പൊ കൃഷിക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. അവിടെ നിങ്ങോട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളെ വീട്ടിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ നിങ്ങൾ അറിഞ്ഞു വന്ന് നോക്ക്. എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യത്തിനും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ സംവിധാനങ്ങൾ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബൃഹത്തായ സംവിധാനങ്ങൾ നമ്മളെ നന്നാക്കുന്നതിന് ഇപ്പോ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ഭയങ്കര സമാധാനമാണ് ആവശ്യമുള്ളത്. ആണല്ലോ, എനിക്കൊരു സമാധാനം, എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. സ്വാഭാവികമായിട്ട് നമ്മളില്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. കാരണം നമ്മുടെ ജീവിതം നമ്മളൊന്നുമല്ല റിമോട്ട് ചെയ്യണത്. വലിയ പരീക്ഷണങ്ങളിലൂടെ മനുഷ്യന് ആരാണെങ്കിലും കടന്നു പോകും. കാരണം നമുക്ക് നമ്മളെ പരീക്ഷണങ്ങൾ വേണ്ടാതൊന്നും വെക്കാൻ പറ്റില്ല. എനിക്ക് പനി വരുമ്പോൾ BJP വിചാരിച്ചുകൊണ്ട് എനിക്ക് പനി വരാതിരിക്കില്ല. അതുപോലെ എനിക്ക് ക്യാൻസർ വരുമ്പോൾ CPM പ്രമേയം കൊണ്ടുവന്നാൽ എനിക്ക് ക്യാൻസർ വരാതിരിക്കില്ല. അതുപോലെ തന്നെ ഞാൻ ഇനി വേറെ ഏതെങ്കിലും ഒരു രോഗം വരുമ്പോൾ ട്യൂമർ വരികയാണെങ്കിൽ കോൺഗ്രസ് പറയുകയാണ് ഇനി മുതൽ ട്യൂമറിനെതിരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ട്യൂമർ വരാതിരിക്കില്ല. കാരണം നമ്മളൊക്കെ തന്നെ ജനനം മുതൽ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല. വലിയൊരു ചർച്ചാ വിഷയമാണത്. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ആരാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത്? നമ്മളല്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ എന്നെ ഉണ്ടാക്കി, ഇന്നിപ്പോ ആരുണ്ടാക്കി? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാക്കിയതാ, ഇവിടുത്തെ മതസംഘടനകൾ ഉണ്ടാക്കി, അമ്പലം പള്ളിയും ചർച്ചയൊക്കെ കൂടിയിട്ട് പ്രാർത്ഥന വഴിപാട് നടത്തിയിട്ടുണ്ടായതാ ഞാൻ. ഇവരൊക്കെ കൂടി അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും നമുക്ക്? നമ്മളാരുണ്ടാക്കിയൊന്നുമല്ല. നമ്മളെ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കിയത്. അതിന് പ്രധാനമന്ത്രി തന്നെ ആരുണ്ടാക്കിയത്? പ്രധാനമന്ത്രിയെ ജനിക്കുമ്പോൾ തന്നെ ഞാൻ പ്രധാനമന്ത്രിയാവുന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഞാൻ ജനിക്കുന്ന കാലം തന്നെ ഇനി മുഖ്യമന്ത്രിയായിട്ട് മാറുന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാ. അച്ഛനും അമ്മയും വാപ്പിയും ഉമ്മയും മമ്മിയും ഡാഡിയൊക്കെ വിചാരിച്ചു ഇനി ബൈഡൻ അമേരിക്കന്റെ പ്രസിഡന്റ് ആവും, വിരാട് കോഹ്ലി ഇന്ത്യയുടെ വലിയ ക്രിക്കറ്റ് കളിക്കാരനാവും, സൽമാൻ ഖാനും അതുപോലെ തന്നെ ഷാറൂഖ് ഖാനും അഭിഷേക് ബച്ചനും ഒക്കെ ബോളിവുഡിലെ വലിയ സ്റ്റാറുകളായിട്ട് മാറും. നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നടന്മാരായിട്ട് അവരോ അവരുടെ മാതാപിതാക്കളോ കുടുംബങ്ങളോ ഒക്കെ അറിഞ്ഞ് തീരുമാനിച്ച് നടത്തിയ പരിപാടി. അതൊക്കെ ഒന്നുമല്ല. നമുക്ക് നമ്മളെ കുറിച്ച് പോലും യഥാർത്ഥത്തിൽ അറിയില്ല. ഇത് നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ്. എന്റെ ജനനം എന്ന് പറയുന്നത് ഞാൻ നടത്തുന്ന ഒന്നല്ല, ഞാൻ തീരുമാനിച്ച ഒന്നല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായവനല്ല. ഞാനാണ് തീരുമാനിച്ചു എനിക്ക് ജനിക്കണം. എനിക്ക് ജനിച്ചിട്ട് കേരളത്തിലെ വാർഡ് മെമ്പറിൽ നിന്ന് തുടങ്ങി മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങി പ്രധാനമന്ത്രിയിൽ നിന്ന് തുടങ്ങി അഖില ലോക പ്രസിഡന്റായിട്ട് ഭരണാധികാരിയായിട്ട് ഞാൻ മാറും. ഇതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമല്ല ഞാനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ ദുർബലനാ. നരേന്ദ്രമോദിക്കും തലവേദന വന്ന വേദന ഉണ്ടാവും, നമുക്കും തലവേദന വന്ന. പ്രധാനമന്ത്രി ആയതുകൊണ്ട് എനിക്ക് തലവേദന അല്ല, നിങ്ങൾ പാവങ്ങളും സാധാരണക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യരും വേദനകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ ദൈവം തമ്പുരാൻ, ഈശ്വരൻ, കർത്താവ്, ഭഗവാൻ, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവമാണല്ലോ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശും പ്രപഞ്ചം, വരം എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ് എന്നാ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് എന്നാ. വ്യക്തികളൊന്നുമല്ല, അതേതെങ്കിലും വസ്തുക്കളൊന്നുമല്ല, അതേതെങ്കിലും സമുദായങ്ങളോ ജാതികളോ മതങ്ങളോ വർഗങ്ങളോ ദേശങ്ങളോ ഒന്നും ചെയ്യുന്ന പണിയല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്. ദൈവം എന്ന് പറഞ്ഞാൽ ദിവ്യമായതെന്നാ. ദ്യോവ് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. ആകാശ ലോകത്തിലേക്ക് സംവിധാനിച്ചിട്ടുള്ള ആരാ? നമ്മുടെ മുകളിലുള്ള ആകാശം നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കിയതാ, നമ്മുടെ നിയമസഭ ഉണ്ടാക്കിയതാ. മങ്കോട് പഞ്ചായത്താണോ എനിക്കറിയില്ല, മാങ്കോട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് തീരുമാനിച്ചിട്ട് ഇവിടെ ഇത്ര വിസ്തീർണത്തിൽ ഞങ്ങൾക്ക് ആകാശം ഉണ്ടാക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായതല്ലോ ഈ ആകാശം. ആദ്യ രാത്രി അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ നമ്മളെ വാർഡ് കമ്മിറ്റി ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും അതുപോലെ തന്നെ ഓരോ വാർഡിലും ഓരോ ക്ലസ്റ്ററിലും ഒക്കെ ലൈറ്റ് ഇടുന്ന പോലെ ഞങ്ങളുടെ ക്ലസ്റ്ററിൽ ഞങ്ങൾ നക്ഷത്രത്തെ വെച്ചു, ചന്ദ്രനെ വെച്ചു, നെപ്റ്റ്യൂണിനെ വെച്ചു, യുറാനസിനെ വെച്ചു, അല്ലെങ്കിൽ വ്യാഴത്തെ വെച്ചു, ചൊവ്വയെ വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാർഡ് മെമ്പർ മുതൽ അഖിലേന്ത്യാ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏതെങ്കിലും ശക്തികൾ ചെയ്ത പണിയൊന്നുമല്ല ഇതൊന്നും. ഇതിലൊന്നും നമുക്കൊരു പങ്കാളിത്തമല്ല. ഇതൊക്കെ നിർവഹിച്ചിട്ടുള്ളത് ദൈവം. അതാണ് ദിവ്യം. ആകാശത്തിന് അതിരുകളില്ല എന്നാ പറയുന്നത്. ഏറ്റവും അതിരുകളില്ലാതെ ഇന്ന് വരെ അതിന്റെ കണക്കെടുത്തിട്ടില്ല. ഈ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളെ ചൂണ്ടുവിരൽ വെച്ചിട്ട് നോക്കുക. നമ്മളെ ചൂണ്ടുവിരലെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പം മറയുന്നൊരു പ്രദേശം ഉണ്ടല്ലോ, നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ മറയുന്ന പ്രദേശത്ത് 2 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാ. 2 കോടി നക്ഷത്രങ്ങൾ. ഈ ഒരു കൈകൊണ്ട് നോക്കിയാൽ നമ്മൾ മറയുന്ന ഭാഗത്ത്. ഇത് നരേന്ദ്രമോദി ഉണ്ടാക്കിയതാ, പിണറായി വിജയൻ ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനി. ഇത് ഞാനൊരു മോശപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. മനുഷ്യന് ഇതിലൊന്നും വലിയ പങ്കൊന്നുമില്ല. അതുകൊണ്ട് അധികാരിയായി, പാർട്ടിയായി, സംഘടനയായി, മതമായി, ഗ്രൂപ്പായി, വർഗമായി, സമുദായമായി, ദേശമായി വമ്പൻ ആളുകളാണ് നമ്മൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അതിനൊന്നും ഒരു അർത്ഥമില്ല.
കാരണം ഇത്രയും മഹാപ്രപഞ്ചം ഈ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് മറയുന്ന പ്രദേശത്ത് 2 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആകാശം എന്ന് പറയുന്നത്, അപ്പൊ ആകാശത്തിന്റെ ഉടയവൻ ദൈവം എന്ന് പറഞ്ഞാൽ ദിവ്യമായത് ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ ദൈവമാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തെ മുഴുവൻ ഏകകോശ ജീവി അമീബ മുതൽ ബാക്കി എല്ലാ സംവിധാനങ്ങളെയും നിർമ്മിച്ചുണ്ടാക്കിയത് ദൈവം നമ്പുരാനാണ്. അറബിയിൽ അതിന് അള്ളാഹു എന്ന് പറയും, അച്ഛൻ എന്ന് നമ്മൾ പറയും, വാപ്പ എന്ന് പറയും, ഫാദർ എന്ന് പറയും, ഡാഡി എന്ന് പറയും, പിതാവ് എന്ന് പറയും. ഇതൊക്കെ സംഭവം തന്നെയാണ്. അല്ലാതെ അതിനൊന്നും മതം രാജ്യം അള്ളാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ദൈവം, കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദൈവം, അതുപോലെ തന്നെ ഖുദ എന്ന് പറഞ്ഞാൽ വേറെ പാർസികളുടെ ദൈവം, ഗോഡ എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാരുടെ ദൈവം, യഹോവ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ദൈവം. ഇതൊക്കെ നമ്മൾ വെറുതെ പറയാൻ. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയല്ലേ ഉള്ളൂ. ഇപ്പൊ മങ്കോടുകാർക്ക് വേറെ പ്രധാനമന്ത്രി ഉണ്ടോ? ഇല്ലല്ലോ. കൊല്ലത്തുകാർക്ക് വേറെ പ്രധാനമന്ത്രി ഉണ്ടോ? അതുപോലെ കേരളത്തിന് വേറെ പ്രധാനമന്ത്രി ഉണ്ടോ? തമിഴ്നാട്ടുകാർക്ക് വേറെ പ്രധാനമന്ത്രി എന്നതുപോലെ ഈശ്വരൻ, ദൈവം, ഭഗവാൻ, കർത്താവ്, അള്ളാഹു ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒന്നേയുള്ളൂ. അതിനാണ് പരബ്രഹ്മം. അതുപോലെ തന്നെ മഹാവിഷ്ണു, നാരായണൻ എന്നൊക്കെ നാരായണൻ എന്നൊക്കെ പറഞ്ഞാൽ ജലത്തിൽ ആസനസ്ഥനായവൻ, മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ വിശാലമായി നിൽക്കുന്നവെന്നൊക്കെയാണ്. എല്ലാ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയതെന്നാ. അള്ളാഹു അക്ബർ എന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഈ അക്ബർ എന്നുള്ള പദത്തിന്റെ സംസ്കൃതാർത്ഥമാണ് പരബ്രഹ്മം, അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന വാക്കിന്റെ അറബി അർത്ഥമാണ് അക്ബർ എന്നുള്ള. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയതെന്നാ. ഏറ്റവും വലിയതാരാ? പ്രധാനമന്ത്രിയെ വലുത്? സുപ്രീം കോടതി ജഡ്ജിയും നമ്മുടെ രാഷ്ട്രപതിയും നമ്മുടെ സൈന്യാധിപനും നമ്മുടെ ചീഫ് സെക്രട്ടറിയും നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ പള്ളി കമ്മിറ്റി പ്രസിഡന്റും അമ്പലം കമ്മിറ്റി പ്രസിഡന്റും ഒക്കെ വലിയവന്മാര്. സമ്പത്തും അധികാരവും ശാസ്ത്രവും സായുധവും ഒക്കെ ഉള്ളവരാ വലിയവന്മാര്. ആരും വലിയവരല്ല. എല്ലാവരെക്കാൾ വലിയൊരു ദൈവമാകുന്നു പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിനാ എല്ലാറ്റിലും ആ ദൈവം തമ്പുരാനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്കാർക്കും ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പോലും കാണാനോ അറിയാനുള്ള കഴിവ് പ്രധാനമന്ത്രിക്കുമില്ല, നമുക്കുമില്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയ അധികാരമുള്ള ആളാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ വൃക്കക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? നരേന്ദ്രമോദിയുടെ വൻകുടലിനും ചെറുകുടലിനും വല്ല കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിന്റെ കരളനെ വല്ലതും ബാധിച്ചിട്ടുണ്ടോ? ഇത് അദ്ദേഹത്തിനെ പോലെ നോക്കി കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് RSS BJP ഒക്കെ. ഓലി ഇരുന്നിട്ട് നോക്കിയാൽ കാണും. ഇത് വല്ലതും ഒരിക്കലും സാധ്യമല്ല. അടൽ ബിഹാരി വാജ്പേയി നീണ്ടകാല കോമ സ്റ്റേജിലാണ് കിടന്നത്. എന്ത് അറിയാൻ കഴിയാതിരുന്നത്? അധികാരമുണ്ട്, പാർട്ടിയുണ്ട്, ശാസ്ത്രമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ കിടക്കാൻ പാടില്ല. അദ്ദേഹത്തിന് മരവിപ്പുണ്ടാകാൻ പാടില്ല. അത് മുൻകൂട്ടി കാണാൻ ആർക്കും ഒരു കഴിവില്ല. ഞാൻ പറയുന്നത് മനുഷ്യൻ ദുർബലനാണ്. അവര് മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ കുട്ടികള്, നമ്മുടെ ഇണകള്, നമ്മുടെ അച്ഛനമ്മമാര്, നമ്മുടെ മാതാപിതാക്കള്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളിലേക്കും പരീക്ഷണങ്ങളിലേക്കും വലിയ കയറ്റങ്ങളിലേക്കും ഒക്കെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കൽ എന്താ? ഒരു സമാധാനം കിട്ടണം, നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവണം, ഒരു സുഖം ഉണ്ടാവണം. ഇതാണ് മനുഷ്യനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഈ ഒരു സുഖം, സമാധാനം എന്ന് പറയും യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളൊക്കെ വീടുകളിലേക്ക് നിങ്ങൾ പോകും. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ബി മുഹമ്മദ് സാഹിബ് സൂചിപ്പിച്ചു നിങ്ങളോട്. ഇപ്പൊ നമ്മുടെ മക്കള് ഒരു നമ്മുടെ കണ്ണിന്റെ കുളിർമ, നമ്മുടെ മനസ്സിന്റെ സന്തോഷം, നമ്മുടെ ഭാവി കാലത്തിന്റെ പ്രതീക്ഷ, നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും മോഹങ്ങളുടെയൊക്കെ അടിസ്ഥാനമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അത് BJP-കാരനും CPM-കാരനും ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ അങ്ങനെയാണ്. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മക്കളെ സംബന്ധിച്ച് ഭയങ്കര പേടി തുടങ്ങിയ കാലാണിത്. എന്താണ് ഇവരാവുക? എങ്ങനെയാണ് ഇവരാവുക? ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, നിൽക്കടാന്ന് പറഞ്ഞാൽ കിടക്കും, കിടക്കടാന്ന് പറഞ്ഞാൽ എണീച്ചിട്ട് ഓടും, അവിടെ പോകലടാന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അപ്പുറത്തേക്ക് ചാടും. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളെ സംബന്ധിച്ചും അച്ഛനമ്മമാർക്ക് സ്കൂളുകളിലൊക്കെ ഭയങ്കര കൗൺസിലിംഗ് ആണ്. നിരന്തരമായിട്ട് കുട്ടികളെയും കുട്ടികളുടെ രക്ഷിതാക്കളെയും, അതൊന്നും പഴയ കാലത്ത് കാണാൻ കഴിയാത്ത സാധന. ഇത്രയൊന്നും ജീവിത സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അത്രയൊന്നും മാനസിക പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും നമുക്കില്ലായിരുന്നു. പക്ഷെ ഇന്നെല്ലാ ഭൗതികമായ സൗകര്യങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പേടിയാണ്. മാതാപിതാക്കളോട് ഇഷ്ടമൊന്നുമില്ല കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികൾക്ക് സ്നേഹം ചൊരിയുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ വാത്സല്യത്തോടു കൂടി വാരിപ്പുണർ അവരോടൊപ്പം ചെലവഴിക്കാൻ പോലും പുതിയ കാലത്ത് അച്ഛനമ്മമാർക്കും വാപ്പമാർക്കും ഉമ്മമാർക്കും ഒന്നും സമയമില്ലാത്തൊരു കാലം. അതിന് മാത്രം വലിയ തിരക്കുകളിലും ഒന്ന് മൊബൈലുണ്ട്, സിനിമ ഉണ്ട്, വിനോദങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, ആർഭാടങ്ങളുണ്ട്. വളരെ അപകടകരമായ ഒരു വേറെ ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ആ തുറക്കപ്പെട്ട ലോകത്തിന്റെ പിന്നാലെ പോകുമ്പോൾ എന്താണ്? നമ്മുടെ കുട്ടികളെ ഒന്ന് കൂടെ ഇരുത്താൻ, അവരെ ഒന്ന് തലോടി കൊടുക്കാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ നെഞ്ചിലെ ചേർത്ത് വെച്ച് ഒരു നെറ്റിയിൽ അവരുടെ മുഖത്തൊരു ഉമ്മ കൊടുക്കാൻ, അവർക്കൊരു കുളിരും തലോടലും തണലും ഒക്കെ കൊടുക്കാൻ അച്ഛനമ്മമാർക്കൊന്നും കഴിയണില്ല. വീട്ടിൽ ചെന്നാലും കുട്ടി ഉണ്ടാവും ഒരു മൊബൈലില്, അച്ഛനും അമ്മ ഉണ്ടാവും വേറെ മൊബൈലില്, അപ്പുറത്തിരിക്കുന്നവനുണ്ടാവും വേറെ മൊബൈലില്. വിളിച്ചാൽ പോലും മറുപടി പറയാനോ കേൾക്കാനോ പറയാനൊന്നും അവർ സന്നദ്ധാവില്ല. ഈ ഒരു കോലത്തിൽ എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ
പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ 5ാം ക്ലാസ് മുതൽ എന്താണ് പറയാ ITI വലിയ IIT-യിലടക്കം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടക്കം രക്ഷിതാക്കൾക്ക് ഭയങ്കര പേടി തുടങ്ങുകയാണ്. ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികൾക്കോ ഇതെന്താ അച്ഛനാ, ഇതെന്താ അമ്മയാ, ഇതെന്ത് വാപ്പി, ഇതെന്ത് ഉമ്മയാണ്, എന്താ അത്ത അണ്ണയാണ് ഈ ഇരിക്കുന്നത്, അമ്മയാണ് ഈ ഇരിക്കുന്നത്, എന്താണ് ഇവരുടെ സ്വഭാവം, ഇവരെന്തെങ്കിലും എങ്ങനെ ആയത്, വീട്ടിൽ ഇവരെങ്ങനെയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി എന്താ, ഇവരുടെ മൂല്യങ്ങൾ എന്താ, ഇവരുടെ നന്മ എന്താ, മക്കൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന എന്താണ് ഈ അച്ഛനും അമ്മയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാപ്പയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കുന്ന സന്ദർഭത്തിൽ അത്ര അഭിമാനത്തോടു കൂടി അച്ഛനെയും അമ്മനെയും കാണാൻ അവർക്ക് പറ്റണില്ല. ഇണകൾ തമ്മിൽ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും മനോഹരമായിട്ട് നിലനിൽക്കേണ്ടതാണ്. ഇണ തുണ എന്നൊക്കെയാണ് നമ്മൾ കല്യാണം കഴിച്ച പെണ്ണിനെ അല്ലെങ്കിൽ ആണിനെ പരസ്പരം നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഇണയും തുണയുമായി നിൽക്കേണ്ട വീട് ഇപ്പൊ വിവാഹമോചനങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മൾക്ക് സ്കൂളും കോളേജും വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും പാർട്ടികളും സംഘടനകളും അമ്പലവും പള്ളിയും ആർഭാടവും ആരാധനയും ആഘോഷങ്ങളും ഒക്കെ പെരുകിയപ്പോ വിവാഹമോചനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തില്. ലോകത്തുടനീളം അങ്ങനെയാണ്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുക. കല്യാണങ്ങളൊന്നും നടത്താൻ പുതിയ തലമുറയിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥികൾക്കൊന്നും താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഒരടിച്ചു പൊളിച്ച് ജീവിക്കുക, സുഖിച്ച് ജീവിക്കുക, സ്വന്തം ഇണയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുക, വിശാലത കാണിക്കുക, ഗുണകാംക്ഷ കാണിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക, അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന മനോഹരമായ ഗുണങ്ങൾ. ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞത് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഉണ്ട് എന്ന് പറയാനാണ്. നമ്മൾ വേറെ പ്രശ്നങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോയിട്ട് അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര സുഖമാണ്, നാട്ടിലൊക്കെ ഭയങ്കര, നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് തന്നെയാണ് നാട്ടിന്റെയും പ്രശ്നം. ഒരച്ഛനും അമ്മയ്ക്കും കടന്നുറക്കാൻ സുമുഖമില്ലെങ്കിൽ, ഒരു മക്കൾക്ക് അച്ഛനെയും അമ്മനെയും വാപ്പാനെയും ഉമ്മാനെയും വിശ്വസിച്ച് മനോഹരമായിട്ട് കുടുംബത്തിൽ താമസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ പാർലമെന്റും പള്ളിയും നിയമസഭയൊക്കെ അപ്രസക്തമായിട്ട് മാറും. ഇത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇങ്ങനെയൊരു അവസ്ഥകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലായിടത്തും പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങൾ വന്നുകൊണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? നമ്മുടെ ഈ പറയുന്നപ്പോ അമ്പലമുണ്ട്, നമ്മുടെ തൊട്ടടുത്ത അമ്പലമാണ് ഈ നിൽക്കുന്നത്. അമ്പലം എന്ന് പറഞ്ഞാൽ അൻപിന്റെ ആലയം എന്ന, സ്നേഹത്തിന്റെ വീട് എന്നാണ് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. സ്നേഹത്തിന്റെ വീട്, അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ആലയം എന്ന് പറഞ്ഞാൽ വീട്, സ്നേഹത്തിന്റെ വീട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞാൽ എന്താ? അമ്പലം സ്നേഹത്തിന്റെ സ്ഥലമാവണം. വർഗീയത, സാമുദായികത, ജാതീയത, അതുപോലെ തന്നെ കക്ഷിത്വം, മത, പാർട്ടി, സംഘടന, പക്ഷപാതിത്വങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, ആ സ്നേഹത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടൊക്കെ കോപിക്കാനും കഴിവുള്ള സ്ഥലമായിട്ട് മാറണം. സ്നേഹത്തിന്റെ ഭവനം അമ്പലം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്നാണ് പറയാം. ക്ഷേത്രം ഇപ്പൊ നമ്മുടെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ സംബന്ധിച്ച് അക്ഷതം കൊണ്ടുപോയിട്ട് കൊടുത്തിരുന്നു. നമ്മുടെ ചിത്രക്ക് കൊടുത്തു, മോഹൻലാലിന് കൊടുത്തു, അതുപോലെ തന്നെ എല്ലാവരെയും കൊടുത്തിട്ട് നമ്മുടെ നരേന്ദ്രമോദി സംഘപരിവാർ നേതൃത്വങ്ങൾ വളരെ ആസൂത്രിതമായി അപകടകരമായ രീതിയിൽ ഒരു പ്രയോഗം നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്നു. ആ അക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവേൽക്കാത്തത് എന്നാണ് അർത്ഥം. ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാവുക, പരിക്കുണ്ടാവുക, ക്ഷയിക്കുക. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുമ്പോൾ ത്രാണം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ക്ഷയിക്കുമ്പോൾ ത്രാണം ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന കേന്ദ്രത്തിനാണ് ക്ഷേത്രം എന്ന് പറയുക. ക്ഷേത്രം എന്ന് അതിനാണ് പറയുന്നത്. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും, സദാചാര പ്രശ്നങ്ങളുണ്ടാവും, വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ടാവും, കാർഷിക പ്രശ്നങ്ങളുണ്ടാവും, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാ അർത്ഥത്തിലും വ്യക്തിയും സമൂഹവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന സ്ഥലം എന്നാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള വാക്കിന്റെ അർത്ഥം. നമ്മൾ ഓം ശാന്തി എന്ന് പറയലുണ്ടല്ലോ. ഓം ശാന്തി അമ്പലത്തിലൊക്കെ എഴുതി വെക്കും, ചിലപ്പോൾ ഓം ശാന്തി എന്ന് എഴുതി വെക്കും. ശരിക്കും അറബിയിൽ അസ്സലാം വലൈക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ പ്രഭാഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു അസ്സലാം വലൈക്കും. അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാവർക്കും എല്ലാവരോടും പറയാം, ഒരു വിരോധമില്ല. അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, ഇതാണ് ആ വാക്ക് പറയുന്നത്. അതിന്റെ സംസ്കൃതപരമായ പ്രയോഗമാണ് ഓം ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നലെയും ശാന്തി ഉണ്ടാവട്ടെ, ഇന്നും ശാന്തി ഉണ്ടാവട്ടെ, നാളെയും ശാന്തി ഉണ്ടാവട്ടെ. ഇന്നലങ്ങളില്ല, ഇന്നുങ്ങളുണ്ട്, നാളങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് 3 കാലത്തും, ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇതാണ് ഓം ശാന്തി 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 എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഈ ഓം എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊരു വ്യക്തിയുടെ, ഒരു പാർട്ടിയുടെ ശാന്തി, ഒരു സംഘടനയുടെ ശാന്തി, ഒരു മതത്തിന്റെ ശാന്തി, ഒരു സമുദായത്തിന്റെ ശാന്തി, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ശാന്തി, ഒരു പ്രദേശത്തിന്റെ ശാന്തി എന്നൊന്നുമല്ല. ഒന്ന് പറഞ്ഞ ദൈവമാണ്. ദൈവത്തിന്റെ ശാന്തി ഉണ്ടാവട്ടെ എന്നാ. കാരണം ദൈവം നമ്പുരാനാണ്, ഈശ്വരനാണ്, ഭഗവാനാണ്, കർത്താവാണ്, അള്ളാഹുവാണ് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ വ്യവസ്ഥാപിതമായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ സമാധാനം നിങ്ങൾ, അതിന്റെ അറബി പ്രയോഗമാണ് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒന്നാ. പക്ഷെ പച്ചക്കണ്ണടയും വെള്ളക്കണ്ണടയും എന്താണ് കാവിക്കണ്ണടയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. ഗീതയും ഖുർആനും ബൈബിളും മോശയും രാമനും ബുദ്ധനും അബ്രഹാമും എല്ലാവരും
വേറെ വേറെ ആളുകളുടേതായി പഠിപ്പിക്കപ്പെടുന്ന, പരിശീലിപ്പിക്കപ്പെടുന്ന, സ്വകാര്യമായി ഓഹരി വെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്തിനു വന്നു? ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഇന്ന് മതങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളുണ്ട്. ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അവരുടെ മതപരമായ കുറെ ആഘോഷങ്ങള്, അനുഷ്ഠാനങ്ങള്, ആചാരങ്ങള് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണത്. ഇതിന്റെയൊക്കെ ആളുകൾ ആരാ? ഈ മതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഈ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്തത്, അതിനെ നമ്മുടെ മുമ്പിൽ പ്രയോഗിച്ചത്, അതിന്റെ പ്രകടനാത്മകമായ മാതൃകകൾ സമർപ്പിച്ചത് ആരാ? മുഹമ്മദ് നബി ഉണ്ട്, ജീസസ് ഉണ്ട്, മോശ പ്രവാചകനുണ്ട്, അബ്രഹാം ഉണ്ട്, ദാവീദ് ഉണ്ട്, ശലോമാൻ ഉണ്ട്, അതുപോലെ തന്നെ സുരേശ്വരുണ്ട്, അതുപോലെ തന്നെ സോക്രട്ടീസ് ഉണ്ട്, രാമനുണ്ട്, കൃഷ്ണനുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, വ്യാസനും വാൽമീകിയും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കും. ഇവരൊക്കെ ആകെ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും വന്നിട്ട് ആഘോഷം, ആരാധനയും അനുഷ്ഠാനവും നടത്തിയിട്ട് പോകാനാണോ ഇവരൊക്കെ വന്നിട്ടുള്ളത്? അവരതായിരുന്നു ചെയ്തിട്ടുള്ള പണി. അത് വേണ്ടെന്നൊന്നുമല്ല നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഇന്ന് മതം എന്ന് പറഞ്ഞാൽ എന്താ? അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒക്കെ കുറെ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിലനിർത്തുക, അതാകുന്ന മതം. അതിനാകും. നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് ആലോചിക്കും. മുഹമ്മദ് നബി അതിന് വന്നതാ. എന്റെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുഹമ്മദ് നബി ആകെ വന്നിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന പണി മാത്രം എടുത്തിട്ടുള്ളത്. അതിന്റെ മുമ്പ് വന്ന ആളാണ് ജീസസ് ക്രൈസ്റ്റ്. അദ്ദേഹത്തിനാ വന്ന് 500 വർഷം, മുഹമ്മദ് നബിയുടെ 500 വർഷം മുമ്പാണ് ജീസസ് എന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റ് വന്നത്. അദ്ദേഹം വന്നത് എന്താ? ചർച്ചിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ. അവിടെ ഉമ്മോദീസ വെക്കുക, അതുപോലെ തന്നെ അവിടെ കുംഭസാരം നടത്തുക, അവിടെ പാപമോചനത്തിന്റെ സംഗതികളെ, പ്രാർത്ഥനകൾ നിർവഹിച്ച് അവരെ രക്ഷിക്കുക. ഈ പണിയായിരുന്നു അവർ നടത്തിയത്. അങ്ങനെയൊക്കെ നടത്തുകയാണെങ്കിൽ അവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. അദ്ദേഹത്തിന് 500 വർഷം മുമ്പ് മോശ പ്രവാചകന് വരുന്നത്. മോശ പ്രവാചകന്റെ കാലത്ത് ഇന്ത്യയിൽ ബുദ്ധനും ജൈനനും ഉണ്ടായിരുന്നത്. ആ ബുദ്ധനും ജൈനനും എന്ത് പണിയാണ് എടുത്ത്? ആശ്രമത്തിലിരുന്ന്, അരമനയിലിരുന്ന്, അല്ലെങ്കിൽ അഗ്രഹാരങ്ങളിലിരുന്ന്, ഗാന്ധാഹുകളിലിരുന്ന് ആരാധന. അങ്ങനെ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന പണിയാണ് അവരൊക്കെ എടുത്തിട്ടുള്ളത്. അല്ലല്ലോ. നിങ്ങൾ അവരെ ശരിക്കും എടുത്ത് പരിശോധിച്ച് നോക്ക്. ഏറ്റവും വലിയ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളാണ് ഇവർ മുഴുവൻ. ആരായിരുന്നു അവരെ എതിർത്തത്? ഈ മഹാപ്രവാചകന്മാരെ. മുഹമ്മദ് നബിയെ നാട് കടത്താൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ തന്നെ അച്ഛന്റെ വാപ്പായുടെ സഹോദരന്റെ അബൂലഹബ്. ആ അബൂലഹബ് സ്വന്തം സഹോദരന്റെ മകനായ മുഹമ്മദിനെതിരായിരുന്നു. അല്ലാതെ വേറെ ജാതിക്കാരോ വേറെ മതക്കാരോ വേറെ ദേശക്കാരോ ഒന്നും വന്നിട്ടൊന്നും അല്ല പ്രവാചകന്മാരെ എതിർക്കുന്നത്. കാരണം ഇത് പറയുന്നത് മതപരമായി, വർഗീയമായി, സാമുദായികമായി, ദേശീയമായി, വംശീയമായി ഒക്കെ എതിരാളികളെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണിത്. നിങ്ങൾ ഇവരൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് പഠനത്തിന് വിധേയമാക്കുക. മുഹമ്മദ് നബി എതിർത്തത് ആരാ? മുഹമ്മദ് നബി എതിർത്തത് അദ്ദേഹത്തിന്റെ തന്നെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ തന്നെ കുടുംബക്കാരും അദ്ദേഹത്തിന്റെ ആളുകളാണ്. എന്തായിരുന്നു എതിർക്കാനുണ്ടായ കാരണം? നിങ്ങൾ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, മസ്ജിദിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം, അവിടെ ഖുർആൻ പാരായണം നടത്തുക, അവിടെ തസ്ബീഹും തഹ്ലീലും ഒക്കെ ചെല്ലുക. അങ്ങനെയൊക്കെ ചെല്ലുകയാണെങ്കിൽ ആരാ എതിർക്കുക? പക്ഷെ അവര് പറഞ്ഞു അബൂലഹലെ അന്നത്തെ അവിടുത്തെ അക്രമകാരികളായ ആളുകളാണ് ഇവര്. അവരോട് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും, നമ്മൾ അതിനെ എതിർക്കും. ഇത് പറയുമ്പോഴാണ് ഇവരെ ഇറങ്ങി വരുന്നത്. അല്ലാതെ അമ്പലത്തിലോ പള്ളിയിലോ ഗുഹയിലോ ഇരുന്നിട്ട് ധ്യാനം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനയും ആഘോഷവും നടത്തുന്നത് കൊണ്ടൊന്നുമല്ല ഇവർക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ മുമ്പ് ജീസസിനെ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഏറ്റവും സ്നേഹത്തിന്റെ പ്രവാചകനാണ് ജീസസ്. അദ്ദേഹം യഹൂദ സമുദായത്തിലാണ് വന്നിട്ടുള്ളത്. ആ യഹൂദന്മാർ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വ്യഭിചാര സന്തതിയാണ്. ആ അച്ഛനില്ലാതെ, വാപ്പയില്ലാതെ, ദാടിയില്ലാതെ പറഞ്ഞ മകനാണ്. അച്ഛനില്ല. അതൊരു അത്ഭുതകരമായ പ്രവർത്തനമാണ്. ബൈബിളിലും ഖുർആനിലും തോറയിലും ഓൾഡ് ടെസ്റ്റിലും ന്യൂ ടെസ്റ്റിലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പറഞ്ഞു ഇയാൾ കള്ളപ്രവാചകനാണ്, കപടനാണ്, കള്ളന്മാരുടെ രാജാവാണ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. അദ്ദേഹത്തിനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്തിനാ ഈ ജീസസിനെ അവരെ കൊല്ലാൻ തീരുമാനിക്കേണ്ട കാര്യം? ജീസസിന് കുരിശി വിധിക്കാനുള്ള കാരണം എന്താ? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് കുരിശിലേറ്റപ്പെട്ടു, മുസ്ലിങ്ങൾക്ക് ആ വിശ്വാസമല്ല. പക്ഷെ എന്നാലും കുരിശി വിധിച്ചിരുന്നു. ആരാണ് കുരിശി വിധിക്കാൻ? വേറെ മതക്കാരാ? വേറെ ഏതെങ്കിലും ദേശക്കാര് വന്നിട്ടാ? അദ്ദേഹത്തിന്റെ സ്വന്തം അവിടുത്തെ ഹെരോദോ ഹിണ്ടിപ്പാസ്, അതുപോലെ തന്നെ കയ്യാസോസ് എന്നൊക്കെ പറയുന്ന മത നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, പിന്നെ അന്നത്തെ ഗവർണർ ഉണ്ട്, അവിടുത്തെ റോമന്റെ ഗവർണർ പിലാത്തോസ്. ഈ 3 കക്ഷികൾ കൂടിയിട്ടാണ് മഹാപ്രവാചകൻ ജീസസിനെ കൊണ്ടുപോയിട്ട് കൊന്നുകളയാൻ തീരുമാനിക്കുന്നത്, അനുവാദമൊക്കെ കൊടുക്കുന്നത്. എന്തിനാണ് ജീസസിനെ അവർ കൊല്ലാൻ തീരുമാനിച്ചത്? അതിനുള്ള മോശ പ്രവാചകനുണ്ട്. അന്നത്തെ ഫറോവ, ഈജിപ്തിൽ നമ്മുടെ പിരമിഡൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ആ സ്ഫിങ്സ് എന്ന് പറയുന്ന പ്രതിമയൊക്കെ ഉണ്ടാക്കിയ ഫറോവ, അത്ഭുതകരമായി ഇന്ന് ലോകാത്ഭുതമായിട്ട് നിൽക്കുന്ന ആ പിരമിഡൊക്കെ ഉണ്ടാക്കിയ ഫറോവ, അദ്ദേഹത്തിന്റെ കാലത്താണ് മോശ പ്രവാചകൻ അവിടേക്ക് വരുന്നത്. ആ മോശ പ്രവാചകനെ കൊല്ലാൻ ഇയാൾ കൽപ്പന കൊടുത്തു. ഇവനെ കൊന്നു കളയണം, ഇവനെ ജീവിക്കാൻ വിടാൻ പറ്റില്ല, ഇവൻ ഈ നാടിന്റെ നിലപാടും അവസ്ഥകളൊക്കെ മാറ്റിപ്പണയും. എന്തിനാണ് മോശ പ്രവാചകൻ അവർ കൊല്ലാൻ തീരുമാനിച്ചത്? നിങ്ങൾ കൃഷ്ണനെ കുറിച്ച് പഠിച്ചു നോക്ക്. കൃഷ്ണനെ കൊല്ലാൻ കംസൻ വിധി കൊണ്ടുവന്നിരുന്നു. ശ്രീകൃഷ്ണനെ ജനിക്കണ എന്നെ ജയിലിൽ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണൻ ടെററിസ്റ്റ് ആണെന്നാണ് പ്രഖ്യാപിച്ചത്. ആരാ പ്രഖ്യാപിച്ചത്? ഭീകര. ഇപ്പൊ നമ്മൾ കേൾക്കണത് പറയാകാണല്ലോ, ഭീകരന്മാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പത്രങ്ങളിലും പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ പാർട്ടികളും സ്വന്തം എതിരാളികളൊക്കെ ഭീകരന്മാരായിട്ട് അവതരിപ്പിക്കലുണ്ട്. അന്നത്തെ
ബാങ്ക് വിളിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശേഷം സംസാരം തുടരാം എന്നിരിക്കുന്നു. ഓക്കെ, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നേരത്തെ ഈ അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. പറയുന്നത് അറബിയിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ സന്ദർഭത്തിലും എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരാശംസ പ്രാർത്ഥന വാചകമാണ് യഥാർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്നുള്ളത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓം ശാന്തി എന്നുള്ള വാക്കിന്റെ അറബി പ്രയോഗമാണ് യഥാർത്ഥത്തിൽ അസ്സലാമു അലൈക്കും എന്നുള്ളത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, ദൈവത്തിന്റെ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പാർട്ടികളുടെ, സംഘടനകളുടെ, മതത്തിന്റെ, ദേശം, വംശം, സമുദായം, ജാതി, കുടുംബം അവരുടെയൊന്നും സമാധാനത്തെക്കുറിച്ചല്ല. കാരണം അങ്ങനെ അവർക്കാർക്കും സമാധാനം തരാൻ കഴിയില്ല. അടിസ്ഥാനപരമായിട്ട് ദൈവം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സമാധാനവും സുസ്ഥിതിയും സുരക്ഷിതത്വമൊക്കെ നിലനിർത്തേണ്ടത്. അത് തകർക്കുന്ന ആളുകൾ ആരാണോ, സ്നേഹം, സമാധാനം, ശാന്തി ഇതൊക്കെ തകർക്കുന്നത് ആരാണോ അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മഹാപ്രവാചകന്മാരും അവതാര പുരുഷന്മാരും മിശിഹാമാരും മുനിമാരും അമ്പിയാക്കളും ഔലിയാക്കന്മാരും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ശ്രീകൃഷ്ണൻ ഭീകരവാദി. ശ്രീകൃഷ്ണനെ പ്രസവിച്ച തന്നെ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ അമ്മാവനാണ് കംസൻ. കംസൻ അന്ന് വിധി പറഞ്ഞു. എന്തിനാണ് കംസൻ ശ്രീകൃഷ്ണൻ ഭീകരനെന്ന് പറയുന്ന കാര്യം? ജനിക്കണേന്റെ മുമ്പ് തന്നെ ജനിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം വലുതായി ഭയങ്കര സംഭവമായിട്ട് മാറി, എന്നിട്ട് എന്തൊക്കെയോ നാട്ടിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ജനിക്കുന്നതിന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, കംസനൊരു സ്വപ്നം കണ്ടു. എന്താണ് പ്രശ്നം? ഈ എന്റെ പെങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പുത്രൻ എന്റെ അധികാരത്തെ, രാഷ്ട്രീയമായിട്ട പ്രശ്നം, അതൊന്നുമല്ല. ഈ കംസൻ എന്ന് പറയുന്ന വൃത്തികെട്ട ഭരണാധികാരി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, പ്രതികരിക്കുന്ന, പ്രതിരോധിക്കുന്ന, പ്രകടനം നടത്തുന്ന, പ്രയോഗങ്ങൾ നിർവഹിക്കുന്ന അത്യുജ്വലമായൊരു വിപ്ലവകാരിയാണ് എന്റെ പെങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഈ ചങ്ങാതി സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ട ഉടനെ തന്നെ അദ്ദേഹം ഇന്റലിജൻസിനും പട്ടാളത്തിനും സൈന്യത്തിനും പോലീസിനും ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തു, പെങ്ങളെ അറസ്റ്റ് ചെയ്യാൻ, തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്വന്തം ഭാര്യയെയും സ്വന്തം അളിയനെയും എന്ന് പറഞ്ഞ ഭാര്യയുടെ ഭർത്താവിനെ അളിയനെയും കൊണ്ടുപോയിട്ട് ജയിലിൽ അടച്ചു, ഭീകരന്മാരാന്ന് പറഞ്ഞിട്ട്. ശ്രീകൃഷ്ണന്റെ മുകളിലുള്ള 7 കുട്ടികളെ കൃഷ്ണൻ ഈ കംസൻ കൊന്നിട്ടുണ്ട്, ഭീകരന്മാരാന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദിയാണോ, ഗോഡ്സെയാണോ, ഹിറ്റ്ലറാണോ, മുസോളിനിയാണോ, രാവണനാണോ, ദുശാസനനാണോ, ദുര്യോധനനാണോ എന്ന് ജനിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ കുട്ടികൾ ആരാണെന്നുള്ളത്. അതുകൊണ്ട് കംസൻ ഹോൾസെയിൽ തീരുമാനിച്ചു, എന്ത്, ഈ എന്റെ പെങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ കുട്ടിയും കൃഷ്ണങ്ങളാണ്. അതുകൊണ്ട് ഒരു കുട്ടി ഏതാ കൃഷ്ണനാവെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കുട്ടികളെ കൊല്ലുക. ഏറ്റവും ഭീകരമായി ചിലരുടെ തലയറുത്തു, ചിലവരെ പാറയിലടിച്ചു, ചിലവരെ വലിച്ച് ആകാശത്തേക്ക് എറിഞ്ഞിട്ട് കൊന്നു. 8ാമത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു. അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്ത് ആകാശത്തേക്ക് എറിയാൻ ശ്രമിച്ച കുട്ടി മുകളിലേക്ക് പാറി കയ്യിൽ നിന്ന് വഴുതിപ്പോയിന്ന ആ കുട്ടി മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് പുരാണത്തിലും ഇതിഹാസത്തിലും ഒക്കെ പറയുന്നത്. കംസ, നിന്റെ അവസാനാകാൻ പോവാണ്, നീ ഇനി നിലനിൽക്കൂല. നമുക്കിത് അതുകൊണ്ട് നമുക്ക് സുപ്രതീക്ഷ, സത്യം ജയിക്കുള്ളൂ. ഇനിയിപ്പോ ആര് പറഞ്ഞാലും, ഇനി CPM പറയാണ് CPM ആണ് സത്യം, കോൺഗ്രസ് പറയാണ് കോൺഗ്രസ് ആണ് സത്യം, ജമാഅത്ത് പറയാണ് ജമാഅത്താണ് സത്യം, ഹിന്ദു പറയാണ് ഹിന്ദുവിനാണ് സത്യം, നായർ പറയണ നായരുടേതാണ് സത്യം, അമേരിക്ക പറയണ അമേരിക്കയുടേതാണ് സത്യം. അങ്ങനെ എല്ലാവരും പറയുന്നത് സത്യമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കള്ളത്തരം പറഞ്ഞിട്ട് സത്യമാണ് എന്ന് പറഞ്ഞ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമേവ ജയതേ, സത്യം ജയിക്കുള്ളൂ. അതുകൊണ്ട് മിസ്റ്റർ കംസൻ, എന്റെ കഥ തീരും, നീ നശിപ്പിക്കപ്പെടും. അപ്പൊ അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ എതിരാളി സ്വന്തം അമ്മാവനായിരുന്നു. അല്ല മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ രാഷ്ട്രീയക്കാരോ പാകിസ്ഥാനിയോ അഫ്ഗാനികളോ അറബികളോ മുസ്ലിം വേറെ ജാതിക്കാരൊന്നും അല്ല. ശ്രീകൃഷ്ണനെ കൈകാര്യം തീരുമാനിച്ച സ്വന്തം അമ്മാവനായ കംസനാണ്. എന്താ അതിന്റെ ഞാൻ ഇത് പറയാൻ ഇത് ഞാൻ പറയുന്നത് പുതിയ കാലത്ത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം മുസ്ലിം ഉമ്മത്തിനെ ആരാണ് നിങ്ങളുടെ ശത്രു? മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ശത്രു. നമ്മുടെ RSS ഒക്കെ എഴുതി വെച്ചിരിക്കണം അങ്ങനെയാ. സംഘപരിവാരത്തിന്റെ പുസ്തകങ്ങളിലൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ എന്നാണ് എഴുതി വെച്ചത്. അതിന്റെ മാനദണ്ഡം എന്താ? ഇങ്ങനെയൊന്നും വേദഗ്രന്ഥങ്ങളിൽ ശത്രുവിനെയും മിത്രത്തിനെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. മറിച്ച് ശത്രു മിത്രം എന്ന് പറയുന്നത് നിലപാട് നോക്കിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗാന്ധിയാണോ ഗോഡ്സെയാണോ? ഗോഡ്സെ തെറ്റാണ്, ഗാന്ധിയാണ് ശരി. ഇനി ഗോഡ്സെ എല്ലാ നിലക്കും വളർന്നിട്ട് കംസൻ തന്നെ പറയണം ഞാനാണ് ശരി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കൃഷ്ണൻ കംസനെതിരായിരുന്നു, സ്വന്തം അമ്മാവനെതിരായിരുന്നു. അവസാനം കൃഷ്ണൻ കംസനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, കൊന്നു, നശിപ്പിച്ചു. അവിടുത്തെ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ ഏറ്റവും വൃത്തികെട്ട പ്രതീകമായിരുന്ന സ്വേച്ഛാധിപത്യ, സമഗ്രാധിപത്യ, ഫാസിസ്റ്റ്, നാസിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തമ്മാടിയായിരുന്നു മിസ്റ്റർ കംസൻ. ആ കംസനെതിരെ സമരം നടത്തിയിട്ടാണ് ശ്രീകൃഷ്ണൻ വരുന്നത്. അല്ലാതെ അമ്പലത്തിലോ പള്ളിയിലോ ചർച്ചിലോ ഇരുന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദുആയും പ്രാർത്ഥനയും സമ്മേളനം നടത്തി എന്നാ പിന്നെ കംസൻ കൊല്ലാൻ പറയുന്നില്ല. ആ അമ്പലത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു അതിനെന്താ പ്രശ്നം? പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു അതിനെന്താ പ്രശ്നം? കംസനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് കംസന് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് കംസൻ പറഞ്ഞത് ശ്രീകൃഷ്ണൻ തീവ്രവാദിയാണെന്ന്.
അതല്ലാതെ പള്ളിയിലും അമ്പലം ഞാൻ നിങ്ങളും പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും പ്രാർത്ഥിച്ചിരുന്നിട്ട് ഇവിടുത്തെ ആളുകൾക്ക് എന്താ പ്രശ്നം? പലിശ കച്ചവടക്കാരന്റെ പ്രശ്നമല്ല, പെൺവാണിപ്പക്കാരന്റെ പ്രശ്നമല്ല, മയക്കുമരുന്നുകാരന്റെ പ്രശ്നമല്ല, കള്ളക്കച്ചവടക്കാരന്റെ പ്രശ്നമല്ല, കൈക്കൂലിക്കാരന്റെ പ്രശ്നമല്ല, കരിഞ്ചന്തക്കാരന്റെ പ്രശ്നമല്ല. ഈ ആഗോളവൽക്കരണം IMF, ADB, ഗാട്ടും WTO ഒന്നും നടത്തുന്നവരെ പ്രശ്നമില്ല. നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒക്കെ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ ആരാധനകളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തിന്മ, ലോകത്ത് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു തിന്മ, വിശ്വാസ കാര്യങ്ങളിലെ അന്ധവിശ്വാസങ്ങൾ മുതൽ നമ്മുടെ രാജ്യത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക തിന്മകൾക്കെതിരെ അടക്കം നമ്മൾ അമ്പലം പള്ളിയും ചർച്ച കണ്ടിട്ട് ആർക്കെങ്കിലും പേടിയാവുന്നുണ്ടോ? ആർക്കൊരു പ്രശ്നമില്ലല്ലോ. അതേസമയം കംസന് പേടിയായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന്റെ മുമ്പല്ലേ. എന്താ അതിന്റെ കാരണം? കൃഷ്ണൻ വന്നിട്ട് അമ്പലത്തിലിരിക്കും, പള്ളിയിലിരിക്കും, ചർച്ചിലിരിക്കും, എന്നിട്ട് പ്രാർത്ഥന, അനുഷ്ഠാന, ആചാരങ്ങൾ നടപ്പിലാക്കും. അതുകൊണ്ടല്ല കംസൻ പേടിച്ചത്. മറിച്ച് കംസൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുണ്ട്. ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന, സാമൂഹിക ഘടന, മതഘടന, രാഷ്ട്രീയ ഘടന, വിദ്യാഭ്യാസ ഘടന, നിയമം, കോടതി, പോലീസ്, ഇതിനെയൊക്കെ കംസൻ സ്വന്തം അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കംസനെതിരെയാണ് ശ്രീകൃഷ്ണൻ വരുന്നത്. അത് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒരു പുനർവായന നടത്തിയിട്ട് ഞാനും നിങ്ങളും പഠിക്കണം. പിന്നെ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നത് പോലെ. മഹാഭാരത യുദ്ധം, മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം ഉണ്ടാകുന്നതും ഭഗവത്ഗീത എന്ന് പറയുന്ന ദർശനം അല്ലെങ്കിൽ വേദം അവതരിപ്പിക്കപ്പെടുന്നതും ഒക്കെ കുരുക്ഷേത്ര യുദ്ധത്തിലാണ്. ആ ഒരു യുദ്ധം നടക്കുന്ന രംഗത്തിലാണ് ശരിക്ക് ഗീത അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ. എന്തായിരുന്നു അതിന്റെ കാരണം? ആര് തമ്മിലാണ് കുരുക്ഷേത്ര യുദ്ധം നടന്ന? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന, മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ CPM കോൺഗ്രസും തമ്മിലുള്ള സംഘർഷം. കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. പാണ്ഡവരും കൗരവന്മാരും തമ്മിൽ, രണ്ട് ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളാ. പക്ഷെ ഒന്ന് അധർമ്മത്തിന്റെ കക്ഷിയാണ്, ഒന്ന് ധർമ്മത്തിന്റെ കക്ഷിയാണ്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന് ശരിയുടെ പക്ഷത്തും ഒന്ന് തെറ്റിന്റെ പക്ഷത്തുമായിരുന്നു. ശരിയുടെ പക്ഷത്തല്ല കൂടുതൽ ആളുണ്ടായിരുന്നത്, അത് ന്യൂനപക്ഷമായിരുന്നു. തെറ്റിന്റെ പക്ഷത്താണ് കൂടുതൽ. എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഫറോവയ്ക്കും ഹിറ്റ്ലർക്കും മുസോളിനിക്കും അതുപോലെ തന്നെ ഗോഡ്സേക്കൊക്കെയാണ് ചരിത്രത്തിൽ ആളെ കിട്ടിയിട്ടുള്ളത്. അവരാണ് വിജയിക്കുമെന്ന് നമുക്ക് തോന്നാറുള്ളത്. പക്ഷെ അവർ വിജയിക്കില്ല. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകൾ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധം നടത്താൻ പോകുന്ന സമയത്ത് അർജുനൻ തേരാളി ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ അമ്പലത്തിൽ ഇരിക്കുക. എന്നാ പിന്നെ യുദ്ധം ചെയ്യാൻ പോണ്ട കാര്യം എന്താ? ശ്രീകൃഷ്ണനും ഉണ്ടാവും, അവിടെ ഇരുന്നാ പോരെ. ശ്രീകൃഷ്ണന് സമാധാനമാണ്, ശാന്തിയാണ്. സമാധാനവും ശാന്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ യുദ്ധത്തിന് പോണ്ട കാര്യം? നമ്മളൊക്കെ അങ്ങനെയുള്ള പറയില്ലേ, മതം സമാധാനമാണ്, മതം ശാന്തിയാണ്, മതം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഉറപ്പ് അതങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് പ്രവാചകന്മാർ വേദങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ സ്നേഹം തകർക്കുന്നതാരാ? ശാന്തി തകർക്കുന്നതാരാ? രണ്ട് ശക്തികളാണ് ഇത് ചെയ്യുക. ഒന്ന് രാഷ്ട്രീയക്കാർ, രണ്ടാമത്തത് മതനേതൃത്വങ്ങൾ, മൂന്നാമത്തത് ഉദ്യോഗസ്ഥന്മാർ. മനുഷ്യരെ ഭരിക്കുന്നത് ഈ മൂന്ന് കക്ഷികളാണ്. ഈ മൂന്ന് വിഭാഗവും അസമത്വവും അസത്യവും അന്യായവും അധർമ്മവും അക്രമങ്ങളും അനാശാസ്യതകളും ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഋഷിമാരും മുനിമാരും അമ്പിയാക്കളും ഔലിയാക്കളും വിശേഷമാരും ഒക്കെ ചരിത്രത്തിൽ കടന്നു വന്നിട്ടുള്ളത്. അല്ലാതെ ആരാധന, അനുഷ്ഠാനം, ആഘോഷം പഠിപ്പിക്കാനല്ല. അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അത് ചെയ്യേണ്ടത് തന്നെ. ആരാധന, അനുഷ്ഠാന, ആഘോഷങ്ങളൊക്കെ ഉണ്ട്. മതങ്ങളുടെ ചരിത്രത്തിലൊക്കെ അതുണ്ട്. പക്ഷെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാതെ അതൊക്കെ നിർവഹിച്ചിട്ട് എന്ത് കാര്യം കിട്ടാൻ പോണത്? കാശ് പോകുന്നല്ലാതെ, നമ്മുടെ സമയം പോകുമെന്നല്ലാതെ. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒക്കെ വന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലുമില്ല സമാധാനം, നാട്ടിലുമില്ല സമാധാനം. അന്താരാഷ്ട്ര തലത്തിൽ എവിടെയും സമാധാനം കാണില്ല. ഞാൻ പറഞ്ഞത് ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ തേരാളിയായിട്ട് നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ കാണാൻ പറ്റും. അങ്ങനെ ആ യുദ്ധം തുടങ്ങിയ സമയത്ത് അർജുനന് നോക്കുമ്പോൾ മൂത്താപ്പ, ഉപ്പാന്റെ ജ്യേഷ്ഠൻ, അതാണല്ലോ കൗരവര്, ധൃതരാഷ്ട്രം എന്ന് പറയുന്നത്, അദ്ദേഹം അന്ധനായിരുന്നു. എല്ലാവരും നമ്മുടെ ഭരണകൂടങ്ങളെ പോലെ അന്ധന്മാരാണ് ഇന്നത്തെ ഭരണകൂടങ്ങൾ. ഗസയില് അക്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കർഷകന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വീടുകളെ ബുൾഡോസർ വെച്ച് തകർക്കപ്പെടുന്നുണ്ട്. കണ്ണ് കവിട്ടിയ ധൃതരാഷ്ട്രന്മാർ അധികാരത്തിലിരിക്കുകയാണ്. കണ്ണ് തുറക്കണല്ല. ഈ പാണ്ഡവന്മാർക്കെതിരെ നടക്കുന്ന ഒരു തിന്മക്കെതിരെയും കണ്ണ് തുറക്കാത്ത ധൃതരാഷ്ട്രര് കണ്ണടച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഭീഷ്മര്, കാരണം അധികാരമുള്ളത് ധൃതരാഷ്ട്രക്കായതുകൊണ്ട് ഭീഷ്മർ അവിടെ തന്നെ, ഗുരുവര്യനായ ദ്രോണാചാര്യം അവിടെ തന്നെ. അദ്ദേഹത്തിന്റെ ദുഷ്ടസന്തതികൾ ദുര്യോധനനും ദുശാസനനും ഒക്കെ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈ ധൃതരാഷ്ട്രരും സമൂഹവും ഭയങ്കര ഭൂരിപക്ഷം. കംസ ശ്രീകൃഷ്ണന്റെ പക്ഷത്തും അർജുനന്റെ പക്ഷത്തും കുറച്ചാൾ. പക്ഷെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇതിന്റെ മുത്തച്ഛനാണ്, അച്ഛന്റെ സഹോദരനാണ്, മറ്റത് എന്റെ ഗുരുവാണ്, മറ്റത് ഭീഷ്മ പിതാമഹനാണ്, മറ്റത് എന്റെ ജ്യേഷ്ഠ സഹോദരൻ കർണനാണ്. ഇവരോടൊക്കെ ഞാൻ യുദ്ധം ചെയ്തിട്ട് എന്താ എനിക്ക് നേടാൻ പോണത്? എനിക്കെന്താണ് കരസ്ഥമാക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഞാനില്ല എന്നും പറഞ്ഞിട്ട് അമ്പും വില്ലും ഒക്കെ രഥത്തിൽ തന്നെ വെച്ചിട്ട് ഇരിക്കുകയാണ് ശ്രീകൃഷ്ണൻ. ആ സന്ദർഭത്തിലാണ് ഭഗവത്ഗീത ഉണ്ടാകുന്നത്. അധർമ്മത്തിന് എതിർക്കണം, തെറ്റുകളെ എതിർക്കണം, അന്യായങ്ങളെ എതിർക്കണം. ജാതി മതം വർഗം സമുദായത്തിനൊന്നല്ല എതിർക്കേണ്ടത്. ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും തിന്മയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്. തസ്മാ എന്താ ഹതോവേ പ്രാപ്സിസി സ്വർഗം. യുദ്ധത്തിൽ നീ പോരാടി മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും, നിനക്ക് സ്വർഗം കിട്ടും. എല്ലാ വേദഗ്രന്ഥങ്ങളിലും അത് പറയുന്നുണ്ട്.
നല്ല നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, വർഗീയതയും സാമുദായികതയും ജാതീയതയും മതവും പാർട്ടിയും ഒന്നും പറഞ്ഞ് തല്ലുന്നതിനെ കുറിച്ചൊന്നല്ലേ പറയുന്നത്. ന്യായത്തിന് വേണ്ടി, ശരിക്ക് വേണ്ടി, സത്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോരാടി മരിച്ചാൽ ഹത്തോവേ പ്രാപ്സി സ്വർഗം, നിനക്ക് സ്വർഗം കിട്ടും. ജിതാവേ ബോക്ഷസെ മഹേം. നീ അതല്ല, നീ വിജയിക്കുകയാണെങ്കിൽ ഈ ദുര്യോധനൻ പോയി, ഈ ധൃതരാഷ്ട്രരും ദ്രോണരും ഒക്കെ പോയിട്ട് നല്ല ഒരു വ്യവസ്ഥ ഇവിടെ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശ്രീകൃഷ്ണനെ വന്നത് പോരാട്ടത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അബൂലഹബും അബൂജഹലും അതുപോലെ തന്നെ അബൂ സുഫിയാനും വലീദ് ബിൻ മുഗീറൻ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഖുറൈശികളിലെ അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിലും നാട്ടിലുമുള്ള ആളുകളാണ് മുഹമ്മദ് നബിയെ കൊല്ലാനും നാട് കടത്താനും ആക്രമിക്കാനും ഒക്കെ തീരുമാനിച്ചത്. അല്ല വേറൊരു മതക്കാർ വന്നിട്ടൊന്നുമല്ല. പ്രശ്നം പൊളിറ്റിക്കൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിലപാടുകൾ, അവരുടെ സാമ്പത്തിക, രാഷ്ട്രീയ, മത, വിശ്വാസ, ആചാര അനുഷ്ഠാനങ്ങളിലെ കാപട്യങ്ങളെ സത്യസന്ധമായിട്ട് എതിർക്കാൻ. നേരത്തെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മോശ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. ഏത് പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ പ്രവാചകന്മാരാരും ഒരു മത നേതാവ്, രാഷ്ട്രീയ നേതാവ്, ഉദ്യോഗസ്ഥന്മാരൊന്നുമല്ല. അവർ വിപ്ലവകാരികളാണ്, അവർ വിശുദ്ധന്മാരാണ്, അവർ പോരാളികളാണ്, അവർ അസാമാന്യമായ ത്യാഗികളായിരുന്നു. അവരെ മതരാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ സുഖമുള്ളൊരു സാധനമാണെന്ന്. അധികാരത്തിൽ ഇരിക്കുക, ഭരിക്കുക, മതം കൊണ്ട് നടക്കുക, രാഷ്ട്രീയം കൊണ്ട് നടക്കുക, ഉദ്യോഗസ്ഥനാവുക എന്നൊന്നും പറഞ്ഞാൽ യാതൊരു അധ്വാനവും അല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഏർപ്പാടാണ്. പക്ഷെ ശ്രീകൃഷ്ണനും മുഹമ്മദ് നബി, അബ്രഹാമും ജീസസും യേശുവും ഒക്കെ ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. കാരണം അവർ തിന്മകളെ തിരിച്ചറിയുകയും അസത്യങ്ങൾക്കെതിരെ രംഗത്ത് വരികയും മനുഷ്യരുടെ പക്ഷത്തും ദൈവത്തിന്റെ പക്ഷത്തും നിന്നുകൊണ്ട് നീതിക്കും സത്യത്തിനും വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് അവരെ ആ അർത്ഥത്തിൽ വർത്തമാനകാല ഇന്ത്യയുടെ നമ്മുടെ മങ്കോടും കൊല്ലത്തും മലപ്പുറത്തും കേരളത്തിലൊക്കെ നടക്കേണ്ട, ഇന്ത്യയിലൊക്കെ നടക്കേണ്ട ഒരു പഠനം ഈ മതവേദ ഗ്രന്ഥങ്ങളെയൊക്കെ സത്യസന്ധമായിട്ട് പഠനത്തിന് നമ്മൾ വിധേയമാക്കണം. പച്ചക്കണ്ണടയും വെള്ളക്കണ്ണടയും ജാതി കണ്ണടയും സമുദായ കണ്ണടയും മതക്കണ്ണടയും ഒന്നും വെച്ചിട്ടല്ല. ഇതിലൊക്കെ നമ്മളെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന, നമ്മൾക്ക് ഏകീകരിക്കാൻ എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഒറ്റക്കെട്ടാവണം എന്നെല്ലാം പറയണത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതങ്ങളുടെ പുറകിലും മതേതര പ്രസ്ഥാനങ്ങളുടെ പുറകിലും ഒക്കെ കണ്ടമാനുണ്ട്. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തിരിച്ചറിയാനുള്ള യുക്തിയും ബോധവും ചിന്തയും കഴിവും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് മതങ്ങൾ ഈ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. ഇതിന് ശേഷം ഒരു പ്രവാചകൻ വന്നിട്ടില്ല. നിങ്ങൾ എടുത്ത് പരിശോധിച്ച ലോകത്ത് ഞാൻ പറഞ്ഞാൽ 500 വർഷം മുമ്പാണ് ജീസസ്. അതിന്റെ 500 വർഷം മുമ്പാണ് മോശ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ബുദ്ധനും ജൈനനും ഇവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം അതേ കാലഘട്ടത്തിലാണ് സോക്രട്ടീസ് ഏതൻസിൽ ഉണ്ടായിരുന്നത്. അതേ കാലഘട്ടത്തിലാണ് സുരേഷ്ഠർ ഇറാനിൽ, പേർഷ്യയിൽ ഉണ്ടായിരുന്നത്. അതിന്റെയും 1000 വർഷം മുമ്പാണ് അബ്രഹാം പ്രവാചകൻ. ആ കാലത്താണ് രാമനും കൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാലം എന്ന് പറയുന്നത്. ശ്രുതികളും സ്മൃതികളും ഒക്കെ ഉണ്ടായിരുന്ന 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ അന്ന് മുതൽ ഇതൊക്കെ ഒരേ പാറ്റേണിൽ നിന്ന് വന്നിട്ടുള്ളതാ. സ്ഥലകാലത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന്റെ അപ്പുറം ആ സംവിധാനങ്ങൾ അതിൽ അവസാനത്തെ ശ്രേണിയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അവസാനത്തെ വേദമാണ് ഖുർആന്റെ തൊട്ട് മുമ്പാണ് ന്യൂ ടെസ്റ്റ്, പുതിയ നിയമം ബൈബിൾ വരുന്നത്. അതിന്റെ മുമ്പാണ് പഴയ നിയമം ബൈബിൾ വരുന്നത്. അതിന്റെ ആ കാലത്തന്നെ, പഴയ നിയമത്തിന്റെ കാലത്താണ് നമ്മൾ ഇവിടെ പറയുന്ന ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതേപോലെ മറ്റു വേദങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ അതിന്റെ 4000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ശ്രുതി, സ്മൃതി, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ എന്നൊക്കെ പറയുന്ന വേദങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇനി ഇതിന് ശേഷം മുഹമ്മദ് നബിക്ക് ശേഷം ഖുർആന് ശേഷം മറ്റൊരു വേദം വന്നിട്ടില്ല. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. സാർവലൗകികമായി മുഹമ്മദ് നബിയുടെ ശേഷം മറ്റൊരു വേദം, 4ാം വേദം എന്നാണ് ചിലപ്പോൾ പറയാറുള്ളത് ഇവിടെ. കാരണം 5ാമത്തെ ഒരു വേദം വന്നിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് 1400 വർഷമായി മുഹമ്മദ് നബി ലോകത്ത് കടന്നു വന്നു പോയിട്ട് അതിനുശേഷം ഒരു വേദം വന്നിട്ടില്ല. മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. ജീസസും മോശായും അബ്രഹാമും രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത്. എല്ലാ മതക്കാരും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട പണി എന്താ? രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ ആശയങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് ഞാനും നിങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. കംസനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ റെഡിയല്ല. ആരാണ് കംസൻ? ആരാണ് രാവണൻ? ആരാണ് ദുശാസനൻ? ആരാണ് ദുര്യാധനൻ? എവിടെയാണ് ശകുനി ഇരിക്കുന്നത്? ഇത് നോക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അമ്പലം, പള്ളിയും ചർച്ചയൊക്കെ പെയിന്റ് അടിച്ച് ഉഷാറാക്കി ഭയങ്കര ആഘോഷങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ആരാണ് ഈ മഹാപ്രവാചകന്മാർക്കെതിരെ രംഗത്ത് വന്നവർ ആരാണോ അവരാണ് ദുഷ്ടശക്തികൾ, അവരാണ് അക്രമകാരികൾ. അത് ലോകത്ത് എല്ലാ കാലത്തുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നോക്കിയാലും മതവും ജാതിയും പറഞ്ഞിട്ട് മനുഷ്യനെതിരാക്കി നിങ്ങൾ കാണാൻ പറ്റില്ല. ഒന്നുകിൽ കംസൻ അല്ലെങ്കിൽ കൃഷ്ണൻ. കംസനും കൃഷ്ണനും ശരിയല്ല, കൃഷ്ണനാണ് ശരി. കംസൻ തെറ്റാണ്. രാമൻ ശരിയാണ്, രാവണൻ തെറ്റാണ്. ഫറോവ തെറ്റാണ്, മൂസ പ്രവാചകൻ ശരിയാണ്. യേശു ശരിയാണ്, ഈസാ പ്രവാചകൻ ശരിയാണ്. അതേസമയം പിലാത്തോസും കയ്യാസോഫും അതുപോലെ തന്നെ ഹെരോദോ ഇൻഡിപ്പാസും തെറ്റാണ്. ഗോഡ്സെ തെറ്റാണ്, ഗാന്ധിയാണ് ശരി. ഇത് പറയണം നമ്മള്. ഇതാണ് നമ്മൾ പറയേണ്ട കാര്യം. അല്ലാതെ അതും ശരി, ഇതും ശരി, അപ്പുറം ശരി, ഇപ്പുറം ശരി, അത് അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ശരി ഉണ്ടാവില്ല.
ഞാൻ പറഞ്ഞത് ഈ ഒരു സ്വഭാവത്തിൽ എതിരാളിയെ തിരിച്ചറിഞ്ഞ്, പുതിയ കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി പുറത്തു പോയ ഗാന്ധിന്റെ ആളും അകത്ത് വന്ന ഗോഡ്സെന്റെ ആളുമാണ്, അങ്ങനെയാണ് പറയാ. നരേന്ദ്രമോദി പുറത്ത് ഗോഡ്സെനെ പുറത്തു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്ത് അമേരിക്ക മുതൽ അറബികൾ അടുത്ത് പോയാൽ മഹാത്മാഗാന്ധി, അഹിംസ, രാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കും. അതേസമയം ഇന്ത്യയിൽ വന്നാൽ ഗോഡ്സെ തരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെടിവെച്ചുകൊണ്ടേയിരിക്കുക മഹാത്മാഗാന്ധിയെ, നിരന്തരമായി വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബരി മസ്ജിദ് മുതൽ ഇന്ത്യ വിഭജനം മുതൽ വലിയ അപകടകരമായ ഒരു ചരിത്ര പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അമ്പലങ്ങളും പള്ളികളും ചർച്ചകളും ഒക്കെ, എത്ര പള്ളികളാണ് ഡൽഹിയിലെ മെഹ്റോളി പള്ളി, അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പള്ളി മദ്രസയൊക്കെ നേരം വിളിക്കുന്നതിന് മുമ്പ് ബുൾട്ടേസർ വന്നിട്ട് ഇടിച്ചു പൊളിച്ചിട്ട് നിരത്തിയിട്ട് പോവാണ്. നമ്മുടെ പ്രധാനമന്ത്രി ധൃതരാഷ്ട്രം പോലെ ഇരിക്കുകയാണ്. നമുക്ക് സങ്കടമൊന്നുമില്ല. മണിപ്പൂരിൽ നമ്മൾ കണ്ട കാഴ്ച അതാണ്. അറിയോ നിങ്ങൾ, മണിപ്പൂരില് 250 ആളുകൾ പെൺകുട്ടികളെ അടക്കം വലിച്ചു പിച്ചി ചെയ്ത് കഷ്ടിച്ചിട്ട് പോലിട്ടും 3 മാസം തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയാ. അതേ പ്രധാനമന്ത്രി വന്ദേ ഭാരതിന് കൊടിനാട്ടാൻ കേരളത്തിലേക്ക് വരിക. ഒരു ട്രെയിനിന് കൊടിനാട്ടാനാണോ പ്രധാനമന്ത്രി വരേണ്ടത്? വധിക്കപ്പെടുന്ന മനുഷ്യന്റെ ചോരയ്ക്കും ജീവനും ചാരിത്രത്തിനും സംരക്ഷണം കൊടുക്കാനാണോ പ്രധാനമന്ത്രി പോകേണ്ടത്? പോയിട്ടില്ല പ്രധാനമന്ത്രി. അദ്ദേഹം അവിടെ നിന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ തകർക്കപ്പെടുന്ന കാര്യങ്ങൾ ഗുജറാത്തിനെ പോലെ അന്ധന, അധികാരത്തിന്റെ മത്ത് ബാധിച്ച അതിന്റെ അപകടകരമായ നിലപാടുകളിൽ തൂങ്ങിയാടുന്ന, എന്നിട്ട് കോടതി അതിനനുകൂലമായി പോലീസും രഹസ്യാന്വേഷണവും സംവിധാനങ്ങളൊക്കെ തന്നെ. ഇത് ചരിത്രത്തിലെ കൃഷ്ണനും എന്താണ് കംസനും വറവും ഒക്കെ ചെയ്ത പണി അങ്ങനെ തന്നെയാണ്. എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്ന അധികാരം. പക്ഷെ അവരൊന്നുമല്ല ജയിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ അവരൊക്കെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫാസിസം, നാസിസം, സമഗ്രാധിപത്യം, സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം ഇതൊന്നും അധിക കാലം ചരിത്രത്തിൽ ചെലവാവില്ല. ഇതിനൊക്കെ മുകളിൽ ദൈവം നമ്പുരാനുണ്ട്. ഞാൻ ആവശ്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അത് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിന്റെ അടിമകളാവുക, ഈശ്വരന്റെ അടിമകളാവുക, അള്ളാഹുവിന്റെ അടിമകളാവുക. ദൈവം പറയുന്നതേ മനുഷ്യൻ കേൾക്കാൻ പാടുള്ളൂ, വേറെ ആരും. കാരണം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിച്ച ആള്, നമ്മളിപ്പോ അച്ഛനമ്മയും പറയണല്ലേ നമ്മൾ കേൾക്കുക, അല്ലാതെ അയൽപക്കത്തുള്ള ആള് പറയുന്നല്ലോ കേൾക്കുക. നമ്മുടെ ആള് ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്? മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? വളരെ ഗൗരവതരമായ ഫിലോസഫിക്കലായ ദാർശനികമായ ഒരു ചോദ്യം കൂടിയാണത്. ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് നമ്മളെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണം. ഞാൻ എവിടെ നിന്നാണ് വന്നത്? എന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ഗുഹ എന്ന അധ്യായത്തിന്റെ പേര്, ഗുഹയുടെ പേരില്ല. ഈസാ പ്രവാചകൻ ജീസസ് വന്ന കാലത്ത് അന്നത്തെ റോമക്കാര് ഈ ജീസസിനെ പിൻപറ്റിയ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ചെറുപ്പക്കാരായ ആളുകളെ പിടിച്ച് ഭീകരവാദികളാന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ, ജീസസിന്റെ പിന്നാലെ കൂടിയ ആളുകളെ, ജീസസിൽ വിശ്വസിച്ച ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ അവര് ഭരണാധികാരത്തെ, അധികാര കേന്ദ്രങ്ങളെ പേടിച്ചിട്ട് ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുന്നുണ്ട്. ആ അഭയം പ്രാപിച്ച അവരുടെ ചരിത്രം വിശദീകരിക്കുന്ന ഖുർആനിലെ അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുഹയുടെ പേരിലുള്ള കേവ്, അതിന്റെ പേരിലുള്ള അധ്യായം എന്നാണ് പറയുക. അതിലൊരു വചനമുണ്ട്, ഒരായത്ത്, ഒരു സൂക്തം. ആ സൂക്തത്തിൽ ദൈവം നമ്പുരാൻ, ഈശ്വരൻ അല്ലാഹു പറയാണ്, ആകാശഭൂമികളൊന്നും സൃഷ്ടിക്കാൻ നിങ്ങളോട് ഞാൻ സാക്ഷ്യപത്രം വാങ്ങിയിട്ടില്ല. ഇപ്പൊ എവറസ്റ്റ് ഉണ്ടാക്കി, പശ്ചിമഘട്ടമുണ്ടാക്കി, അറബിക്കടലുണ്ടാക്കി, ബംഗാൾ ഉൾക്കടലുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, അറ്റ്ലാന്റിക്കും പസഫിക്കും ഒക്കെ ഉണ്ട്, സഹാറയുണ്ട്, ആമസോൺ ഉണ്ട്. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ആരോടാണ് ഇതിന് ദൈവം നമ്പുരാൻ സമ്മതം വാങ്ങിയത്? നിങ്ങളോട് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? അതായത് നമ്മളിവിടെ ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ടാക്കാൻ പോവാണ്, ഇപ്പുറത്ത് അറബിക്കടൽ ഉണ്ടാക്കാൻ പോവാണ്, അപ്പുറത്ത് എന്താണ് ബംഗാൾ ഉൾക്കടൽ ഉണ്ടാക്കാൻ പോവാണ്, അപ്പുറത്ത് ഹിമാലയം വെക്കാൻ പോവാണ്. നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് ഉണ്ട്, നമ്മുടെ ഗുജറാത്ത് മുതൽ ഇവിടെ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന, അതാണല്ലോ വെസ്റ്റേൺ ഗഡ്സിന്റെ താഴെയാണ് ഇപ്പൊ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. പശ്ചിമഘട്ട മലനിരകൾ, കേരളത്തിന് ഇത്രയും നല്ല കാലാവസ്ഥ നൽകുന്നൊക്കെ ഇന്ത്യയിൽ ഏറ്റവും നല്ല കാലാവസ്ഥ ഉള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെസ്റ്റേൺ ഗഡ്സ്, പടിഞ്ഞാറൻ മലകൾ, പശ്ചിമഘട്ട മലനിരകളാണ്. പിന്നെ അറബിക്കടലുണ്ട്. ഈ അറബിക്കടൽ ആര് കുടിച്ചുണ്ടാക്കിയതാ? നമ്മളൊക്കെ കൂടി മണ്ണ് വാന്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJPയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അറബികളും ഒക്കെ നമ്മളൊക്കെ കൂടി തീരുമാനിച്ചിട്ട് കുടിച്ചുണ്ടാക്കിയത് ഈ അറബിക്കടല്. നമുക്ക് അങ്ങനെ ഒരു കടലിനെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടോ? കടലിനെ നിയന്ത്രിക്കുന്നത് ആരാ? കടലിലെ വെള്ളത്തെ എവിടെയും ഒഴുകിപ്പോവാതെ വളരെ നമ്മൾ ഈ പറയുന്ന ഒരു മണിക്കൂറിൽ 1800 കിലോമീറ്റർ വേഗത്തിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1800 കിലോമീറ്റർ വേഗത്തിൽ. നമ്മളിപ്പോ ഒരു മണിക്കൂറിലാണോ ഒരു മിനിറ്റിലാണോ എന്ന് എനിക്ക് എന്റെ മനസ്സിൽ കൃത്യമായിട്ട് പ്രവർമ്മല്ല, രണ്ടിലൊന്ന് ഏതാണെങ്കിലും. ഇനി ഒരു മിനിറ്റിലാണെങ്കിലും ഒരു മണിക്കൂറിലാണെങ്കിലും 1800 കിലോമീറ്റർ വേഗത്തിൽ ഭൂമി കറങ്ങുന്നുണ്ട്. ആര് കറക്കിയതാ? സംഘപരിവാർ കറക്കുക, മുസ്ലിങ്ങൾ കറക്കുക, ഹിന്ദുക്കളെ കറക്കുക, ക്രിസ്ത്യാനികളെ കറക്കുക, ഇവിടുത്തെ തൊഴിലാളിയും മുതലാളിയും ശാസ്ത്രജ്ഞനും ബുദ്ധിജീവിയും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ കൂടിയിട്ടാണ് ഈ ഭൂമി കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയുടെ കറക്കം ആ ഒരു സെക്കൻഡ് ആ ഒരു കറക്കത്തിലെ 1 കിലോമീറ്റർ വൈകുകയാണെങ്കിൽ, അതിന്റെ നേർ പകുതിയായാൽ പിന്നെ കടലൊക്കെ അടിച്ചു കയറുന്നാണ് പറയുന്നത്.
കടലൊക്കെ അടിച്ചിട്ട് തെരങ്ങോട്ട് കയറിയിട്ട് ഭൂമി ഇപ്പൊ സുനാമിയൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മള്. ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്ന സുനാമി 2 ദിവസം കൊണ്ടാണ് അടിച്ചിട്ട് എവിടെ എത്തിയത്? നമ്മുടെ കന്യാകുമാരിയിലും അതുപോലെ തന്നെ അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള കടലിലേക്ക് വരുന്നത്. അങ്ങേ അറ്റത്തേക്ക് ആ സുനാമി പോയിട്ട് കേപ്പ് ഹാപ്പ് മുനമ്പ് ദക്ഷിണാഫ്രിക്കയുടെ അതുവരെ പോയി ആ സുനാമി. എന്താ നമുക്ക് തടുക്കാൻ കഴിയാതിരുന്നത്? ഒരു മനുഷ്യനും അതിന് കാരണം കടൽ നിയന്ത്രിക്കുന്നത് ആരാ? ഈ കടലുണ്ടാക്കിയതാരാ? ഈ പശ്ചിമഘട്ട മലനിരകൾ. ഇതേപോലെ ഒരു മലനിര കടലിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഗുജറാത്ത് മുതൽ നമ്മുടെ ദക്ഷിണാഫ്രിക്ക വരെ അതിന്റെ ആ മലയുടെ ഉയർന്ന ഭാഗമാണ് മാലിദ്വീപ്, ലക്ഷദ്വീപ്, മൗറീഷ്യസ് എന്നൊക്കെ പറയുന്ന ആ അറബിക്കടലിലും അതുപോലെ തന്നെ ഇന്ത്യ മഹാസമുദ്രത്തിലൊക്കെ കിടക്കുന്ന ആ ദ്വീപുകൾ എന്ന് പറയുന്നത്. കടലിന്റെ അടിയിലൂടെ വലിയൊരു മല. ഇത് ആരുണ്ടാക്കിയതാ? നമ്മൾ ഉണ്ടാക്കിയതാ? സമാവാദി. ഈ പ്രപഞ്ചങ്ങൾ ഉണ്ടാക്കിയതാ. ആകാശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു ചൂണ്ടുവിരൽ കൊണ്ട് മറക്കുന്ന ഭാഗത്ത് 2 കോടി നക്ഷത്രങ്ങളുണ്ടെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്ന ഈ മഹാപ്രപഞ്ചം, ഇതില് അധികാരം നമുക്കാർക്കും ഒരു പങ്കുമില്ല. ഒരു മുടിയുടെ ഈ ഭൂമിയുടെ വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ വളരെ, ഇപ്പൊ നമ്മളെ ശരീരത്തിൽ ഒരു ഉറുമ്പ് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് സൗരയൂഥത്തിൽ ഭൂമി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ഉറുമ്പ് കയറിയെന്ന് വെച്ചോ, അത്ര വലുപ്പമുള്ളൂ സൗരയൂഥം എന്ന് പറയുന്ന സൂര്യന്റെ കുടുംബത്തിൽപ്പെട്ട എന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. ആ സൗരയൂഥത്തിൽ ഭൂമിയുടെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ഉറുമ്പ് നിൽക്കുന്ന ഭാഗമാണ്. ഒരു ഉറുമ്പിന്റെ വലിപ്പം ഭൂമിക്കുള്ളൂ. ഇത്ര നിസ്സാരാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. സൗരയൂഥങ്ങൾ കോടാനുകോടി മിൽക്കി വേകൾ, ക്ഷീരപഥങ്ങൾ, സൗരയൂഥങ്ങൾ കോടിക്കണക്കിന് സൗരയൂഥങ്ങൾ ഉള്ള ഒന്നിനെയാണ് മിൽക്കി വേ എന്ന് പറയുന്നത്. അങ്ങനത്തെ കോടാനുകോടി ആകാശലോകം, ആകാശം. ഈ ആകാശത്തിനൊക്കെ ആരുണ്ടാക്കി? നിങ്ങൾ ഉണ്ടാക്കിയോ? നിങ്ങൾ ഈ ഭൂമിയിൽ കടന്നിട്ട് ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP ഒക്കെ ആയിട്ട് ഈ കളിയൊക്കെ കളിച്ചിട്ട് എവിടേക്കാണ് നിങ്ങൾ പോകാൻ പോണത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾ വന്നത്? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഇപ്പൊ ദൈവം നമ്പരാൻ പറയാം, ആകാശം സൃഷ്ടിക്കാൻ നിങ്ങൾ നമ്മുടെ സമ്മതമാണ്. ആകാശത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് അന്തരീക്ഷത്തിലാണ്. ഈ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചത് ആരാ? ഭൂമിയെ സൃഷ്ടിച്ചത് ആരാ? ഭൂമി അത്ഭുതകരമായ സാധന. മുകളിലേക്ക് പോയ പോലെ ഭൂമിന്റെ അടിക്ക് നമ്മൾ പോയിട്ടില്ല. കത്തി തളച്ച് ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്മയും ലാവയും ഒക്കെയാണ് ഭൂമിന്റെ അടിയിൽ എന്നാണ് പറയുന്നത്. ഇത് നമ്മളെ കത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് അഗ്നിപർവ്വതമൊക്കെയായിട്ട് ഇറക്കി പൊട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അത് വരികയും ചെയ്യണേ ഭൂമിയിലേക്ക്. ഇതിന്റെ ആഴത്തിലേക്ക് നമ്മൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. മുകളിലേക്ക് നമ്മൾ കുറച്ച് പോയിട്ടുള്ളൂ, അധികമൊന്നും പോയിട്ടൊന്നുമില്ല. നീലാംസ്ട്രോങ് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണ് പോയത്? ആരാണ് കണ്ടത്? ഒക്കെ അമേരിക്കൻ രാഷ്ട്രീയത്തെ വലുതാക്കാൻ വേണ്ടിയിട്ട് അവരെ നടത്തിയ പൊറാട്ട നാടകമാണെന്ന് പോലും അറിയണം. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇസ്രായേൽ കേന്ദ്രീകൃതമായി ലോകത്തെ സാമ്പത്തിക, സായുധ, ആയുധ, അശ്ലീല, എല്ലാ അധിനിവേശങ്ങൾക്കും ക്യാപിറ്റലിസത്തിന്റെ, മുതലാളിത്തത്തിന്റെ, ഇന്റീരിയലിസത്തിന്റെ ആധുനിക കാലഘട്ടത്തിലെ പ്രതീകമാണ് അമേരിക്ക. ആ അമേരിക്കൻ നെറികേടുകളെ ചെയ്തിട്ടുള്ള ലോകത്ത്. അപ്പൊ അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മളൊക്കെ ജൂൺ 5 ഇരുന്നിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക. ആര്? നീലാംസ്ട്രോങ് ചന്ദ്രനിൽ പോയി. നീലാംസ്ട്രോങ് ചന്ദ്രനിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടിയത്? എനിക്ക് ഇന്ത്യക്ക് എന്താ ഗുണം കിട്ടിയത്? പാകിസ്ഥാൻ എന്താ ഗുണം കിട്ടിയത്? ആഫ്രിക്കക്ക് എന്താ ഗുണം കിട്ടിയത്? ലാറ്റിൻ അമേരിക്കക്ക് എന്താ ഗുണം കിട്ടിയത്? IMF നിർത്തി പോയിട്ടുണ്ടോ? അപ്പൊ തമ്മാടിക്ക് ഹീറോഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വൃത്തികെട്ട ശാസ്ത്രത്തിന്റെ അന്ധവിശ്വാസമായിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്ത്? നീലാംസ്ട്രോങ് പോയി. നീലാംസ്ട്രോങ് പോയതിനേക്കാൾ വലിയ കിരാതത്വങ്ങൾ അമേരിക്ക ലോകത്ത് ചെയ്തിട്ടുണ്ട്. ഹബാകുഷ എന്ന് പറഞ്ഞൊരു ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് 2 ലക്ഷം മനുഷ്യരെ 2 മിനിറ്റ് കൊണ്ട് പുടുങ്ങി വേവിച്ചു കൊന്നു. ആറ്റം ബോംബ് എന്ന് പറയുന്ന അതിന്റെ ഭീകരമായ പരീക്ഷണം ഇന്ന് ഗസയിലെ ഇസ്രായേൽ നടത്തുന്ന പോലെ ആർട്ടിഫിഷ്യൽ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളെയും സ്ത്രീകളെയും അഭയാർത്ഥികളെയും അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളും ഒക്കെ തകർക്കുന്ന പോലെ യുദ്ധത്തിൽ തോൽവി സമ്മതിച്ച് സന്ധി ചെയ്യാൻ സന്നദ്ധമായ ജപ്പാന്. എന്നിട്ട് അത് ഈ ആയുധം ഗുണകരമാണോ അല്ലെന്ന് പരീക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ കൊന്ന രാജ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ തമ്മാട് രാജ്യം. ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഉണ്ടായിട്ട് ഇപ്പൊ 2024 എന്നുള്ളവർ 2024 കൊല്ലായി. ഈ ഓരോ മണിക്കൂറിലും ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും നിങ്ങൾ കൂട്ടിയാൽ ഓരോ മണിക്കൂറിലും $20,000 ആയുധം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ച രാജ്യമാണ് അമേരിക്ക. ആയുധം തിന്ന്, ആയുധം കുടിച്ച്, ആയുധം കാഷ്ടിച്ച്, ആയുധത്തിൽ കിടന്ന്, ആയുധത്തിനോട് ഇണചേർന്ന്, ആയുധം കൊണ്ട് മാത്രം ലോകത്ത് വൻശക്തിയായി തീർന്ന രാജ്യമാണ് അമേരിക്ക. ഇത്രയും വലിയ തമ്മാട് രാജ്യ. ഈ ഇസ്രായേൽ യഹൂദന്മാരാണ് ഈ ആയുധ കച്ചവടമൊക്കെ നടത്തുന്നതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാർ യഹൂദന്മാരാണ്. ആയുധ കച്ചവടത്തിന്റെ, സെക്സ് പോണോഗ്രാഫിയുടെ, പലിശ കച്ചവടത്തിന്റെ എല്ലാ വൃത്തികേടുകളുടെയും തലവട്ടന്മാർ അമേരിക്ക കേന്ദ്രീകരിച്ച് അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയ്ക്ക് വിശുദ്ധ പദവി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യകളും കുട്ടികളുടെ മുമ്പിൽ ഹീറോയാവാൻ ചരിത്രം എന്ന് പറയാത്ത കുട്ടികൾക്ക് നീലാംസ്ട്രോങ്. ഞാൻ പറഞ്ഞത് ചന്ദ്രനും സൂര്യനും എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ചെറിയ സാധന. ഈ ഭൂമി അതിനേക്കാൾ വലിയ, അതിലേറ്റവും ഒരു ഉറുമ്പിന്റെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഒരു മുടിയുടെ വില പോലും ഭൂമിക്ക് സൗരയൂഥത്തിലില്ല. വളരെ നിസ്സാര.
അതിന്റെ എത്രയോ നമുക്ക് അളവുകൾ നിർണ്ണയിക്കാൻ കഴിയാത്ത ഈ അന്തരീക്ഷത്തെ, ആകാശവും ഭൂമി നിങ്ങളെ സൃഷ്ടിക്കാനാണോ പണി? അതല്ല ഈ ആകാശത്തെ, ഈ അന്തരീക്ഷത്തെ സൃഷ്ടിക്കാനാണോ പണി? ദൈവം നമ്പുരാൻ മനുഷ്യനോട്, അത് ദൈവം മരണാനന്തര ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്തപ്പോ മനുഷ്യൻ മരിച്ചിട്ട് വീണ്ടും ജീവിച്ചു വരും എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തു ആളുകൾ. അപ്പൊ ദൈവം ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഉണ്ടാക്കലാണോ പണി അതോ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കലാണോ പണി? എന്നിട്ട് ദൈവം പറയാം, വലാ ഫൽഖലിയം ഫുസിയും, നിങ്ങളെ സൃഷ്ടിക്കാൻ നിങ്ങളോട് അനുവാദം വാങ്ങിയിട്ടില്ല. നരേന്ദ്രമോദിയോട് ചോദിച്ചിട്ടൊന്നുമല്ല. നരേന്ദ്രമോദി അല്ല സൃഷ്ടിച്ചിട്ട്, ദൈവം ഈശ്വരൻ സൃഷ്ടിച്ച്, ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. രാമനെ സൃഷ്ടിച്ചതും കൃഷ്ണനെ സൃഷ്ടിച്ചതും ബുദ്ധനെ സൃഷ്ടിച്ചതും മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചതും അവരോട് നമ്മൾ ചോദിച്ചിട്ടല്ല. മമ്മൂട്ടി, മോഹൻലാലും, അംബാനി, അദാനും, ഷാറൂഖും, വിരാട് കോഹ്ലിയും, മെസ്സിയും, റൊണാൾഡോ എന്നും വന്നത് അവരോട് സമ്മതം ചോദിച്ചിട്ടില്ല. നിങ്ങളെ സൃഷ്ടിക്കാൻ പോലെ നിങ്ങൾ അത്രയും അടിമകളാണ് നമ്മൾ. എന്നോട് നമ്മൾ സ്വയം തീരുമാനിച്ചു വന്നതാണ്, ഞാൻ ജനിക്കും, എന്നിട്ട് ഞാൻ മലപ്പുറത്ത് ജനിക്കും, മമ്പാട്ടുകാരനാകും, അങ്ങനെ മലയാളിയാകും, മലയാളം സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാ. ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? ഖുർആനിൽ സൂറത്തുൽ വാഖിയ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. വാഖിയ എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ, മഹാസംഭവങ്ങൾ, പല സംഭവങ്ങളുണ്ട്. മഴ, ആകാശം, കടല്, തീയ്, ഊർജം, അതിനൊക്കെ പ്രതിപാദിക്കുന്ന കുറെ അധ്യായമാണ് സൂറത്തുൽ വാഖിയ. അത്ഭുതകരമായ സംഭവങ്ങൾ. അതിൽ ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനുള്ളപ്പോ നരേന്ദ്രമോദി മുതൽ പിണറായി മുതൽ അംബാനി, അദാനിയും ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹും അതുപോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടാകുന്നത് ഒരു ബീജം അണ്ടം ചേർന്നിട്ടാണല്ലോ. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ വിസർജിക്കുന്ന ബീജത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് ചോദിക്കുക, അൻതും തഖ്ലുഖുനഹു, നിങ്ങളാണ് അതുണ്ടാക്കിയത്? മമ്മൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി, മോഹൻലാലിനെ ഉണ്ടാക്കാൻ വേണ്ടി, പിണറായിയെ സൃഷ്ടിക്കാൻ വേണ്ടി, കൊടിയേരിയെ സൃഷ്ടിക്കാൻ വേണ്ടി, നരേന്ദ്രമോദിയെ, അമിത്ഷായെ സൃഷ്ടിക്കാൻ വേണ്ടി, മഹാത്മാഗാന്ധിയെയും നാഥൂറാം ഗോഡ്സെയും സൃഷ്ടിക്കാൻ വേണ്ടി, പോട്ടെ നിങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങളാണോ ഈ ബീജത്തെ സൃഷ്ടിച്ചത്? നിങ്ങളാണ് അതുണ്ടായിട്ടുള്ളത്. അൻതും തഖ്ലുഖുനഹു, നിങ്ങളാണോ അതുണ്ടാക്കിയത്? അം നഹ്നുൽ ഖാലിഖൂൻ, അതോ നാമാണോ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്? ദൈവം നമ്പുരാനാണ്. നിങ്ങൾ ഉറപ്പ്, ഇന്നലെ നമ്മളില്ല, നാളെ നമ്മൾ ഉണ്ടാവില്ല. 15 കൊല്ലം കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാവില്ല. എന്തെങ്കിലും ഉറപ്പില്ലേ? ഇല്ലേ? നരേന്ദ്രമോദി ഉണ്ടാവും. നെഹ്റു പോയിട്ടില്ലേ ഇവിടുന്ന്? ഇന്ദിരാഗാന്ധി പോയിട്ടില്ലേ? നരസിംഹറാവു പോയില്ലേ? മഹാത്മാഗാന്ധി പോയില്ലേ? പിന്നെന്താ നരേന്ദ്രമോദി മാത്രം എല്ലാ കാലം ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നത്? അമിത്ഷാ നാളെ ഉണ്ടാവോ? എവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്? ബൈഡൻ ഉണ്ടാവോ? നെതന്യാഹു ഉണ്ടാവോ? അംബാനി ഉണ്ടാവോ? അദാനി ഉണ്ടാവോ? കഴിഞ്ഞ 100 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? ഇന്ന് ഹൽ അതാലൽ ഇൻസാൻ ഹീനം മിന ദഹർ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. മനുഷ്യൻ, ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നാണ്. സൂറത്ത് ദഹർ, കാലം എന്നും ആ അധ്യായത്തിന് പേരുണ്ട്. അതിൽ ചോദിക്കുന്ന ഹൽ അതാലൽ ഇൻസാൻ ഹീനം മിന ദഹർ, നീ എന്ന് പറയുന്ന ഒരു വസ്തു തന്നെ ഇവിടെ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ലേ? നീയാണോ നിന്നുണ്ടാക്കിയത്? നിന്റെ മാതാപിതാക്കളാണോ നിന്നുണ്ടാക്കിയത്? നമ്മളുണ്ടാക്കിയ നമ്മുടെ മാതാപിതാക്കളൊന്നുമില്ല, അങ്ങനെ എഴുതിരിക്കണ്ട. മാതാപിതാക്കളെ നമ്മൾ തെരഞ്ഞെടുത്തതുമല്ല. മനുഷ്യൻ അതിനൊന്നും ഓപ്ഷൻ ഇല്ല. സ്വന്തം മാതാപിതാക്കളെ നമ്മൾ തെരഞ്ഞെടുത്തല്ല, മാതാപിതാക്കളെ നമ്മളെ തെരഞ്ഞെടുത്തിട്ടില്ല. നമ്മുടെ രൂപവും ഭാവവും നമ്മൾ സെലക്ട് ചെയ്തതല്ല, നമ്മുടെ ഭാഷയും ദേശവും നമ്മൾ സെലക്ട്. അതുകൊണ്ട് ദേശീയത, വംശീയത, സാമുദായികത ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. നമ്മൾ ഇന്ത്യക്കാരനാകുന്നതും മലയാളിയാകുന്നതും കൊല്ലത്തുകാരനാകുന്നതും മലപ്പുറത്തുകാരനാകുന്നതും നമ്മൾ സെലക്ട് ചെയ്തൊന്നുമല്ല, ആണോ? അതുകൊണ്ട് ഇതാണ്, ഇവിടെയാണ്, ഇങ്ങനെയാണ്. വംശം, ദേശം, ഭാഷ, കളറ്, മാതാപിതാക്കൾ, ഇതിലൊന്നും നമുക്കൊരു ഓപ്ഷൻ ഇല്ല, സെലക്ഷൻ ഇല്ല. നമുക്കൊരിക്കലും ഒരു സ്വന്തമായിട്ട് തെരഞ്ഞെടുക്കാൻ ഒന്നും ദൈവം നമ്മളെ വിട്ടിട്ടില്ല. ഇനി എത്ര കാലം നമ്മൾ ജീവിക്കും? എത്ര കാലം ജീവിക്കും? ആരാണ് കാലാകാലം ഇവിടെ ജീവിച്ചിട്ടുള്ളത്? ഈ ഭൂമി ഉണ്ടായത് മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യന്മാര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ മനുഷ്യന്മാര്, ഈ 700 കോടി മനുഷ്യർ, അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഈ 700 കോടി മനുഷ്യർ ഇവിടെ ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഇന്ന് ജീവിക്കുന്ന 700 കോടി മനുഷ്യന്മാരിൽ ആരാണ് ഉണ്ടാവുക? അപ്പൊ ഇന്നലെ നിങ്ങളില്ല, നാളെ നിങ്ങൾ ഉണ്ടാകാനും പോണില്ല. പിന്നെ ഇന്ന് ഈ ഭൂമിയിൽ കിടന്നിട്ട് അധികാരം, വംശം, സമുദായം, പാർട്ടി, സംഘടന, ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കളിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താ? നിങ്ങൾ ആരാണ് കൊണ്ടുവന്നത്? അവിടെ വിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന മറുപടി, വേദഗ്രന്ഥങ്ങൾ അതിന് നൽകുന്ന മറുപടി, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, എല്ലാ ആധിപത്യങ്ങളും ദൈവത്തിനാണുള്ളത്, ഈശ്വരനാണുള്ളത്, കർത്താവിനാണുള്ളത്, അള്ളാഹുവിനാണുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജനനവും മരണവും സൃഷ്ടിച്ചത് അവനാകുന്നു, ദൈവമാകുന്നു, ഈശ്വരനാകുന്നു, ഭഗവാനാകുന്നു. എന്തിന്? ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി സുഹൃതങ്ങൾ ചെയ്യുന്നത് എന്ന് ദൈവത്തിനറിയണം. നമ്മുടെ കൂട്ടത്തില് നിങ്ങൾ ഭരണാധികാരിയോ, മതനേതാവോ, രാഷ്ട്രീയ നേതാവോ, കലാകാരനോ, സാഹിത്യകാരനോ, ബുദ്ധിജീവിയോ, സാംസ്കാരിക പ്രവർത്തകനോ, വിദ്യാഭ്യാസനോ, പരിസ്ഥിതി പ്രവർത്തകനോ എന്താവട്ടെ, നിങ്ങൾ നന്മയാണോ തിന്മയാണോ ചെയ്യുന്നത്? ഇത് ദൈവത്തിനറിയണം, അള്ളാഹുവിനറിയണം. ഇനിയിപ്പോ അത് ഞങ്ങൾക്ക് അതിനാവൂല നിങ്ങൾ തീരുമാനിച്ചാലും ദൈവങ്ങളെ വിടാൻ പോണില്ല, നിങ്ങളും വിടാൻ പോണില്ല. ഇനിയിപ്പോ നമ്മളിതൊന്നും പറ്റൂല എന്ന് നമ്മൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഒരു ദിവസം വീഴും, നമ്മൾ മരിക്കും.
നമ്മൾ തീരും. യാ അയ്യുഹൽ ഇൻസാൻ, എടോ മനുഷ്യ. അവിടെയൊക്കെ മനുഷ്യനെ തന്നെയാണ് വിളിച്ചത്. നീ മരിക്കും, നീ മരിക്കും. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുടിയിലെത്തിയാൽ. നമ്മളൊക്കെ മരിക്കും, നമ്മുടെ കുട്ടികളൊക്കെ മരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ മരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. നേതാക്കന്മാരും ഗുരുക്കന്മാരും ഉസ്താദുമാരും ഒക്കെ മരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവരെ മാത്രമല്ല, നമ്മൾ മരിക്കുമല്ലോ. ഞാൻ നിങ്ങളൊക്കെ മരിക്കുമല്ലോ. ഒടുവിലെ യാത്രക്കായി ഇന്ന് പ്രിയവചനമേ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ഏതോ ഒരു ഇതിൽ പാട്ട് കേൾക്കാം നിങ്ങൾക്ക്. ഒടുവിലെ യാത്രയ്ക്ക് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പരമപിതാ വിചാരത്ത് ഇനിയിപ്പോ ഇവിടെ നിങ്ങളെ പാർട്ടിയും സംഘടനവും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാടാണ് വളരെ രസകരമായിട്ട്. ഇവിടെ അതുപോലെ മാപ്പിളപ്പാട്ടിലേക്കാണ്, മുസ്ലിം സമുദായത്തിന്റെ മാപ്പിളപ്പാട്ടിലേക്കാണ്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലുണ്ടൊരു യാത്ര. നമ്മളെ മയ്യത്ത് ശവം കൊണ്ടുപോയിട്ടൊക്കെ പൊതിഞ്ഞ് 3 കഷ്ണമൊക്കെ കെട്ടിയിട്ട് കട്ടിലുണ്ട് നിങ്ങൾക്കൊരു യാത്ര. തിരിച്ചു വരവില്ലാത്ത, മടക്കമില്ലാത്തൊരു യാത്ര. നമ്മുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കില്ല, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കില്ല, കച്ചവട പീടികയിലേക്കില്ല, അച്ഛന്റെ അമ്മന്റെ മക്കളെ ഒന്നും അടുത്തേക്കില്ല. നമ്മൾ ഒരു ദിവസം പോവാണ്. നാളെ രാവിലെ പെട്ടെന്ന് നമ്മൾ പോവാണ്. എങ്ങോട്ടാണ് ഈ പോണത്? ദൈവം നമ്പുരാൻ യാ അയ്യുഹൽ ഇൻസാൻ, എടോ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹ. നീ എവിടേക്കാണ് ഈ പോണത്? എവിടെയാണ് നീ അവസാനം എത്താൻ പോകുന്നത്? ദൈവത്തിന്റെ മുമ്പിലേക്കാണ്, ഈശ്വരന്റെ മുമ്പിലേക്കാണ്, കർത്താവിന്റെ മുമ്പിലേക്കാണ്, അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ്. ഇന്ന് നമ്മൾ മരിച്ചാൽ ഇന്ന് മരിക്കും. എന്താ സംശയം? ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മൾ ഈ പറയുന്ന സമയത്ത് പോലും 100 കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്റെ കൂടെ ആയിരിക്കും അടുത്ത മണിക്കൂറുകളിൽ. എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് മരിക്കുക എന്നുള്ളത്. ഇത്രയും വലിയ പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് ട്രൂത്ത് കാലം എന്നൊക്കെ പറയുന്ന ഈ കാലത്ത് എന്റെ മരണത്തെ പ്രവചിക്കാൻ പോലുള്ള കഴിവ്, അത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് സംഭവിക്കുമെന്ന് പറയാൻ പോലുള്ള ഒരു കഴിവ് എനിക്ക് നൽകപ്പെട്ടിട്ടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്നെന്റെ ഭാര്യയ്ക്ക് എന്നെ ആവശ്യമൊന്നുമില്ല, എന്റെ അമ്മയ്ക്ക് എന്നെ ആവശ്യമില്ല, എന്റെ മക്കൾക്ക് എന്നെ ആവശ്യമില്ല, എന്റെ പാർട്ടിക്ക് ആവശ്യമില്ല, സംഘടനക്ക് ആവശ്യമില്ല, എന്റെ വീട്ടിൽ ഇത് വെക്കാൻ പറ്റില്ല. എവിടെ കൊണ്ടുപോയിട്ടാ ഈ സാധനം വെക്കുക? ഒന്നുകിൽ ദഹിപ്പിക്കണം, അല്ലെങ്കിൽ സെമിത്തേരിയിൽ കബറിടത്തിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കുഴിച്ചു മൂടണം. ഇതിനെ വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം? അച്ഛനാണ്, അമ്മയാണ്, ഇണയാണ്, തുണയാണ്, മകനാണ്, മകളാണ്, പേരക്കുട്ടിയാണ്, നേതാവാണ്, തൊഴിലാളിയാണ്, ഉദ്യോഗസ്ഥനാണ്, പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, പ്രതിപക്ഷമാണ്, കോടതിയാണ്, സൈന്യമാണ്, മീഡിയ പ്രവർത്തകനാണ്. എന്ത് മാർക്കറ്റ്! 3 ദിവസത്തിൽ കൂടുതൽ വെച്ച വയറ് വീർക്കാൻ തുടങ്ങും, കണ്ണൊക്കെ കുടിയിലേക്ക് താഴാൻ തുടങ്ങും, ചീഞ്ഞടഞ്ഞിട്ട് ദുർഗന്ധം വമിക്കാൻ കഴിയില്ല. ശവശരീരം കൊണ്ടിട്ട് എവിടെങ്കിലും വെക്കണം. ഈ മനുഷ്യനെ എവിടേക്കാണ് ഈ തിരിച്ചയക്കുന്നത്? വളരെ വലിയൊരു യാത്ര. ഇതിനെക്കുറിച്ച് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ജീവൻ തൊണ്ടക്കുടിയിൽ എത്തിയാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മരിക്കുന്ന കാഴ്ച നിങ്ങൾ തന്നെ കാണുകയാണ്. എനിക്ക് മനസ്സിലാവും ഞാൻ മരിക്കുകയാണെന്നുള്ളത്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയണില്ല. കഴിഞ്ഞ പ്രധാനമന്ത്രിയും കരസേനാ മേധാവി മുതൽ സുപ്രീം കോടതി ജഡ്ജി അടക്കമുള്ളവരുടെ അംബാനി അദാനിന്റെ ഒക്കെ കഥ അങ്ങനെ തന്നെയാണ്. മരിക്കുന്നതിനെ നേരിടാനുള്ള ഒരു മരുന്നും ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. ഇനിയൊക്കെ കണ്ടെത്താൻ കഴിയില്ല. ഒരു തെറ്റിദ്ധാരണകളിൽ വെക്കേണ്ട കാര്യമില്ല. കാരണം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, സകലരും മരിക്കും. ജീവൻ ഉണ്ടായതൊക്കെ നശിക്കും, അല്ലാത്തതും നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കും. ദൈവം ഒഴികെ, ഈശ്വരൻ ഒഴികെ, ഭഗവാൻ ഒഴികെ, കർത്താവ് ഒഴികെ, അള്ളാഹു ഒഴികെ സകലതും നശിച്ച് തരിപ്പണമായിട്ട് തീരും. നിങ്ങൾ ശാസ്ത്രമൊക്കെ പഠിച്ചാല് തമോഗർത്തങ്ങളിൽ ആണ്ടുപോയ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ കാണാം. കോടാനുകൂടി വലുപ്പമുള്ള വലിയ നക്ഷത്രങ്ങളൊക്കെ ശൂന്യതയിലേക്ക് വിലയം പ്രാപിക്കുന്ന, സൂര്യനും ചന്ദ്രനും ഒക്കെ കൂട്ടിയിടിച്ച് തകർന്ന് തരിപ്പണമാകുന്നതിന്റെയൊക്കെ സംഭവങ്ങൾ വേദങ്ങൾ, ഇതിഹാസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒക്കെ നശിക്കും. മനുഷ്യനും ഇവിടുന്ന് തിരിച്ചു പോകും. വാൻതും ഹീനഇദിൻ തൻളുറൂൻ. എന്നിട്ട് ദൈവം പറയാൻ നഹ്നു അഖറബു ഇലൈഹി മിൻകും, ഞാനാണ് നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളെക്കാൾ നിങ്ങളുടെ അടുത്ത് ഞാനാണുള്ളത്. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. എന്നിട്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത പലതുണ്ട്. അതുകൊണ്ട് ദൈവമല്ല എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ജീവനെ നമ്മൾ കണ്ടിട്ടില്ല, ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നമ്മൾ കണ്ടിട്ടില്ല, ആകാശത്തിന്റെ അതിര് നമ്മൾ കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് അതൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ ആത്മാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആത്മാവ് വിചാരം, വികാരം, സങ്കടം, സന്തോഷം, ദുഃഖം, ആഹ്ലാദം, അതുപോലെ തന്നെ ചിന്ത, ആ കാൽപ്പനികത, ഭാവന, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സും ആത്മാവും ആരാണ് കണ്ടിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ആത്മാവിനെ കുറിച്ച് ഞാൻ ആത്മാവിന്റെ ഫോട്ടോ എടുത്തു, ആത്മാവിന്റെ ചിത്രം വരച്ചു, ആത്മാവിനെ വർണ്ണിച്ചു, പറയാൻ കഴിയണില്ല. ജീവൻ എവിടെയാണ്? ജീവൻ അതാണല്ലോ ഈ പോകുന്നത് മരിക്കുന്ന സമയത്ത്. ബാക്കിയെല്ലാം ഉണ്ട്. കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കാതുണ്ട്, കരളുണ്ട്, ഹൃദയമുണ്ട്, മനസ്സുണ്ട്, മസ്തിഷ്കമുണ്ട്. പക്ഷെ പോകുന്നത് ജീവൻ മാത്രം. എന്താണ് ജീവൻ? അപ്പൊ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയണില്ല. നമുക്കെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എക്സ്റേ കൊണ്ട് കാണും. എക്സ്റേ കാണുന്നത് നമ്മൾ കാണൂലല്ലോ. നമ്മളെ ഫോട്ടോ എടുത്താൽ എക്സ്റേയില് നമ്മുടെ അസ്ഥിയുടെ പ്രശ്നം, ആന്തരികാവയവങ്ങളുടെ പ്രശ്നമൊക്കെ എക്സ്റേക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ കണ്ണിന് പരിമിതികളുണ്ട്. പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഒക്കെ കണ്ണിന് പരിമിതികളുണ്ട്. പക്ഷെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പരിമിതികളൊക്കെ മാറുന്ന ഒരു ലോകം വരാനിരിക്കുന്നുണ്ട്. ആ ലോകത്ത് ദൈവം തമ്പുരാൻ
നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അവിടുന്ന് കാണാം നിങ്ങൾക്ക്. ഫമുലാഖിഹി, ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടും, ഈശ്വരനെ കണ്ടുമുട്ടും, കർത്താവിനെ കണ്ടുമുട്ടും, അള്ളാഹുവിനെ കണ്ടുമുട്ടും. നിങ്ങൾ എങ്ങനെ ഓടി ഒളിച്ചാലും, വീർത്ത് കുളിച്ച് പരവശനായി സങ്കടവും സന്തോഷവും ദുഃഖങ്ങളും ആഘോഷങ്ങളും ഒക്കെ കളിച്ചിട്ട് അവസാനം നിങ്ങൾ വന്നു വീഴുന്നത് എന്റെ മുമ്പിലാണ്, അവനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്. ദൈവം എന്നിട്ടൊരു വെല്ലുവിളിയും കൂടി നടത്തുന്നുണ്ട്. ഫലോല ഇൻകുൻതും വൈറ മദീനീൻ, നിങ്ങൾ ആരാലും നമ്മളൊക്കെ വിചാരിക്കണം നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കണമെന്നല്ലേ. എന്റെ മുടി ഇപ്പം നിരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യണു? വെള്ള കളർ വരുമ്പോൾ തടയാൻ എനിക്ക് പറ്റണില്ല. എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ അത് തടഞ്ഞൂടെ? അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടി മതക്കാരനും ആരോഗ്യശാസ്ത്രമൊക്കെ വിചാരിച്ചിട്ട് മുടി നിരക്കാൻ പാടില്ല. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നമ്മളെ പറയുന്ന നമ്മൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം, നമ്മുടെ ജീവൻ, ഇതൊക്കെ നമ്മൾ ആരാലും നിയന്ത്രിക്കപ്പെടുന്നവരല്ല, നമ്മൾ തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിന്റെ ജീവനാണല്ലോ പോണത്, നിന്റെ കുട്ടിയുടെ ജീവനാണോ പോണത്, നിന്റെ അമ്മയുടെ ജീവനാണോ പോണത്, നിന്റെ അച്ഛന്റെ ജീവനാണോ പോണത്, നിന്റെ നേതാവാണോ മരിക്കുന്നത്, നിന്റെ പ്രിയപ്പെട്ട ഇണയാണ് നിന്നോട് വിട പറയുന്നത്. പറ്റുമെങ്കിൽ ആ ജീവനെ നീ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവാം. തർജ്ജും സ്വാദക്കയും. നമ്മളൊക്കെ ദുർബലരാകുന്ന രംഗവേദിയാണത്. ഞാൻ പറഞ്ഞത് ഈശ്വരനാണ്, അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആകെ ദൈവം നമ്പുരാൻ പരീക്ഷിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾ നന്മയുടെ പക്ഷത്താണോ തിന്മയുടെ പക്ഷത്താണോ? ശരിയുടെ പക്ഷത്താണോ തെറ്റിന്റെ പക്ഷത്താണോ? ഇരുട്ടാണോ വെളിച്ചമാണോ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ഈ അബലവക്കമയ്യക്കും അഹ്സന അമല. അതിനു വേണ്ടിയിട്ട് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ആ വിഷയത്തിൽ മാത്രമാണ്. മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്, ബോധം തന്നിട്ടുണ്ട്. മറ്റു ജൈവ വസ്തുക്കളില്ലാത്ത ഒരൊറ്റ പ്രത്യേകത മനുഷ്യ, അതിൽ മാത്രമേ ദൈവം ഓപ്ഷൻ തന്നിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, മാതാപിതാക്കൾ, മക്കള്, ദേശം, ഭാഷ, ശരീരം, രൂപം, ഇതിലൊന്നും നമുക്ക് ഒരു ഓപ്ഷനും ദൈവം തന്നിട്ടില്ല. അതേസമയം നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. മദ്യം തിന്മയാണ്, അതുകൊണ്ട് പറ്റില്ല, സമ്മതിക്കില്ല, പാടില്ല. ഇത് പറയാൻ നമുക്ക് കഴിയണം. അതിന്റെ വ്യവസ്ഥയെ നമ്മൾ എതിർക്കണം. അത് കൈകാര്യം ചെയ്യുന്നത് ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യാനിയും, കമ്മ്യൂണിസ്റ്റും, കോൺഗ്രസും, BJPയും, അച്ഛനും അമ്മയും മകളും ആങ്ങളെയും ഭർത്താവും ഒക്കെ ആണെങ്കിലും ശരി, മദ്യം തെറ്റാണ്, അതുകൊണ്ട് സമ്മതിക്കില്ല. രണ്ടർത്ഥത്തിലും തെറ്റാ. ദൈവത്തിന്റെ അടുത്ത് ഗുരുതരമാകുന്നത് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ്? ദൈവത്തിനെന്തോ നാശം ഉണ്ടാകുന്നതുകൊണ്ടൊന്നുമല്ല. പിന്നെന്താ? മദ്യപിച്ചാൽ നിങ്ങൾ കുഴപ്പക്കാരനാവും. അതിന്റെ ഏറ്റവും വലിയ സങ്കടം സഹിക്കേണ്ടി വരും നിങ്ങളെ ഇണയാണ്, തൊട്ടടുത്ത് കിടക്കുന്ന ഇണ. അതിനെയാണ് ഏറ്റവും കൂടുതൽ മദ്യപാനി വേദ്യം ചെയ്യുക. പിന്നെ മക്കളായിരിക്കും. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യവും അവരുടെ സംസ്കാരവും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. കേരളത്തിൽ നടക്കുന്ന കുടുംബചിത്രതകള്, വിവാഹമോചനങ്ങള്, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങള്, മാരക രോഗങ്ങള്, ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് മദ്യമാണ്. ലോകത്തുടനീളം മയക്കുമരുന്ന് മുതൽ വലിയൊരു ശൃംഖല ലഹരിക്കെതിരാണ്. അത് തെറ്റാണ്. ആ തെറ്റ് നമ്മൾ ചെയ്യില്ല. നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും ഒക്കെ പോകുക, എന്നിട്ട് കള്ളു കുടിക്കുക, പാറ നടത്തുക, എന്നിട്ട് എന്താണ് മയക്കുമരുന്ന് കച്ചവടം നടത്തുക, എന്നിട്ട് നിങ്ങൾ ഭയങ്കര ഭക്തന്മാര്, ശബരിമലയ്ക്ക്, വേളാങ്കണ്ണിക്ക്, അതുപോലെ തന്നെ അവിടേക്ക് ഇങ്ങോട്ട്. എന്താ ദൈവം കണ്ണുകൊട്ടനാ? ഈശ്വരൻ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നെറിയോടും, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോയിട്ട് കാണിക്കുകയും വഞ്ചരിപ്പും അതുപോലെ തന്നെ സംഭാവന ഇടുന്നതോടുകൂടി എല്ലാ പ്രശ്നവും പരിഹരിച്ചു. ദൈവം കൈകാര്യം ചെയ്യണം അങ്ങനെയൊന്നുമല്ല. മറിച്ച് നിങ്ങൾ തിന്മകളെ എതിർക്കണം. പലിശക്കെതിരാണ് ദൈവം നമ്പുരാൻ. പലിശക്കെതിരാണ് ദൈവം. പലിശനെല്ലാവരും എതിർത്തിട്ടുണ്ട്. പലിശ അതിഭീകരമാണ്. നിങ്ങൾ പലിശ തിന്നാൻ പാടില്ല. പലിശക്കാരനോട് ദൈവവും പ്രവാചകനോടും മറ്റ് മതക്കാരോടും രാഷ്ട്രീയക്കാരോടും അല്ല യുദ്ധം പ്രഖ്യാപിച്ച്. പലിശ വാങ്ങുന്ന മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റോ അറബിയോ അമേരിക്ക ആരാവട്ടെ, അവരോട് അള്ളാഹു ദൈവം നമ്പുരാൻ പ്രവാചകന്മാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം എന്താ? പലിശ നമുക്കറിയാം. നമ്മുടെ വീട്ടിലെ കുടുംബങ്ങളിലെ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് കടമെടുത്തു, അതുപോലെ തന്നെ പലിശ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് കടമെടുത്തു, എന്നിട്ട് തിരിച്ചടക്കാൻ കഴിയാതെ പെണ്ണിന്റെ ചാരിത്രം മുതൽ മക്കളുടെ അഭിമാനടക്കം വിറ്റ് കൊടുത്തിട്ട് പോലും കടം വീടാതെ കെട്ടിത്തൂങ്ങി വിഷം കൊടുത്ത് ട്രെയിനിന്റെ മുമ്പിലൊക്കെ ചാടിയിട്ട് എത്ര കുടുംബങ്ങളാണ് കേരളത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കേരളത്തിന്റെ കടം, ഇന്ത്യയുടെ കടമൊക്കെ നിങ്ങൾ വേറെ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും വേൾഡ് ബാങ്ക് ADB ഒക്കെ കൂടിയിട്ട് കടം തന്ന് മുടിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒന്നും കടം വാങ്ങുന്നതിന് ഓല് വീട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളാണല്ലോ വീട്ടേണ്ടത്, സമൂഹമാണല്ലോ വീട്ടേണ്ടത്. അതുകൊണ്ട് വലിയ പദ്ധതികൾക്ക് വേണ്ടി കോടികൾ കടമെടുക്കുകയാണ്. കടം തരാൻ അവർക്കൊരു പ്രശ്നമല്ല. ബാങ്കിൽ നിന്നൊക്കെ നമുക്കൊക്കെ എങ്ങനെ മെസ്സേജ് വരും? നിങ്ങൾക്ക് കാറ് വേണം, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം, നിങ്ങൾക്ക് വേറെ കടം വേണോ? എന്താ ബാങ്കുകാർ ഇങ്ങനെ സഹായിക്കാനിരിക്കുന്നത്? നമുക്കൊരിക്കലും ഒരു കട അവർക്ക് പലിശയായിട്ട് അതിന്റെ പലിശ ഇങ്ങനെ അടച്ചു തന്നാൽ മതി. പലിശ തിന്നുന്നവൻ എങ്ങനെയാ ഹിന്ദു അമ്പലവും പള്ളി ചർച്ചും കൊണ്ടുവന്നിരുന്ന കാര്യം അവനെ കിട്ടാൻ പോകുന്നത്? ദൈവം തമ്പുരാൻ അവനെ വെറുതെ വിടൂ. നിങ്ങൾ പലിശ കച്ചവടം നടത്തുക. ആത്മഹത്യ മുതൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതിസന്ധികൾക്കടക്കം കാരണമായ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണമായ പലിശയെ നിലനിർത്തിയിട്ട് അമ്പലവും പള്ളിയും ചർച്ചും പ്രസംഗിച്ചിട്ട് നമ്മൾ നടക്കുക.
ഞാൻ പറഞ്ഞു നിങ്ങൾ പലിശക്കെതിരാവണം. കരിഞ്ചന്ത, കള്ളക്കടത്ത്, കൈക്കൂലി, അഴിമതി, ഇതിനൊക്കെ എതിരാവണം. ഇതൊക്കെ നടത്തുന്നവരെതിരാവണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അത് ഹിന്ദു നടത്തിയാലും മുസ്ലിം നടത്താലും BJP നടത്താലും കോൺഗ്രസോ CPM ആര് നടത്തിയാലും സമ്മതിക്കില്ല. മുഹമ്മദ് നബി വന്നാൽ, ശ്രീകൃഷ്ണൻ വന്നാൽ, അബ്രഹാം വന്നാൽ, യേശു വന്നാൽ ഇവിടുത്തെ പലിശ കച്ചവടത്തിനൊക്കെ അടിച്ചു വീട്ടിച്ച് നിർത്തും, ഉറപ്പ്. അവരല്ലാതെ അമ്പലത്തിലും പള്ളി ആ പലിശ അതവിടെ നടന്നോട്ടെ. നമ്മളിവിടെ അമ്പലത്തിൽ ഉത്സവം നടത്തും, നമ്മൾ ചർച്ച പള്ളിയിൽ നേർച്ച നടത്തും, അതുപോലെ തന്നെ സെമിനാരിയിൽ പള്ളി പെരുന്നാൾ, പള്ളി ചർച്ചിൽ പള്ളി പെരുന്നാൾ നടത്തും. പലിശ അങ്ങനെ നടക്കും, ബാർ ഇങ്ങനെ നടക്കും, അതുപോലെ സെക്സ് പോണോഗ്രാഫി അങ്ങനെ നടക്കും, കള്ളക്കടത്തും കൈക്കൂലും വർഗീയതയും സാമുദായികതയും കലാപങ്ങളും ഒക്കെ നമ്മൾ നടത്തും. ഇതിനൊന്നുമല്ല മഹാപ്രവാചകന്മാർ. ഞാൻ പറഞ്ഞത് വലിയപ്പുലവെക്കും മയ്യക്കും അഹ്സനോമല. മാതാപിതാക്കളോട് നന്നായിട്ട് പെരുമാറണം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത എന്താ? നിങ്ങളെ വീട്ടിൽ അച്ഛനും അമ്മയില്ലേ? അതിന് തുല്യമായിട്ട് വേറെ ആരാളുള്ളത്? അച്ഛനും അമ്മനെ, അച്ഛൻ, വാപ്പ, ഉമ്മ, മമ്മി, ഡാഡി, അത്ത, അണ്ണ എന്നൊക്കെ അമ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനമ്മ. പ്രത്യേകിച്ചും പഴയ കാലത്തൊക്കെ വാപ്പാരും ഉമ്മാരും അച്ഛനും അമ്മയൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മളെ പോറ്റി വളർത്തിയിട്ടുള്ളത്. പട്ടിണി കിടന്ന് അവര് നിന്നാതെ, അവരുടുക്കാതെ, അവരുറങ്ങാതെ മഹാപ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആ മാതാപിതാക്കൾക്ക് നമ്മളിപ്പോ എന്താ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? മാതാപിതാക്കളെ നിന്ദിച്ച്, അവരെ ധിക്കരിച്ച്, അവരെ പരിലാളനകളും ശുശ്രൂഷകളും അവർക്ക് നൽകാതെ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും മേളയും ആഘോഷം നടത്തിയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണത്? മാതാപിതാ ദേവതുല്യ, ദൈവതുല്യരാണ് മാതാപിതാക്കൾ. ബൈബിളിലെ 2ാമത്തെ കൽപ്പനയാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. 1ാമത്തെ കൽപ്പന യഹോവയെ പ്രമാണിക്കാനാണ്. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ കരുത്തോടെ യഹോവയെ പ്രമാണിക്കുക. 2ാമത്തേത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഖുർആൻ എടുത്ത് പരിശോധിച്ചാലും ഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. ആദ്യം നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുക. പ്രപഞ്ചത്തിൽ നിങ്ങൾ ആദ്യം അംഗീകരിക്കേണ്ട ദൈവത്തിനാണ്. പിന്നെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? മാതാപിതാക്കളോട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പെരുമാറുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പെരുമാറുക. നമ്മുടെ അച്ഛനമ്മമാരോട്, വാപ്പയോട്, ഉമ്മയോട്, നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളോട് എങ്ങനെയാണ് പുതിയ തലമുറ ഇനി പെരുമാറാൻ പോകുന്നത്? ഇനിയിപ്പോ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പയും അമ്മയൊന്നും ഉണ്ടാവില്ല, അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല, ഇണകൾ ഉണ്ടാവില്ല. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ആങ്ങളെയും പെങ്ങളും ഇണയൊന്നും ഇല്ലാതെ ആരും ആണും പെണ്ണും, ആണും പെണ്ണും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് കളിയാവാം. മൃഗങ്ങളെ മാതിരി. മൃഗങ്ങൾക്ക് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, മകനെ, മകളെ, സഹോദരി, ഇണയൊന്നുമില്ലല്ലോ, എന്തോ ആവാം. ഇതിനാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അത് ഇസ്രായേലിന്റെ സാധന. വ്യഭിചാരം, അശ്ലീലത, അനാശാസ്യത, നെറികേടുകൾ, ആ വളരെ വലിയ വൃത്തികേടുകള് ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയൊക്കെ മറവിലൂടെ ഒളിച്ചു കടന്നാൻ ശ്രമിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇനി അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല. അച്ഛനും അമ്മ എന്ന് പറഞ്ഞത് ആരാ? വാപ്പാനും ഉമ്മാനും. ഖുർആൻ ഒരു ഭാഗത്ത് പറയും കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം. അതിന് 2 അർത്ഥം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, ഈ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ കോഴികളൊക്കെ ഉണ്ടാവില്ലേ? കോഴികളൊക്കെ ഈ കീരിയോ പാമ്പോ അല്ലെങ്കിൽ കാറ്റും മഴയൊക്കെ വന്നാല് സ്വന്തം കുട്ടികളെ ചിറകിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കും. അതിനാണ് അറബിയിൽ ജനാഹദുല്ലി എന്ന് പറയുന്നത്. ചിറക് താഴ്ത്തി നിങ്ങൾ പേടിക്കണ്ട, ഞാനുണ്ട്, അമ്മയുണ്ട്, ഈ ചിറകിന്റെ ഉള്ളിൽ നിങ്ങൾ കൂടിക്കോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ചിറകിന്റെ ഉള്ളിലേക്ക് കുട്ടികളെ കൂട്ടിപ്പിടിക്കുന്നതിനാണ് അറബിയിൽ ജനാഹദുല്ലി. വാത്സല്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ ചേർത്ത് പിടിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. ഒരർത്ഥതാണ്. 2ാമത്തത്, നമ്മളെ കോഴികളൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? കോഴിയും കാക്കയും കുയിലും ഒക്കെ എന്താ ചെയ്യുക? കുട്ടികളൊക്കെ നല്ലോണം കൂട്ടിൽ വെച്ച് വിരിയിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പോറ്റി വളർത്തി കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കാക്കയും കുയിലും കോഴിയും ഒക്കെ ചിറകടിച്ചിട്ട് കൂട്ടുന്ന പാറിപ്പോവും. പിന്നെ അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ചിറക് മുളക്കുമ്പോൾ, ചിറക് വലുതാവുമ്പോൾ USA-യിലേക്ക്, ഗൾഫിലേക്ക്, അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, എന്നിട്ട് അച്ഛനും അമ്മയും വൃദ്ധസദനത്തില് നമ്മളെ ചിറകും വരുത്തിയിട്ട് നമ്മൾ പറക്കുകയാണ്. ദൈവം നമ്പുരാൻ പറയാം, നിങ്ങൾ ചിറക് താഴ്ത്ത്, നിങ്ങൾക്ക് പറക്കാൻ ആകാശം അന്തരീക്ഷമൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടില് തലോടൽ ആഗ്രഹിച്ച്, സ്നേഹം ആഗ്രഹിച്ച്, ഒരു തണൽ ആഗ്രഹിച്ച്, ഒരു സ്നേഹം കൊതിച്ച് നിങ്ങളുടെ അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും മമ്മിയും ഡാഡി ഇരിക്കുന്നുണ്ട്, നിങ്ങളെ ചിറക് നിങ്ങൾ താഴ്ത്തി വെക്കുക. തൽക്കാലങ്ങൾക്ക് പറക്കാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറന്നാ മതി. അച്ഛനോടും അമ്മനോടും മാന്യമായിട്ട് പെരുമാറാതെ എന്ത് വഴിപാടും കുമ്പസാരവും നേർച്ച നടത്തിയിട്ടാണ് ഞാനും നിങ്ങൾ തടി രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇണകളോട്, മക്കളോട്, അയൽപക്കക്കാരോട്, നാട്ടിലുള്ളവന്. ഞാൻ പറഞ്ഞത് നന്മ എന്ന് പറയുന്നത് നന്മ തന്നെയാണ്. സത്യം, സത്തായിട്ടുള്ളത്, ഹക്കായിട്ടുള്ളത്, നീതിയും സത്യവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇപ്പൊ ദൈവത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത് സത്യവും നീതിയും മൂല്യവും നന്മയും അംഗീകരിക്കാതെ അല്ല, ആഘോഷം, ആചാരം, ആരാധനയും നടത്തുക എന്നുള്ളതല്ല ദൈവത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം. മറിച്ച് ഞങ്ങൾ ശരിയുടെ പക്ഷത്തെ നിൽക്കൂ, നന്മയുടെ പക്ഷത്തെ നിൽക്കൂ. നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മുടെ സ്വന്തം ബുദ്ധിയെയും ബോധത്തെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചു.
എനിക്ക് നിങ്ങൾക്ക് എന്തു ആവാം. കംസനാവാം, രാവണനാവാം, ദുശാസനാവാം, ഫറോവയാവാം, ഗോഡ്സയാവാം, കള്ളക്കടത്തും കൈക്കൂലും കരിഞ്ചന്തയും പേഴ്ത്തിവെപ്പും പൊൻവാണിപ്പവും പോസ്കോയും അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം. ചെയ്താൽ എന്താ? അവസാനം തീരും. കാലാകാലം ഇതായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകും. എവിടേക്കാണ് ഈ തിരിച്ചു പോക്ക്? ദൈവത്തിന്, അള്ളാഹുവിന്റെ മുമ്പിലേക്കാ, ഈശ്വരന്റെ മുമ്പിലേക്കാ. മരണം അവസാനമല്ല, മരണം തുടക്കമാണ്. മരണം യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാതെ ചരിത്രത്തിലെ ഒരു പുസ്തകങ്ങളും പോയിട്ടില്ല. നിങ്ങള് പ്ലാറ്റോയുടെ റിപ്പബ്ലിക് മുതൽ സെന്തവസ്ഥയും തിരുക്കുറളും ധർമ്മപദവും ഗീതയും ഭാഗവതവും അതുപോലെ തന്നെ ഖുർആനും ബൈബിളും ഒക്കെ നിങ്ങൾ വായിച്ചു നോക്ക്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയാതെ വരാരും പോയിട്ടില്ല. ഇന്നത്തെ ഭൗതിക ശാസ്ത്രം മാത്രമാണ് അതിനെ അവഗണിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ എന്താവുന്നില്ല കുറിച്ച്. പക്ഷെ പ്രവാചകന്മാർ, പുണ്യപുരുഷന്മാർ, ഹതോവേ പ്രാപ്സ്യസി സ്വർഗം, നമ്മൾ പറഞ്ഞില്ലേ, നീ എന്താണ് രക്തസാക്ഷിയായാൽ നിനക്ക് സ്വർഗം കിട്ടും. ദൗഭൂത സർഗവ് ലോകസ്മിൻ, ലോകത്ത് 2 തരം ആളുകളാണുള്ളത്. ദൈവാസുര ഏവത, ദൈവഗുണമുള്ളവരും എന്താണ് പൈശാചിക ഗുണമുള്ളവരും. അങ്ങനെയുള്ളതല്ല ഹിന്ദു, മുസ്ലിം, അമേരിക്ക, അറബി എന്നൊന്നും പറഞ്ഞ് ദൈവം നമ്പുരാൻ മനുഷ്യനെ തിരിച്ചിട്ടില്ല. ഒന്ന് നല്ല മനുഷ്യന്മാര്, ഒന്ന് കെട്ട മനുഷ്യന്മാര്. ഇതല്ലാതെ വേറെ ജാതി, മതം, സമുദായം, വർഗം എന്നൊന്നും പറഞ്ഞിട്ട് ഒരാളും തിരിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നത് ദൈവീ സമ്പതി മോക്ഷായാം, ദൈവമാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം നേടിയെടുക്കാം. നിബന്ധയായ സുരീമത, നിങ്ങൾ ശൈത്താൻ പൈശാചികവൽക്കരിക്കുക, അസുരന്മാരായി നിങ്ങൾ മാറിയാൽ നിങ്ങൾ ബന്ധിക്കപ്പെടും, നിങ്ങൾ നരകത്തിലെറിയപ്പെടും. എല്ലാ വേദഗ്രന്ഥങ്ങളും ഇത് ഇപ്പോ ഇന്നലെ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞ ഈ 2-3 ദിവസം മുമ്പ് പ്രവാചകൻ ഇസ്രാ മിറാജ് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആകാശ ലോകത്തേക്ക് സഞ്ചരിച്ചതിന്റെ വലിയ കഥകൾ വിശദീകരിക്കലുണ്ട്. മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ ഒരു രാത്രി കൊണ്ട് ആകാശ ലോകത്തൊക്കെ തീർത്ഥാടനം ചെയ്ത ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വർഗവും നരകവും ഒക്കെ ദൈവം നമ്പുരാൻ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ നരകത്തിലും സ്വർഗത്തിലും ഒക്കെയുള്ള കാഴ്ചകൾ, അപ്പൊ നരകത്തിലെ കാഴ്ചകൾ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 4-5 കാഴ്ചകളാണ് പ്രാധാന്യത്തോടു കൂടി മുഹമ്മദ് നബിക്ക് നരകത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നത്. എന്താ ഈ നരകത്തിൽ കാണുന്ന കാഴ്ച? ഒന്ന്, ഒരു ചങ്ങാതി, അവന് ഒരു ഭയങ്കര ഒരാള് കിടക്കുകയാണ്. അപ്പോ ഒരു മാലാഖ അല്ലെങ്കിൽ ഭൂതം അല്ലെങ്കിൽ മലക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്? വലിയ കല്ലെടുത്തിട്ട് ഇയാളെ തലയിലേക്ക് ഇടണം. ആ തല ഇങ്ങനെ പൊട്ടിപ്പൊളിയും ഈ കല്ല് ഇട്ട് ഇയാളെ തലയിലേക്ക് ഇടുമ്പോൾ. എന്നിട്ട് ആ കല്ല് ഉരുണ്ട് താഴേക്ക് പോകും. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇയാള് ഈ കല്ലിട്ട് താഴെ എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോഴേക്ക് തല പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത പോലെ വീണ്ടും ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ശരിയായി വന്ന പോലെ ശരിയായിട്ട് വരും. അപ്പോഴും ഈ കല്ലെടുത്തിട്ട് ഇയാളെ തലയിലേക്ക് ഇടും. അപ്പോ മുഹമ്മദ് നബി ഉപ്പുള്ള മാലാഖയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ദൈവം ഇയാൾ ഇങ്ങനെ ശിക്ഷിക്കാനുള്ള കാരണം? അപ്പൊ അതിന് പറയുന്നത് ഇയാൾ വേദം പഠിച്ചവനായിരുന്നു. ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ പഠിച്ചിട്ട് അതിന് കടകവിരുദ്ധമായി പ്രവർത്തിച്ച ആളാണ് ഇയാള്. എന്താണ് അതിലൊക്കെ പറഞ്ഞ മൂല്യങ്ങൾ, നന്മകൾ, ശരികൾ, അതിനെതിരെ നിന്നിട്ട് അതിനെതിരെ അപകടകരമായ നിലപാടുകൾ സ്വീകരിച്ച ആളാണ് ഇയാൾ. അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന ശിക്ഷയാണത്. അല്ലാതെ അമ്പലത്തിലെ പൂജയ്ക്ക് വന്നില്ല, ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് വന്നില്ല, അതുകൊണ്ടാന്നല്ല, അതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ പോകണം. പക്ഷെ അയാളെ പ്രശ്നം ദൈവത്തിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് കഴിഞ്ഞ ആളായതുകൊണ്ട്, വേദങ്ങളെ ധിക്കരിച്ച ആളായതുകൊണ്ട്, കിതാബ് ഖുർആൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട് അയാൾക്കുണ്ടാകുന്ന ശിക്ഷയാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത് കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അയാളുടെ ഈ കവിളിലൂടെ കൂർത്തുമൂർത്ത ഒരു സാധനം, ഒരു ഇരുമ്പ് പാര കയറ്റിയിട്ട് പകുതി വെച്ചിട്ട് ആ തലയോടെ പകുതി എത്തുമ്പോൾ അത് വലിച്ചു പൊളിക്കുകയാണ്. അങ്ങനെ തല പൊളിയാണ്, കണ്ണും കവിളും ഒക്കെ പൊളിഞ്ഞ് 2 ഭാഗത്തായി. പിന്നെ ഇടതുവശത്തും കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോ മുഹമ്മദ് പ്രവാചകൻ ചോദിച്ചു, ഇതെന്താ ഇയാൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം? അപ്പൊ ഇയാള് നുണ പറയുന്നവനായിരുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. നമ്മുടെ BBC, നമ്മുടെ CNN, നമ്മുടെ ജനൻ TV, നമ്മുടെ ഏഷ്യാനെറ്റ്, നമ്മുടെ ബാലരമ, നമ്മുടെ മനോരമ, നുണ പറയുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസം, ശാസ്ത്രം, സിനിമ, കാശ്മീർ ഫയല്, അങ്ങനെ ഉണ്ടല്ലേ, DMK ഫയല്, ആ അധികാര കേന്ദ്രങ്ങൾ പറയുന്ന നുണകൾ പറയുന്നതിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വിദ്യാഭ്യാസ, ശാസ്ത്ര, രാഷ്ട്രീയ, മത, ഈ രാഷ്ട്രീയക്കാരൻ നുണ പറയുക, കള്ളണ, വർഗീയതയും സാമുദായികതയൊക്കെ. ബാബറി മസ്ജിദിന്റെ വിധി നുണയാണ്, ഒരു സംശയമല്ല. കോടതി പറഞ്ഞാണല്ലോ, ഒരിക്കലും തെളിവില്ല. ഒരു പ്രമാണമില്ലാത്തൊരു കാര്യത്തിലാണ് കോടതി വിധി പറഞ്ഞത്. പക്ഷേ ഈ നാടിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് വിധി പറയുന്നത്. ഞാൻ വാപ്പിയിൽ നിന്നത് കണ്ടെത്തി, ഒരു തെളിവില്ല, അതിന് ഒരു തെളിവില്ല. പച്ച കള്ളമാണ്. സത്യമാണെങ്കിൽ സത്യം വിജയിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ കള്ളത്തിന്, സംഘപരിവാർ കള്ളത്തിനെ പറഞ്ഞിട്ടുള്ളൂ. ഗാന്ധിയെ, ഇന്ത്യ വിഭജനം മുതലൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ. ആ നുണ ആരും, ഞാൻ പറഞ്ഞു, മുസ്ലിം നുണ പറഞ്ഞാലും ഹിന്ദു നുണ പറഞ്ഞാലും ക്രിസ്ത്യാനി നുണ പറഞ്ഞാലും CPM-ഉം കോൺഗ്രസും അമേരിക്കയും അറബിയും ആര് നുണ പറഞ്ഞാലും മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ
അധികാരത്തിന്റെ പേരിൽ മീഡിയ, സിനിമ, കല, സാഹിത്യം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നുണ പറഞ്ഞവൻ, അവന് ലഭിക്കുന്ന ശിക്ഷയാണിത്. എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ശിക്ഷിക്കപ്പെടാത്ത, രക്ഷിക്കപ്പെടാത്ത ഒരു ലോകമല്ല അവിടെ എന്ന് പറയുന്നത്. മൂന്നാമത് വേറെ കൂട്ടരെ കാണുന്നുണ്ട്. ആ കൂട്ടർ ഒരാള് രക്തപ്പുഴയാണ്, അതിലൂടെ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാള് ഭയങ്കര ഒഴുക്കുള്ള ഒരു രക്തത്തിന്റെ പുഴ. അയാളെ അതിൽ നിന്ന് നീന്തി കരയിലേക്ക് കയറാൻ ശ്രമിക്കും. അപ്പൊ കരയിൽ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഇയാളെ കരയിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വലിയ കല്ലെടുത്തിട്ട് അയാളുടെ തലയിലേക്ക് ഇടും. അയാൾ വീണ്ടും വെള്ളത്തിൽ തന്നെ മുങ്ങിയിട്ട് കുറെ ഒഴുക്കിലും ചുടിയിലും ഒക്കെ പെട്ട് കുറെ ദൂരത്തേക്ക് പോകും. വീണ്ടും അയാളെ നീന്താൻ ശ്രമിച്ച് ഇങ്ങോട്ട് വരും. അപ്പോഴും ഈ കല്ലിങ്ങനെ ഇടും. അപ്പോ മുഹമ്മദ് നബി ചോദിച്ചു, ഇതെന്താ ഇതിന്റെ കാരണം? ഇയാൾ എന്താണ് ഇങ്ങനെ? ഇയാള് IMF ആണ്, ഇയാള് ADB ആണ്, ഇയാള് പലിശ കച്ചവടക്കാരനാണ്, പലിശ തിന്നവനാണ്. മനുഷ്യരുടെ രക്തം ഊറ്റിക്കുടിച്ച് വളർന്ന അഖില ലോക പലിശ ബാങ്കുകൾ മുതൽ ഇവിടുത്തെ ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യാനിയും, കമ്മ്യൂണിസ്റ്റും, കോൺഗ്രസും BJP ഒക്കെ ഉണ്ടാവും. രക്ഷപ്പെടൂല കേട്ടോ. നിങ്ങൾ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല. മരണാനന്തര ജീവിതത്തിൽ ദൈവം നമ്പുരാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഈ പലിശ കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ മുതൽ മാങ്കോട് ആരെങ്കിലും പലിശന്റെ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുകയല്ല, ഉറപ്പല്ലേ? നിങ്ങളെ പലിശ ഉണ്ടോ, കള്ളക്കടത്തുകൊണ്ടോ, കൈക്കൂലി ഉണ്ടെന്ന് നമ്മൾ മരണത്തെ അതിജീവിക്കില്ല. ദൈവത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലും. ഞാൻ പറഞ്ഞു, പലിശ വാങ്ങുന്നവരെയാണ് നിഷ്ഠുരമായി ശിക്ഷിക്കുന്നത്. വേറെ ശിക്ഷ കാണുന്നുണ്ട്. വലിയ എന്താണ്, ഇരുമ്പ് ചെമ്പ്, വലിയ പാത്രം, അത് തീയിലിട്ടിട്ട് തിളക്കുകയാണ്. അടിയിൽ തീ കത്തിക്കുന്നു. ആ പാത്രത്തിൽ കടന്നിട്ട് കുറെ മനുഷ്യന്മാര് വെന്ത് തിളച്ച് മറിയാണ്. ഒന്നിനും ശരീരത്തിൽ ഉടുതുണിയൊന്നുമില്ല. ഒന്നായിട്ട് തീയിങ്ങോട്ട് കത്തുമ്പോ ഒന്നായിട്ട് തെറിച്ച് വലിയ തീയിൽ പൊട്ടിത്തെറിക്കണ പോലെ ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് ഇങ്ങോട്ട് അരച്ചു വരും. എന്നിട്ട് ആ തീ താഴുമ്പോ താഴേക്ക് തന്നെ പോകും. അപ്പോ മാലാഖയോട് ചോദിച്ചു മുഹമ്മദ് നബി, ഇതെന്താ കാഴ്ച? ഇവര് വ്യഭിചാരികളാണ്, ഇവര് വ്യഭിചാരിണികളാണ്, ജെൻഡർ ന്യൂട്രാലിറ്റിന്റെ ആളുകളാണ്. 12 വയസ്സ് കഴിഞ്ഞാൽ ഉഭയകക്ഷി സമ്മതത്തോടെ ആരും എവിടെയും എങ്ങനെ എന്തും ആവാം എന്ന് പഠിപ്പിച്ച നെറികെട്ട അശ്ലീലതയുടെ, അനാശാസ്യതയുടെ. നിങ്ങളുടെ മൊബൈലൊക്കെ അല്ലേ? നമ്മുടെ കുട്ടികളൊക്കെ രക്ഷപ്പെടാൻ കുറച്ച് സമയമെടുക്കും. കാരണം സെക്സ് പോണോഗ്രാഫി, അതിനപ്പുറത്തേക്ക് തുടങ്ങുന്ന ചാറ്റിങ്, അതിന് അങ്ങനെ കിട്ടി തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമും എന്താണ് വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു തലമുറ കയറി ഇറങ്ങി പോകുന്ന ലോകമുണ്ട്. ഇപ്പൊ സ്കൂളിലും കോളേജ്, ഞങ്ങളുടെ നാട്ടില് ഒരു സ്കൂളിന്റെ അടുത്ത് ഒരു ബോർഡ് വെച്ചിരിക്കണം. കൂണിപ്പടിയിലും വീട്ടിന്റെ ഈ ഇതിന്റെ മൂലയിലും ഒക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ചുംബനവും കെട്ടിപ്പിടുത്തമൊന്നും ഇവിടെ വേണ്ട. അതിന് കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ പോയിട്ട് നടത്തിയാൽ മതി. ഇവിടെ അതിന് നമ്മൾ സമ്മതിക്കില്ല. നിങ്ങൾ 18 വയസ്സായാലും വേണ്ടിയില്ല, 13 വയസ്സായാലും വേണ്ടിയില്ല. ആ പണിയെടുത്തിട്ട് ഈ ക്യാമ്പസിന്റെ പേരിൽ ഞങ്ങളെ കടയുടെയും കൂണിപ്പടിയുടെയും ഉടവുകളും കെട്ടിടത്തിന്റെ മറവിലൊക്കെ നിന്നിട്ട് ഈ കളി കളിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനൊക്കെ ആഗ്രഹമാണെങ്കിൽ കല്യാണം കഴിച്ച് നിങ്ങൾ പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കോ. ഈ നാട്ടിൽ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. രക്ഷിതാക്കൾക്ക് ബോർഡ് വെക്കേണ്ട ഗതികേട് വരെയാണ്. കോളേജ് സ്കൂളും വിട്ടിട്ട് കുട്ടികൾ പോണില്ല, സമയം കിട്ടിട്ടും പോണില്ല. നമ്മുടെ 5 വയസ്സ് മുതൽ 22, 27 വയസ്സുള്ള ആൺകുട്ടിനെയും പെൺകുട്ടിനെയും ഒക്കെ ഒന്നുമല്ലാതെ ചവറാക്കുന്ന അശ്ലീല അനാശാസ്യ ആഭാസതരങ്ങൾ. മൊബൈലുണ്ടോ കുടുങ്ങി. ജിയോ TV വെറുതെ തന്നൊന്നുമല്ല, ഒന്ന് സംഘപരിവാരത്തിന്റെ നുണകളെ പ്രചരിപ്പിക്കാൻ. രണ്ടാമത്തത് അമേരിക്കയും ഇസ്രായേലും ഉടലുന്ന സെക്സ് പോണോഗ്രാഫിയിൽപ്പെട്ട് പിന്നെ വിപ്ലവമൊന്നും ഉണ്ടാവില്ലല്ലോ. വെറും സുഖിയന്മാരും ആഘോഷ കമ്മിറ്റിയും തമ്മാടികളായിട്ട് നമ്മൾ മാറിയാൽ പിന്നെന്ത് കൃഷ്ണൻ, പിന്നെന്ത് ഗാന്ധി, പിന്നെന്ത് മുഹമ്മദ്, എന്ത് മാർക്സ്, ഒരു പോരാട്ടത്തിനുണ്ടാവില്ല. ഈ നെറികേടുകൾക്കൊക്കെ വീണു കൊടുക്കുന്ന അശ്ലീലതയും അനാശാസ്യതയും വ്യഭിചാരവും നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവർ. അവർക്കുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇത് ഖുർആൻ പറഞ്ഞു, ഈ മുഹമ്മദ് നബിയും ജീസസും രാമനും കൃഷ്ണനും എന്തോ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളോട് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാ നാളെ മരണാനന്തര ജീവിതത്തിൽ ഞാൻ പറയുന്നത്. മരണാനന്തര ജീവിതം നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രതിഫലമാണ്. ശരിയും തെറ്റും വളരെ കൃത്യമായിട്ട് അവിടെ അന്വേഷിക്കപ്പെടും. അതിൽ ജാതി ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ കഴിയില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സാക്ഷാൽ ദൈവത്തെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരാബുദു റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച ഈശ്വരനെ, നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ അംഗീകരിച്ച് അനുസരിച്ച് അടിമപ്പെട്ട് ആരാധിച്ച് അവരെ മാത്രം വഴങ്ങി നിങ്ങൾ മുന്നോട്ട് പോവുക. അവരുടെ സിദ്ധാന്തങ്ങൾ, ദൈവത്തിന്റെ ആശയങ്ങളാണ് മഹാപ്രവാചകന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനാണ് വേദങ്ങൾ, പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ്. അതിനുശേഷം വേറൊരാൾ വന്നിട്ടില്ല. അവസാനത്തെ വേദമാണ് ഖുർആൻ. നിങ്ങൾക്ക് ഖുർആനെയും മറ്റു വേദങ്ങളെയൊക്കെ വളരെ വലിയ സൗമ്യതയോടെ സംവാദത്തിന്റെ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനങ്ങൾക്ക് നമ്മൾ വിധേയമാക്കണം. നമ്മുടെ യുക്തിയെ പരിഹസിക്കുന്ന, നമ്മുടെ ചിന്തയെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ വിജ്ഞാനത്തിന് നമുക്ക് പറ്റാത്തെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തന്നല്ല. സത്യത്തിനും നീതിക്കും യുക്തിക്കും ചേരാത്തതാണെങ്കിൽ
അത് രാഷ്ട്രീയക്കാരനും മതപൗരോഹിത്യവും കള്ളക്കടത്ത് നടത്തി എഴുതി വെച്ചതാ. അത് ദൈവവചനങ്ങളാവില്ല, അത് കള്ളത്തരങ്ങളും അസഭ്യങ്ങളും അനാശാസ്യതകളും. അതിനെ മാറ്റിവെക്കുക. അതിന്റെ അപ്പുറം സ്വതന്ത്രമായി പഠിച്ച് ആ മഹാപ്രവാചകന്മാരുടെ വേദങ്ങളെയും സിദ്ധാന്തങ്ങളെയും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് ജീവിതത്തിന്റെ വിജയം ഇഹലോകത്തല്ല. ഗാന്ധി തോറ്റിരിക്കുകയാണ്, ഇവിടെ ജയിച്ചിട്ടില്ലല്ലോ. ഗാന്ധിക്ക് ജയിക്കണ്ടേ? ആരാ ജയിച്ചിട്ടുള്ളത്? അഭിമന്യു തോറ്റു, ഏകലവ്യം തോറ്റു, അതുപോലെ തന്നെ യഹൂദന്മാർ തോറ്റു, ഇപ്പൊ മുസ്ലിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളം ഗസയിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പോലും ഇപ്പൊ ഇനി തോൽക്കുമെന്നുള്ളത്. തോൽക്കാന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലാണ്. ഒരു മുടക്കമില്ലാതെ അമ്പലവും പള്ളിയൊക്കെ അടിച്ച് കയറി തകർക്കുകയാണ്. പള്ളി, അമ്പലവും ചർച്ചയൊക്കെ കൈ വെക്കാൻ എത്രമാത്രം നമ്മൾ ആലോചിക്കണം. അമ്മമാരെ പോലെ, ഇണകളെ പോലെ വിശുദ്ധമായ സ്ഥാപനങ്ങളാണ് ആരാധന. ഞാൻ അവസാനിപ്പിക്കാം, അതുകൊണ്ട് പറഞ്ഞു. പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശരിയായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ദൈവം നമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ദൈവത്തിന് മാത്രമേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. വേറെ ഒരു കംസനെയും ഹിറ്റ്ലറെയും മുസോളിനെയും ഗോഡ്സെനെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവരും നമ്മളെ പോലെ തന്നെയാണ്. ഈ പ്രധാനമന്ത്രിയും പ്രസിഡന്റും കോടതിയും പോലീസും ശാസ്ത്രജ്ഞനും ബുദ്ധിജീവിയും ഒക്കെ ദൈവത്തിന് മുമ്പിലേക്ക് തന്നെയാണ് വരാൻ പോണത്. അവിടെ അവർക്കൊന്നും പ്രത്യേകിച്ചൊരു അധികാരമില്ല. ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, അതുകൊണ്ട് രക്ഷിക്കപ്പെടും, അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കപ്പെടും. അതിനൊന്നും ദൈവം വിടില്ല, ഒരാളും വിടില്ല. മനുഷ്യൻ അവൻ സ്വയം ചെയ്ത പാപ പുണ്യങ്ങളുടെ ഫലമനുഭവിക്കുന്ന പ്രദേശമാണത് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി നിർത്തുക. നാളെ നമ്മൾ മരിക്കുകയാണെങ്കിൽ മനസ്സമാധാനത്തോടുകൂടി യാത്ര പോകാൻ നമുക്ക് പറ്റണം, സന്തോഷത്തോടുകൂടി പോകാൻ കഴിയണം. എന്റെ ജീവിതം അർത്ഥവത്തായിരുന്നു, ത്യാഗപൂർണമായിരുന്നു, വിശാലമായിരുന്നു, മൂല്യമുള്ളതായിരുന്നു, സത്യമുള്ളതായിരുന്നു, ന്യായത്തിലായിരുന്നു. ഞാൻ വർഗീയവാദിയും സാമുദായികവാദിയും ജാതിവാദിയും പാർട്ടിവാദിയും മതവാദിയും ഒന്നുമല്ല. മനുഷ്യനായിരുന്നു ഞാൻ. മനുഷ്യത്വത്തെ പ്രതിനിധീകരിച്ച ആളായിരുന്നു, നന്മയെ പ്രതിനിധീകരിച്ച ആളായിരുന്നു. ദൈവത്തിനെയും പ്രവാചകന്മാരെയും അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എന്ന് പറയാൻ. അങ്ങനെ എല്ലാതും ജീവിക്കാം, പക്ഷേ അതുകൊണ്ട് രക്ഷപ്പെടാൻ പോണില്ല. എന്ത് സംഭവിച്ചാൽ അവസാനം ഞാൻ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു വിളിക്കപ്പെടും. ആ ദൈവത്തിന്റെ മുമ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നമ്മെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാൻ, നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെയും നമ്മുടെ അച്ഛനമ്മമാരെയും നമ്മുടെ ഇണകളെയൊക്കെ ആ അർത്ഥത്തിൽ യാത്ര അയക്കാനാണ് കഴിയേണ്ടത്. അവസാനത്തൊരു യാത്രയപ്പം നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടത്? എവിടേക്കാണ് അവർ പോകുന്നത് നാളെ മരണാനന്തര ജീവിതത്തിൽ? ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. എവിടേക്കാണ് നമ്മൾ അവർ എത്തിക്കേണ്ടത്? നമ്മളിൽ നിന്ന് മരിച്ചു വിട പറയുന്ന ആളുകളെ എവിടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്? സ്വർഗത്തിലേക്ക് എത്തിക്കണം. ദൈവത്തിന്റെ രക്ഷയിലേക്ക് അവരെത്തിക്കണം, മോക്ഷത്തിലേക്ക് എത്തിക്കണം. അവർക്ക് അവിടെ ഏറ്റവും അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനെന്ത് ചെയ്യണം? നന്മയുടെ പക്ഷത്തും സത്യത്തിന്റെ പക്ഷത്തും നീതിയുടെ പക്ഷത്തും പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും പക്ഷത്തു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ജമാഅത്തെ ഇസ്ലാമി പറയുന്നതിന്റെ ആകത്തുക ഇതാണ്, മർമ്മം ഇതാണ്. ദൈവത്തെ അംഗീകരിക്കുക, വേദങ്ങൾ അനുസരിച്ച് ജീവിക്കുക, പ്രവാചകന്മാരെ പിൻപറ്റുക, ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം കാണുക. ജാതി മതം വർഗവും സമുദായമൊന്നുമല്ല, മനുഷ്യരാണ്. എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പശു മനുഷ്യനെ തിന്നുന്ന നാടാണ്. പശുവിന്റെ പേരിൽ കൊല്ലുക. വെജിറ്റേറിയൻ അല്ല ഇന്ത്യയിലെ പശു. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ, മനുഷ്യനെ തിന്നുന്ന പശുവാണ് ഉത്തരേന്ത്യയിലുള്ളത്. അറിയോ നിങ്ങൾ? പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുക. എന്താണ് നമ്മൾ തിന്നേണ്ടത്? ഏതാണ് നമ്മൾ കഴിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ജയ് ശ്രീറാം വിളിക്കുക, അല്ലെങ്കിൽ ജയ് ശ്രീറാം അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ എന്തിനതൊക്കെ വിളിക്കണത്? ഇവിടുത്തെ കള്ളുഷാപ്പൊക്കെ ജയ് ശ്രീറാം വിളിച്ചിട്ട് നമ്മൾ പോകുന്നില്ലല്ലോ. നമ്മുടെ അമ്മയെ വർദ്ധിക്കുന്ന, നമ്മുടെ പെങ്ങളെ വർദ്ധിക്കുന്ന, നമ്മുടെ കുട്ടികളുടെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബാറിലേക്കും ഒരു തിയേറ്റർ ഒരു കള്ളുഷാപ്പിലേക്കും ജയ് ശ്രീറാം വിളിച്ചിട്ട് പോകാൻ കഴിയാതെ പള്ളിയിലേക്കും അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ സ്ഥാപനത്തിലേക്കും ജയ് ശ്രീറാം വിളിക്കുന്നത് ശ്രീരാമനായിട്ട് എന്ത് ബന്ധമാണ് ഇതിനുള്ളത്? അധികാര രാഷ്ട്രീയത്തിന്റെ താല്പര്യങ്ങളല്ലാതെ. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റണില്ല. എങ്ങോട്ട്? തിന്മയുടെ ഒരു സ്ഥാപനത്തിലേക്കും ആരാധനാലയങ്ങളിലേക്കും മറ്റ് മതവിശ്വാസങ്ങളുടെ മുകളിലേക്കാണ് പോകാൻ. ഇത് എന്ത് കളിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത്രയും അപകടകരമായ സാഹചര്യങ്ങൾ. അമ്പലവും പള്ളിയും വീടുകളും പള്ളികളും മദ്രസകളും ഒക്കെ തകർക്കുക. നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഇതാണ്. ആരാണ് ഇവരെ വിടുക? ഇവരെങ്ങനെയാണ് രക്ഷപ്പെടുക? എന്ത് അധികാരം ഉണ്ടായിട്ട് നാളെ ദൈവത്തിന് മുമ്പിലേക്ക് എന്ത് ചെന്നിട്ടാണ് തിരിച്ചു പോവുക? ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങളിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ അകത്തളങ്ങളിൽ പോലും, കേരളം ഇതൊക്കെ കുറച്ചുകൂടി വ്യത്യസ്ത, പക്ഷെ കേരളത്തിൽ പോലും ഇപ്പൊ വമ്പിച്ച സാമുദായിക ജാതീയ മത ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആ വശങ്ങളിലേക്ക് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവരോട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്.
ഒന്ന്, നിങ്ങൾ മാന്യമായിട്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കണം. ഇസ്ലാം എന്താണ് എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളോട് പറയാനുള്ള വർത്തമാനം അതാണ്. ഒരു സാമ്പ്രദായിക, സാമുദായിക, ജാതീയ, മത സ്വഭാവത്തിൽ അതിനെ കാണുന്നതിന് പകരം എന്താണ് ഇസ്ലാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്, എന്താണ് നിങ്ങളും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിനൊരു വ്യത്യാസം ഉണ്ടാവണ്ടേ? കോൺഗ്രസിന് BJP എന്നൊരു വ്യത്യാസം ഉണ്ടാവണ്ടേ? BJPക്ക് അവരിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവണ്ടേ? ആ വ്യത്യാസത്തിലാണല്ലോ നിലകൊള്ളുന്നത്. ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ വ്യത്യാസം? നമ്മളും പലിശ കച്ചവടക്കാർ, നമ്മളും പെൺവാണിപ്പക്കാർ, നമ്മളും കൈക്കൂലിക്കാർ, നമ്മളും കള്ള കച്ചവടക്കാർ, അതിനേക്കാൾ വിശുദ്ധരായിട്ട് മറ്റുള്ളവർ താമസിക്കും. ഇങ്ങോട്ട് നമ്മൾ മുസ്ലിങ്ങളാണ്. മുസ്ലിം ഉമ്മത്തിനോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ, അള്ളാഹുവിന്റെ ദീനിനെ, ദൈവാനുസരണത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ജീവിക്കുന്ന നല്ല മാതൃകാ പുരുഷന്മാരായിട്ട് ഈ നാട്ടിലെ ഏതൊരു മനുഷ്യനും പറയാണ്, നല്ല മനുഷ്യനാണ് അയാൾ. കച്ചവടക്കാരൻ സത്യസന്ധനാണ്, നല്ല അയൽപ്പക്കക്കാരനാണ്, നല്ല അധ്യാപകനാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, നല്ല സാമൂഹിക പ്രവർത്തകനാണ്, എല്ലാറ്റിലും നന്മയുള്ളവനാണ്. അവനെ വിലക്കെടുക്കാൻ കഴിയില്ല, അവനെ പറ്റിക്കാൻ പറ്റില്ല, അവനെ അസത്യത്തിന്റെ ഭാഗത്ത് അണിനിരത്താൻ പറ്റില്ല. അങ്ങനെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയൊക്കെ അങ്ങനെ പറയാൻ പറ്റിയാൽ അത് ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ വെറുതെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഞാൻ ഹിന്ദു ആയതുകൊണ്ട് സത്യസന്ധനാണ്, ഞാൻ പലിശ കൊടുക്കില്ല, കള്ളു കച്ചവടം നടത്തില്ല, വ്യഭിചരിക്കില്ല, ഭാഗ്യക്കുറിയും ലോട്ടറിയും ചൂതാട്ടമൊന്നും ഇല്ല, വളരെ വിശുദ്ധമായിട്ടാണ് ഞാൻ, അങ്ങനെ ഒരു ഹിന്ദു ആണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അങ്ങനെ ഒരു മുസ്ലിം, അങ്ങനെ ഒരു നായർ, അങ്ങനെ ഒരു നമ്പൂതിരി ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഗുണം. ഇത് അതൊന്നുമില്ല. പിന്നെന്താണ്? കളറും രൂപവും ഭാഷവും വേഷയും പേരും ഒക്കെ നോക്കിയിട്ട് ഞാൻ ഹിന്ദുവാണ്, നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങളെ പള്ളി അതാണ്, നമ്മളെ അമ്പലം അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേവല വ്യത്യാസങ്ങൾക്കപ്പുറം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തോട് എനിക്ക് പറയാനുള്ളത്, വളരെ സത്യസന്ധമായ മൂല്യവത്തായ ഒരു ജീവിതത്തിനെ നയിക്കണം. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവ, അല്ലാതെ മുസ്ലിം സമുദായത്തിൽ എല്ലാ സമുദായങ്ങളിലും തമ്മിലുള്ള പോരും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. നായർക്ക് നമ്പൂതിരിയെ പറ്റൂല, നമ്പൂതിരിക്ക് ഈടവനെ പറ്റൂല, ഈടവർക്ക് പുലയനെ പറ്റൂല, പുലയനെ പറയാനെ പറ്റില്ല, ബന്ധുക്കോസ്തന് ഭാവാകക്ഷിയെ പറ്റില്ല, ഭാവാകക്ഷിക്ക് മെത്രാകക്ഷിയെ പറ്റില്ല, മെത്രാകക്ഷിക്ക് വരെ പറ്റില്ല. ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടികളും സംഘടനകളും ഒക്കെ ഈ ശൈലികളിലേക്കൊക്കെ പോകുന്നതിന് പകരം യഥാർത്ഥത്തിൽ തന്നെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുക. ആളുകൾക്ക് അതിന്റെ തണലും കുളിരും അനുഭവങ്ങളുമായിട്ട് അത് മാറണം. വൈജ്ഞാനികമായും അറിവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും നിങ്ങൾ ആളുകളുടെ മുമ്പിൽ ഇസ്ലാമിനെ പ്രയോഗിക്കണം, പ്രബോധനം ചെയ്യണം, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം, അതിന്റെ സാക്ഷികളായിട്ട് മാറണം. രണ്ടാമത്തത് പറയാനുള്ളത്, ഈ രാജ്യത്തെ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകളാണ്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് തെറ്റിദ്ധാരണകളാണ്, സ്ഥാപനങ്ങളെ കുറിച്ച്, സംഘടനകളെ കുറിച്ചും തെറ്റിദ്ധാരണകളാണ്. മുസ്ലിങ്ങൾ ടെററിസ്റ്റുകളാണ് എന്നാണ് അമേരിക്കയും ഇസ്രായേലും ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. BBC, CNN മുതൽ ജനൻ TV, ഏഷ്യാനെറ്റോടൊക്കെ അത് ഏറ്റുപിടിക്കും. യഹോവ സാക്ഷികളെ ആക്രമിച്ചിട്ട് 8 ആളുകളെയാണ് കൊന്നത്. മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി. നമ്മളാരും അതിനെ ഭീകരപ്രവർത്തനം, ഗോഡ്സെയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭീകരവാദി. നമ്മളാരും ഇന്നുവരെ ഭീകരവാദി എന്ന് പറഞ്ഞിട്ടില്ല, ഹിന്ദു ഭീകരവാദി എന്നും പറഞ്ഞിട്ടില്ല. ഹിന്ദു ടെററിസ്റ്റ് എന്ന് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുണ്ടെങ്കിൽ അത് ശ്രീ വിനായക നാഥുറാം ഗോഡ്സെയാണ്. ആ മാർട്ടിൻ എന്ന് പറയുന്ന ചങ്ങാതി യഹോവ സാക്ഷിക്കാരെ ക്രിസ്ത്യാനികളിലെ വലിയൊരു വിശുദ്ധ സംഘം, അതിന്റെ പ്രാർത്ഥനാ ചടങ്ങിനാണ് ബോംബ് പൊട്ടിച്ചത്. അതിന്റെ തലേ ദിവസം ആ വാർത്ത ആര് പൊട്ടിച്ചു എന്നറിയുന്നതിന്റെ മുമ്പ് കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലേക്കൊക്കെ വരാൻ ശ്രമിച്ച വാർത്തകളുണ്ട്. അത് മുസ്ലിങ്ങളായിരിക്കും, ഹമാസിന്റെ ആളുകളായിരിക്കും, ഇസ്ലാമിക തീവ്രവാദികളായിരിക്കും. അങ്ങനെ കാളെ പെറ്റു എന്ന് പറയുമ്പോഴേക്കും കയറെടുത്തിട്ട് അറിയാതെ നടക്കുന്നൊരു അഭ്യാസം ഒന്നുമില്ലാതെ വളരെ അപകടകരമായ രീതിയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വഷളാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ജനം TV മുതൽ BBCയും CNN അടക്കമുള്ള വലിയൊരു ശൃംഖല ക്യാപിറ്റലിസത്തിന്റെ, ഇമ്പീരിയലിസത്തിന്റെ, സിയോണിസത്തിന്റെ, ഫാസിസത്തിന്റെ, നാസിസത്തിന്റെ, സമഗ്രാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും സമ്പത്തിന്റെ പിൻബലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനങ്ങളിലൂടെ ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ മനുഷ്യരുടെ മുമ്പിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ച് എല്ലാവരും എല്ലാം പങ്കുവെക്കണം. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്കിപ്പോ പിണറായിനെയും അതേപോലെ പ്രതാപനെയും കുറിച്ച് ഒരുമിച്ച് ചർച്ച നടത്താം, ഒരു പ്രശ്നമില്ലേ? ഉണ്ടോ? ഇല്ലല്ലോ. അതിലേക്ക് നരേന്ദ്രമോദിനെയും കൊണ്ടുവരാം, അതിനിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മുഹമ്മദ് നബിനെയും രാമനെയും ജീസസിനെയും ഒരുമിച്ച് ചർച്ച നടത്താൻ പറ്റില്ല. പ്രതാപൻ എന്താണ്? സെക്യുലറാണ്. അതേപോലെ പിണറായി സെക്യുലറാണ്, കുഞ്ഞാലിക്കുട്ടി സെക്യുലറാണ്. പക്ഷെ മുഹമ്മദ് നബിയും ജീസസ് രാമനും ഒക്കെ വർഗീയ, സാമുദായിക, ജാതീയ, മത കോമ്പനങ്ങളാണ്. ഇങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാൻ പറയുന്നത് ഇവരെക്കാൾ വലിയ സെക്യുലറിസ്റ്റുകളാണ് അവർ, മനുഷ്യ സ്നേഹികളാണ് അവർ. അവരെ കുറിച്ച് തുറന്ന ചർച്ചകൾ നടക്കട്ടെ.
മുഹമ്മദ് നബിയെക്കുറിച്ചും മോശയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും രാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ ഒരുമിച്ചിരുന്ന് സിനിമാ നടന്മാരെ കുറിച്ചും കായിക താരങ്ങളെ കുറിച്ചും മദ്യവും മയക്കുമരുന്നും ഒക്കെ ചർച്ച ചെയ്യുന്ന നമുക്ക് എന്തുകൊണ്ടാണ് കുറച്ചും കൂടി ബുദ്ധിപരമായി, യുക്തിപരമായി, സത്യസന്ധമായി, ഗുണകാംക്ഷാപരമായി ഈ വേദങ്ങളെ കുറിച്ചും മഹാപ്രവാചകന്മാരെ കുറിച്ചും അവരുടെ വ്യക്തിത്വങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ കഴിയാത്തത്? ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അത് നിങ്ങൾ കൊണ്ടുവരണം. നല്ല ചർച്ചകൾ നടക്കട്ടെ. എന്താണെങ്കിലും ചർച്ച കൂടുതൽ നമ്മൾ ഇവരെ പഠിക്കാൻ ശ്രമിച്ചാൽ ഭിന്നിക്കുന്നതിനേക്കാൾ ഒന്നിക്കുന്നതിനാണ് ധാരാളം വഴികൾ ലഭിക്കാൻ പോകുന്നത്. പരസ്പരം നമ്മൾ പഠിക്കരുത് എന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. സംഘപരിവാർ സംവാദം നടത്തുന്ന പ്രസ്ഥാനമല്ല. ഒരാളോട് വ്യക്തിപരമായിട്ട് സംഭാഷണം നടത്തൂല. ഡീപ് പൊളിറ്റിക്സ് വൈറസ് കയറുന്ന പോലെ എയ്ഡ്സും ക്യാൻസറും ഒക്കെ കയറുന്ന പോലെയാണ് അത് കയറുക. അതിനപ്പുറത്തേക്ക് നേരിട്ട് വന്നിട്ട് ഇതാണ് ശരി, നമ്മളൊന്ന് വർത്താനം പറയില്ലേ, കേൾക്കില്ലേ, നമുക്കൊന്ന് പങ്കുവെച്ചാൽ എന്താ? അങ്ങനെ നിങ്ങൾ സംഘപരിവാറിന് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറുവടി കൊടുത്ത് കൈവടി കൊടുത്ത് കൊല്ലണം, തല്ലണം, ആരെ? മുസ്ലിമിനെ കൊല്ലണം, ക്രിസ്ത്യാനിയെ കൊല്ലണം, കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലണം. അതിന് പകരം ഈ രാമനും കൃഷ്ണനും അങ്ങനെ ജാതി മതം നോക്കി കൊന്നവരല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ കള്ളന്യായങ്ങളാണ്, കാപട്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരവും സമ്പത്ത് ഉപയോഗിച്ച് കംസനെ പോലെ, രാവണനെ പോലെ, ഫറോയെ പോലെ, ഹിറ്റ്ലറെ പോലെ, മുസോളിയെ പോലെ അപകടകരമായ പ്രചരണങ്ങൾ നടത്തുകയാണ്. ജാതി മതമൊന്നുമല്ല അവിടെ നടക്കേണ്ടത്, മറിച്ച് സത്യസന്ധമായി തിന്മ ചെയ്യുന്നവരെയാണ് എതിർക്കേണ്ടത്. എന്താണ് തിന്മ? ആരാണ് തിന്മയുടെ പക്ഷത്ത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭവങ്ങൾ കൊണ്ടും അവസ്ഥകൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടുമാണ് അതിനെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ സംവിധാനങ്ങളെ കുറിച്ചും ഒക്കെ മനുഷ്യരുടെ മുമ്പിൽ തുറന്ന് പങ്കുവെക്കാനുള്ള, അതിനെക്കുറിച്ച് സംവദിക്കാനുള്ള, കൈമാറാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം. ജമാഅത്തെ ഇസ്ലാമി വളരെ ആഴത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. ഖുർആനിന്റെ വ്യത്യസ്തമായ ഭാഷകളിലുള്ള വിശദീകരണങ്ങൾ, വിശകലനങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടാനും അറിയാനും പഠിക്കാനും ഒക്കെ വായിക്കുന്ന, അതും കൂടിയാണ് ഇപ്പോൾ ആളുകൾക്ക്. ഞാൻ ഇപ്പൊ ഹിന്ദു ആണെങ്കിൽ ഇസ്ലാം വായിച്ചാൽ ഞാനെങ്ങാനും മുസ്ലിം ആയി പോവോ, മുസ്ലിം ഹിന്ദു വായിച്ചാൽ ഹിന്ദു ആയി പോവോ, ക്രിസ്ത്യാനിത വായിച്ചാൽ അങ്ങനെയൊന്നും ഇപ്പൊ ഇതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കുക, അവര് വായിക്കുകയും പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് കേട്ടിരിക്കട്ടെ, സത്യസന്ധമായിട്ട് സംവാദങ്ങൾ നടക്കട്ടെ. എന്തിനാ നമ്മൾ പേടിക്കേണ്ട കാര്യം? നമ്മൾ ആരെങ്കിലും സംരക്ഷിച്ച് നിലനിർത്തേണ്ടെന്നല്ല അതൊന്നും. അത് നിലനിൽക്കാൻ അർഹതയുള്ളതാണെങ്കിൽ നിലനിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? സ്വതന്ത്രമായി മനുഷ്യർക്ക് കൊടുക്കുക. ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ട് എല്ലാവർക്കും, അതുപോലെ ഓണവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ വരുമ്പോ ജാതി മത വ്യത്യാസമില്ലാതെ സൗഹൃദ സംഭാഷണങ്ങൾ, സൗഹൃദ ഒരുമിച്ച് കൂടലുകൾ, സംവാദത്തിന്റെ സദസ്സുകൾ, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സംഭാഷണങ്ങളും സംവാദങ്ങളും സൗഹൃദ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് പരസ്പരം പങ്കുവെക്കുകയും ജനലും വാതിലും ഒക്കെ തുറന്നിടുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞ പോലെ സേവന പ്രവർത്തനങ്ങൾ. ജാതി മത രാഷ്ട്രീയ വ്യത്യാസം, ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ നോക്കൂല. ആർക്കാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത്, ജീവിതത്തിൽ പിടിച്ചു കയറാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, അല്ലാതെ അത് ഹിന്ദു ആയതുകൊണ്ടോ അവർക്ക് കൊടുക്കരുത്, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, മുസ്ലിങ്ങളായതുകൊണ്ടോ അവർക്ക് കൊടുക്കാൻ പാടില്ല, ഹിന്ദുവിനെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ അധികാര ഘടന മുതൽ ഭരണകൂട സംവിധാനങ്ങളടക്കം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വംശീയമായി, വർഗീയമായി, സാമുദായികമായി, മതപരമായി, ജാതിപരമായി. അതിനപ്പുറം മനുഷ്യന് സേവനം ചെയ്യും. അടിച്ചമർത്തപ്പെട്ടവർ, അനാഥകൾ, അഗതികൾ, വിധവകൾ, വിശക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, വിദ്യാഭ്യാസം, ആരോഗ്യം, സമ്പത്ത്, തൊഴിൽ, ഇതിലൊക്കെ പിന്നിൽ പോയ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിരക്ഷിക്കണം, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണം. ജമാഅത്തെ ഇസ്ലാമി അത്തരം പ്രവർത്തനങ്ങളും ഈ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സുത്യർഹമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. അതുപോലെ തന്നെ മീഡിയ സ്ഥാപനങ്ങളുണ്ട്. മീഡിയ വണ്, മാധ്യമം എന്നൊക്കെ പറയുന്ന ആ ചാനലും അതുപോലെ തന്നെ പത്രവും ഒക്കെ സത്യവും നീതിയും ജാതി സമുദായവും വർഗമൊന്നുമല്ല, മറിച്ച് ശരിയെ, സത്യത്തെ പ്രതിനിധീകരിക്കാനുള്ള ധൈര്യം സംഘപരിവാർ ഗവൺമെന്റ് കെട്ടുകെട്ടിയിരുന്നു. അവസാനം കോടതിയിൽ കേസ് കൊടുത്തു. മീഡിയ വണ്ണും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമം അതിന്റെ പ്രവർത്തനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമുദായികവും ജാതീയവും വംശീയവുമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം സത്യത്തെയും നീതിയെയും മനുഷ്യാവകാശങ്ങളെയും അടിച്ചമർത്തപ്പെട്ടവരുടെ താല്പര്യങ്ങളെയും ഒക്കെ, നീതി നിഷേധിക്കപ്പെട്ടവരെയും ഒക്കെ പിന്തുണക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത സംരംഭങ്ങളില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ മുതൽ അതുപോലെ തന്നെ വലിയ ഏത് രീതിയിലുമുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. സാഹിത്യങ്ങളുണ്ട്, ആർക്കും വായിക്കാനും കൊടുക്കാനും എടുക്കാനും ഒക്കെ പറ്റിയ, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ മനുഷ്യർക്ക് പങ്കുവെക്കാനും കഴിയുന്ന, വായനയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, വായിക്കണം ജനങ്ങളെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാറ്റിനെയും കൊടുത്തും കൊണ്ടും വാങ്ങിയും
നൽകിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് വലിയൊരു ഗ്രന്ഥശേഖരം അഖിലേന്ത്യാ തലം മുതൽ കേരളത്തിലടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണാലയങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അതിന്റെ വലിയ യുവജന പ്രസ്ഥാനങ്ങൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്, ചെങ്ങറ സമരം, എൻഡോസൾഫാൻ സമരം, അതുപോലെ തന്നെ നമ്മുടെ കൊക്കക്കോള വിരുദ്ധ സമരം, കേരളത്തിൽ അറിയപ്പെട്ട സാമ്രാജ്യത്വ വിരുദ്ധ പാരിസ്ഥിതിക കാർഷിക ഭൂമി സമരങ്ങളിലൊക്കെ തന്നെയും കേരളത്തെ നക്സൽ വസന്തത്തിന് ശേഷം പിടിച്ചുയർത്തിയ ഉയർത്തിക്കൊണ്ടുവന്ന വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യുവജന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. മിനിഞ്ഞാന്ന് ഹിന്ദുത്വ ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദുത്വ വംശീയതക്കെതിരെ, വംശീയത ഹിന്ദുത്വം ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP ഒക്കെ പറഞ്ഞിട്ട് വംശീയ സ്വഭാവത്തിൽ മനുഷ്യനെ എതിരാളിയായി വെച്ച് കൈകാര്യം ചെയ്യുന്നതിനാണ് വംശീയത എന്ന് പറയാ. അത് ആ മതമായതുകൊണ്ട്, ആ പാർട്ടി ആയതുകൊണ്ട് അവനെ നമ്മൾ കൊല്ലണം, തല്ലണം, ഉന്മൂലനം ചെയ്യണം. ഇതിനാണ് വംശീയത എന്ന്. ഇതാണ് കംസൻ ചെയ്ത പണി. ശ്രീകൃഷ്ണന്റെ കുട്ടികളൊക്കെ ചെയ്ത പണി ഇതാ. മോശ പ്രവാചകന് ഇസ്രായേൽ സമുദായത്തോട് ഫറോവ് ചെയ്ത പണി ഇതാണ്. ഹിറ്റ്ലർ മുസോളിനിയും യഹൂദന്മാരോട് ചെയ്ത പണി ഇതാണ്. ഈ വംശീയ ഹിന്ദുത്വ വംശീയതക്കെതിരെ ഗ്യാൻവാപ്പി പള്ളിയടക്കം ഇനി ഒരു പള്ളിയും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിൽ സംസ്ഥാന തലത്തിൽ വമ്പിച്ച പരിപാടി. ഞാൻ പറഞ്ഞത് ഉയർത്തേണ്ട വിഷയങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ ധൈര്യത്തോടുകൂടി വളച്ചുകെട്ടലുകളില്ലാതെ കരുത്തുള്ള യുവജന പ്രസ്ഥാനമായി ചെറിയതെങ്കിലും ആ വലിയ സംഘം, അതിന്റെ വിദ്യാർത്ഥി സംഘടന സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ GIA ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, ടീൻ ഇന്ത്യ, മലർവാടി, എല്ലാ തലങ്ങളിലുമുള്ള കുട്ടികൾ മുതൽ യുവാക്കൾ മുതൽ എല്ലാവരെയും ഉൾച്ചേർക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആർക്കും, നിങ്ങൾ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒക്കെ നിങ്ങൾക്ക് വരാലോ, നമുക്ക് സംസാരിക്കാലോ നമ്മ തമ്മിൽ. എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ വീട് നന്നാവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ കൂടുതൽ നല്ലവരാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെടുത്ത് ഫോർമുല ഉണ്ടെങ്കിൽ അത് പറയും, നമുക്കത് സന്തോഷമാണ്. നമ്മുടെ മക്കളെ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കാൻ നമുക്ക് തമ്മിലൊന്ന് ചർച്ച ചെയ്ത് നോക്കുക. നമ്മുടെ ഇണയുടെ ജീവിതം, ദാമ്പത്യ ജീവിതം കൂടുതൽ ഗുണകരമായിട്ട് മാറാൻ, മാതാപിതാക്കളോട്, അച്ഛനോടോ അമ്മയോടോ വാപ്പയോടോ ഉമ്മയോടോ ഒക്കെ ഉള്ള നടപടികൾ കൂടുതൽ മനോഹരമാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ അയൽപ്പക്ക ബന്ധത്തെ ഊഷ്മളമാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാടിനെ നന്നാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരസ്പരം ചോദിക്കുകയും പറയുകയും ചെയ്യാലോ. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ വിളിക്കുക. വളരെ കുറഞ്ഞ പ്രവർത്തകർ അവിടെ അല്ല. നിങ്ങൾക്ക് വരാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പേടിയില്ല. അതിന്റെ യോഗത്തിലേക്ക് പോലും നിങ്ങൾക്ക് വരാം. അടഞ്ഞ ഹാളുകളിൽ വാതിലടച്ച് യോഗം കൂടുന്ന ടീമല്ല. നിങ്ങൾ വരാത്തോണ്ട് മാത്രം, നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങൾ വന്നിരുന്നിട്ട് കേൾക്കും എന്താണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എന്തിനാണ് അവർ ചെയ്യുന്നത്, അത് ഗുണകരമാണോ ദോഷകരമാണോ? നിങ്ങൾ ഞങ്ങളെ വിളിച്ചോ, ഞങ്ങളും കേൾക്കാൻ സന്നദ്ധരാണ്. നമുക്കിരുന്ന് സംസാരിക്കാം. നമ്മുടെ വർഗീയ, വംശീയ, സാമുദായിക, മത, ജാതീയ തെട്ടൂരങ്ങളെയൊക്കെ ഇറക്കി വെച്ചിട്ട് മനുഷ്യത്വത്തെയും നന്മയെയും ദൈവികതയെയും പ്രവാചകന്മാരെയും മൂല്യങ്ങളെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരുമായി നിങ്ങൾക്ക് വർത്തമാനങ്ങളാവാം, സംഭാഷണങ്ങളാവാം. നിങ്ങൾ വരണം, നിങ്ങൾ പങ്കുവെക്കണം, പരസ്പരം സംസാരിക്കണം. നിങ്ങളോട് അടുത്താണ് ഏറ്റവും മെച്ചപ്പെട്ടതെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഇണകൾക്ക് വേണ്ടി, നമ്മുടെ അയൽപക്കത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ ഭൂമിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഏതാണ് നന്മയെങ്കിൽ അതിലേക്ക് പോകാനും ആ വഴിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഉജ്ജ്വലമായ, ഉദാത്തമായ നടപടികളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ പത്തനാപുരം ഏരിയയിലും നിങ്ങളുടെ മാങ്കോട് പ്രദേശത്തുമൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ഈ സംഘവും അതിന്റെ സംവിധാനങ്ങളുമൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾ സന്നദ്ധമാവണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും സമയം എന്റെ വാക്കുകളെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൃദ്യവും സ്നേഹോഷ്മളവും ഉജ്ജ്വലവുമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ, ഈശ്വരൻ, കർത്താവ്, അള്ളാഹു, ഭഗവാൻ നമ്മെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.